എല്ലാത്തിനും ഉത്തരം നമ്മൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞാൽ മറ്റേ ആ സ്നേഹത്തിലുണ്ട് എല്ലാത്തിനും ഉത്തരവേ. ആ സ്നേഹം വിശ്വസിച്ചാൽ അത് വിശ്വാസത്തിന്റെ തലത്തിലാണ് കിടത്തിയിരിക്കുന്നേ. അല്ല നമുക്കത് അനുഭവത്തിന്റെ തലത്തിൽ, ഇമോഷനിലുള്ള അനുഭവത്തിന്റെ തലത്തിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് അവസാനം വരെ ഭൂമിയിൽ ഈ സ്നേഹം വിശ്വസിച്ചേ പോകത്തുള്ളൂ. അത്രയും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നേ. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മൾ സാഹചര്യങ്ങളിലേക്കും നമ്മുടെ ലോക്കൽ സിറ്റുവേഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ സ്നേഹം ചിലപ്പോൾ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ. പക്ഷെ ആ സ്നേഹം അത്രയും വലിയ സ്നേഹത്തിൽ നമ്മൾ വിശ്വസിക്കണം. അവിടെ നമുക്ക് ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസമല്ല യഥാർത്ഥത്തിൽ വിശ്വാസം എന്നാണ് ഈ നമ്മുടെ വചനം വഴി പഠിപ്പിക്കുന്നതേ. അത് വിശ്വാസികളും വിശ്വസിക്കുന്നുണ്ട് ദൈവം ഉണ്ടെന്ന്. എല്ലാം ഫെയ്ത്തിനെ കുറിച്ചുള്ള ഒരു 4-5 കാര്യങ്ങൾ ഉണ്ട്. അത് അതിൻ്റെ തിയോളജിക്കൽ ടേംസ് ഞാൻ മറന്നുപോയേ. അങ്ങനത്തെ ശരിക്കുമുള്ള ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക എന്നാണ്. നമ്മളെക്കാളും ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ പിശാചിന് വിശ്വാസമുണ്ട്. കാരണം അവർ വിശ്വസിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ നാമം കേൾക്കുമ്പോൾ നമുക്കൊരിതും ഇല്ലല്ലോ. അവർ പിറയ്ക്കുകയും കൂടെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, വിശ്വാസികളായിട്ട് പോലും. അപ്പം അത്രയും അവർക്കുണ്ട്, നമുക്ക് അത്രയും കൂടെ ഇല്ല. അത്രയും അതുകൊണ്ട് ഈ സ്നേഹത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളവേ ഇത്രയും വലിയ സ്നേഹത്തിലാണ് നമ്മളെന്നുള്ളത് അത് നമുക്ക് അനുഭവപ്പെട്ട ആർക്കും ഇതാവല്ലോ. അതുകൊണ്ട് ഭൂമിയിലായിരിക്കുമ്പോൾ ഈ സ്നേഹം നമ്മൾ വിശ്വസിച്ചേ നമുക്ക് നിലനിൽക്കത്തുള്ളൂ. ഭൂമിയിലല്ല എപ്പോഴും വിശ്വാസവും പ്രതീക്ഷയും ഉപവിയും നിലനിൽക്കുമെന്നാണ് 1:13 അവസാന വാക്യം പറഞ്ഞിരിക്കുന്നേ. അപ്പം അത് വിശ്വസിച്ച് വേണം നമുക്കത് എപ്പോഴുമേ. ആൾക്കാർ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ ബാധിക്കും? മറ്റൊരാളെ പെറ്റ അമ്മ തന്നെയായാലും പ്രാവണമെങ്കിൽ അത് നമ്മൾ അവരുടെ ഇതിനെ വിശ്വസിക്കണ്ട. നമ്മളത് ഇങ്ങനെ പഴയ നിയമത്തിലെ കുറെ പുസ്തകങ്ങളിൽ അങ്ങനെ ഓരോന്നിനെ കുറിച്ച് പറയുന്നുണ്ടേ. പക്ഷെ അത് നമ്മൾ അതിനെ ഭയപ്പെടേണ്ട. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെ ദൈവത്തിന്റെ സ്നേഹത്തിൽ അങ്ങ് നിലനിന്നാൽ മതിയേ. അവരുടെ ദൈവത്തിന്റെ സ്നേഹം അതിന്റെ എല്ലാം മോളിൽ കിടക്കുമല്ലോ നമ്മുടെ മേലെ. അപ്പോൾ അവർക്ക് വേണ്ടി അവരും പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഇവർ ഈ ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും നമുക്ക് സമാധാനം നൽകുന്നത്. ഇവരൊന്നും ചെയ്യുന്നത് അവരറിയുന്നില്ലേ. അറിയാതെ അവരുടെ എന്തോ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ദുർബലതയിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനഃപൂർവ്വം എന്നൊക്കെ പോലെ തോന്നും നമുക്ക്. പക്ഷെ അങ്ങനെ ആയിരിക്കരുതേ. അത് അവരുടെ ഒരു എന്തോ ഇമോഷണലായിട്ടുള്ള മുറിവുകളൊക്കെ കാണുക. അങ്ങനെ അതിൻ്റെ ഒരു പെട്ടെന്നുള്ള ഓർമ്മമായിരിക്കും അത്. അതെ, നമ്മളതിനെ ഇത് കൊടുക്കേണ്ട ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൽ അങ്ങ് വിശ്വസിച്ചേ. സങ്കീർത്തനങ്ങളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പനും അമ്മയും വെറുത്താലും അങ്ങ് എന്നെ ഓർക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സങ്കീർത്തനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ആ സങ്കീർത്തനങ്ങളൊക്കെ ഇടയ്ക്ക് എടുത്ത് നമ്മൾ ദൈവവചനമായിട്ട് പരിചയപ്പെട്ട് നിന്നാൽ ഇങ്ങനെയുള്ളത് നമ്മൾ ഇന്ന് ആ ഭയം അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മളെപ്പോഴും ഫ്രീ ആയിരിക്കുവേ. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളെ. അപ്പം അത് നമ്മൾ വചനത്തിൻ്റെ ഒരു നിലനിന്നാലേ നമുക്ക് ഈ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് നമ്മളെപ്പോഴും ഇതിലായിരിക്കണം, യുദ്ധസന്നാഹത്തിലായിരിക്കണം. യുദ്ധ മനുഷ്യരായിട്ടാണ് ഭൂമിയെ നമ്മളെ ആക്കിയിരിക്കുന്നത്. വേറെ പട്ടാളക്കാർക്ക് അവർക്ക് എപ്പം വേണേലും ഇതെടുക്കാം, റെസ്റ്റ് എടുക്കാം, അങ്ങനെയുള്ള. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ എവിടെ പോകുമ്പോഴും നമുക്ക് വാസ്തവം പറഞ്ഞാൽ വിശ്രമവും ഇല്ല അവസാനം വരെ. നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആന്തരിക യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ആ യുദ്ധത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനമാകുന്ന വാളാണ് അന്നേരം എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നേ. ആ വാള് സന്നിഹിതമല്ലേ നമ്മളെ പേടിപ്പിക്കും. അങ്ങനത്തെ ദുഷ്ടചിന്തകളും ദുഷ്ടരുവികളും എല്ലാം നമ്മളെ അങ്ങനെ ഉള്ളിലെ ഒരു ഭയം തരുവേ. ആ ഭയത്തെ നമ്മൾ ഭയപ്പെടരുത്. അത് ദൈവം ബൈബിളിൽ എല്ലാ ദിവസത്തിനും വേണ്ടി പറഞ്ഞു 365 പ്രാവശ്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. അപ്പം അന്നേരം ആ വചനത്തിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ അന്നേരം ഈ സങ്കീർത്തനത്തിലൊക്കെ പറയുന്ന ഓരോ വചനങ്ങൾ എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ആത്മാവിനെ ഇത് ചെയ്യണം. അന്നേരം നമുക്ക് ആ വചനത്തിൽ നിന്ന് ഇത് മാറിപ്പോകത്തുള്ളൂ. നമ്മളിലോട്ടുണ്ടാകുന്ന ആ ഒരു വേദനിപ്പിക്കൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു മുറിവുണ്ടാക്കുന്നുണ്ടല്ലോ നമ്മളിലെ. എന്നാൽ ആ മുറിവുകളെ നമ്മൾ പ്രാർത്ഥിച്ച് വചനം എടുത്തു കഴിയുമ്പോൾ വചനത്തിൽ വിശ്വസിച്ചിട്ടേ ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹത്തിലോട്ട് കയറി നമ്മളങ്ങ് പ്രവേശിക്കുക. ബാക്കിയൊന്നും നമ്മളെ വാദിക്കുകയല്ല, നമ്മളങ്ങ് വിശ്വസിച്ച് നമ്മൾ ധൈര്യപൂർവ്വം അങ്ങ് പോകണം. അങ്ങനെ പറ്റൂ. ഇവിടെ എല്ലാം ഭയങ്കര ധൈര്യത്തിൻ്റെ ആവശ്യം. യോശുവയുടെ ഒക്കെ എപ്പോഴും, അത് ഞാനും എപ്പോഴും ഇടയ്ക്ക് നമുക്കിതുണ്ടാവും പറയുന്നതാണ്, ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. അങ്ങനെ എപ്പോഴും ശക്തനും ധീരനുമായിരിക്കുക, പരിഭ്രമിക്കരുത്, ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യോശുവയോട് ചോദിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും നമ്മളോട് തന്നെ ഈ വചനം എടുത്ത് പറയണം. നമ്മൾ പരിഭ്രമിക്കരുത്. പരിഭ്രമിക്കുന്നത് ദൈവത്തിൻ്റെ ആ ആഗ്രഹത്തിന് വിരുദ്ധമാണ്.
നമ്മൾ പരിഭ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഇത്രയും സർവശക്തനായ ദൈവത്തിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നേ. അപ്പോൾ അത് നമ്മൾ ഞാനിങ്ങനെ ഷെയർ ചെയ്യുമ്പോഴൊക്കെ പറയുന്നത് നമ്മൾ ഈ വിശ്വാസ പ്രമാണം നമ്മൾ കുർബാനയ്ക്കും അല്ലാതെയൊക്കെ ചെല്ലുമ്പോഴേ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് സർവശക്തനും പിതാവുമായ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെ ആ വാസം പറഞ്ഞാൽ അതൊരു ചുമ്മാ ഒരു വിശ്വാസത്തിൻ്റെ ഒരു വികാരരഹിതമായ ഒരു നിർവികാരമായ ഒരു ചെല്ലലല്ല അത് ഭയങ്കര സ്നേഹപൂർവ്വം നമ്മൾ വിശ്വസിച്ച് നമ്മുടെ അസ്തിത്വത്തിലേക്ക് ആകേണ്ടതാണ്. സർവശക്തനും പിതാവും എന്ന് പറയുമ്പോൾ പിതാവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് നമ്മൾ എപ്പോഴും വിശ്വസിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ് പിതാവേ. അപ്പോൾ ആ പിതാവ് എന്ന് പറയുന്നത് നമ്മൾ വാത്സല്യപൂർവ്വം ഒരു തത്വം പോലെ ആകരുത് പറയുമ്പോഴേ. അപ്പം അങ്ങനെയുള്ള ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണ് നമ്മൾ പിന്നെ നോക്കുമ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഭയപ്പെടുമല്ലേ ചെറിയ കാര്യങ്ങളിലെ. നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ ഇതിനകത്ത് ഷെയറിങ്ങിന് അതൊക്കെ പറഞ്ഞില്ലേ, ഇപ്പം തന്നെ മനസ്സിലായിരിക്കുന്നത് 12 ബില്യൺ യൂണിവേഴ്സ് ഉണ്ടെന്നാണ്. 12 ബില്യൺ എന്ന് പറഞ്ഞാൽ പണ്ട് പഴയ നിയമത്തിലെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവെന്നുള്ള ഒറ്റ ഇതിലെ പ്രവാചകന്മാരും രാജാക്കന്മാരും ഒക്കെ പ്രാർത്ഥിച്ചതിനകത്തുള്ളേ. പക്ഷെ നമുക്ക് സയൻസിൻ്റെ ഇതിലേക്ക് വന്നപ്പോൾ ഇപ്പം ശരിക്കും ഇപ്പം നമുക്ക് മനസ്സിലായിരിക്കുന്ന അനുസരിച്ച് തന്നെ 12 ബില്യൺ യൂണിവേഴ്സാണ്. 1 ബില്യൺ 100 കോടിയാണ്. അപ്പം അത്രയും ഈ 12 ബില്യൺ യൂണിവേഴ്സും ദൈവത്തിൻ്റെ ഇതല്ലല്ലോ, ഇതല്ല എന്നാ ദൈവത്തിൻ്റെ മൊത്തം സാധ്യതയല്ല. അത് ദൈവത്തിൻ്റെ സർവ്വശക്തിയുടെ ഒരു സൂചന മാത്രമോ. അല്ലാതെ ഇതോടെ ദൈവത്തിൻ്റെ പവർ തീർന്നില്ലല്ലോ സൃഷ്ടിച്ചേ. അപ്പം ഇതുപോലും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു ചെറിയ ഒരു ദൈവത്തിന് ഓൾമൈറ്റി ആണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇത്രയും വലിയ യൂണിവേഴ്സുവേ. അപ്പം നമ്മൾ അത്രയും വലിയ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക. അപ്പം ആ ദൈവം നമ്മുടെ പിതാവുമാണ്. ആ പിതാവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നുള്ള വലിയ വിശ്വാസത്തിൽ വേണം നമുക്ക് നിൽക്കാൻ. അങ്ങനെ നമുക്ക് ഉയർന്നു നിന്നാലേ നമുക്കിങ്ങനത്തെ വേദനകളും പീഡനങ്ങളും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നുള്ള ഒരുതരം അറ്റാക്കും ഒക്കെ വരുന്നത് നമ്മൾ ശരിക്കും ഈ ഭൂമിയിൽ നിൽക്കാതെ ഉയർന്നു നിൽക്കാനുള്ള ഒരു ഇതിനു വേണ്ടിയാണ്. വിശ്വാസ ജീവിതം അങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ. അത് എങ്ങനെ എപ്പോഴും ഒരു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എടുത്താൽ ഒരു സൈന്യ ഒരു യുദ്ധ പോരാളിയെ പോലെയാണ് നമ്മൾ നിൽക്കണ്ടേ. അപ്പം അതുപോലെ ഒരു യോദ്ധാവിനെ പോലെ നിൽക്കണം. ഈ ദൈവത്തിൻ്റെ ആയുധങ്ങൾ FSS ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോന്നും. ആ ആയുധം ധരിച്ച് ആത്മാവിൽ ആയുധം ധരിച്ച് നമ്മൾ നിൽക്കണം. എന്നാലും അത്രയും ഇത് വരും, എന്നാലേ നമുക്കൊരു വിജയമുള്ളൂ. അല്ലാതെ ചുമ്മാ അല്ലെങ്കിൽ നമ്മളെ ഈ ഭൂമി വെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ, നേരെ അങ്ങ് മുകളിലാക്കിയാൽ മതിയായിരുന്നല്ലോ. അപ്പം നമുക്കൊരു ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ളൊരു ദൈവം ഉദ്ദേശിക്കുന്ന അത്രയും ഒരു വിജയം നേടി ഒരു യോദ്ധാവാകണം. അങ്ങനെ അതിനുവേണ്ടി അന്നേരം നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞല്ലായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വലിയ വേദനകളും ഞെരുക്കങ്ങളും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചേ അല്ലെ ഉല്ലംഘിച്ച് ഇങ്ങനെ നിന്ന് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ പോകണം. അത് ഈശോ കുരിശി കാണിച്ചു തന്ന എല്ലാം അതാണ്. അപ്പം നമ്മൾ സത്യ സ്നേഹമാവുക എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ മാത്രമേ നമുക്ക് ഉത്തരവുള്ളൂ. ഇപ്പം നമുക്ക് പുറത്ത് നമ്മുടെ സാഹചര്യങ്ങളോ മറ്റുള്ളവരോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ശരിയാകുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മളെ തന്നെ ഈശോ കുരിശിൽ അതാ കാണിച്ചു തന്നെ. നമുക്ക് എത്രയേറെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ രൂക്ഷമാണെങ്കിലുമേ അവരെ ഈശോ കുരിശിലായിരുന്നപ്പോൾ പിശാചുക്കളാണ് അതിൻ്റെ പുറകിൽ ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിച്ച യഹൂദരും പട്ടാളക്കാരും ഒക്കെ ഈശോയെ മാക്സിമം പീഡിപ്പിക്കുക. പക്ഷെ ഈശോയുടെ സ്നേഹത്തെ ഒരു ശകലം പോലും കുറയ്ക്കാൻ പറ്റിയില്ലേ. അവർ മാക്സിമം ഈശോയെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊക്കെയാണ് ഇറങ്ങി വന്ന് സർവ്വശക്തനെയാണെന്ന് ഓർക്കണം. ഒരു നോട്ടത്തിൽ ഇവരെല്ലാം ഭസ്മമാക്കി കളയാവുന്ന അവസ്ഥയിലാണ് ഒരർത്ഥത്തിൽ ഈശോ ഇരിക്കുന്നത്. ആ ഈശോയെ പറയാവുന്നതിൽ ഏറ്റവും ഇതായിട്ട് പരിഹാസത്തിൻ്റെ വലിയ ഷവറിങ് ആയിരുന്നു. അന്നാരും ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരു കുഞ്ഞംശം പോലും കുറയ്ക്കാൻ അവർ നോക്കിയിട്ട് പറ്റിയില്ല. പിശാചിനൊന്നും ഈശോയെ കൊല്ലണമെന്നൊന്നുമല്ല ആഗ്രഹം, സ്നേഹത്തിലൊന്ന് പരാജയപ്പെടുത്തണം എന്നുള്ളതാണ് ആഗ്രഹമേ. എന്നിട്ട് ഈശോയെ കൊന്നിട്ടും ഈശോ അന്നേരം കൊന്നപ്പോഴും ഈ ഉത്തമഗീതത്തിൽ പറയുന്നുണ്ട് സ്നേഹം മരണം പോലെ ശക്തമാണെന്ന്. ഇവിടെ അതിനേക്കാളുമാണ് സ്നേഹം മരണത്തെക്കാൾ ശക്തമാണെന്ന് ഈശോയെ വധിച്ചപ്പോഴും തെളിയിക്കുകയാണ്. അത് കഴിഞ്ഞേച്ച് ചങ്കത്ത് കുത്തിയില്ലോ, ചങ്കത്ത് കുത്തിയപ്പോഴും ഈശോ അത് മാതാവിനെ സംബന്ധിച്ച് അത് ശവത്തെ കുത്താ. എന്നിട്ടും ഈശോ അവിടെ നിന്നും പിന്നെ സ്നേഹവും കാരുണ്യമല്ലേ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ശവത്തെ കുത്തി അങ്ങനെ പോലും ചെയ്തിട്ടും ഈശോയുടെ സ്നേഹത്തെ ദുർബലമാക്കാൻ അവർ പറ്റുന്നില്ല. അത് കാരണം അടക്കിയത് പോലെ ഈ സീൽ ചെയ്ത് കല്ലറെ കൊണ്ട് അലക്കുക എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ. അവിടെ ആക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവസാനത്തെ ഏറ്റവും അത് നമുക്ക് അനുഭവപ്പെട്ടാലേ നമുക്ക് പിടികിട്ടുള്ളൂ. അതിൻ്റെ ഒരു അത്രയും സീൽ വെച്ച് കല്ലറ മരിച്ച് എന്നിട്ടും അടങ്ങിയാലെന്ന് പറഞ്ഞ് ഒന്ന് ഓർത്ത് നോക്കി. സീൽ വെച്ച് അതിലിരിക്കുന്ന അവിടുന്നും ഈ മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി ഉയർത്തു വരിക എന്ന് പറയുന്നതേ നമ്മൾ പറയുന്നത് എളുപ്പമല്ലത്. അവിടെ എല്ലാം ഈശോ ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു വലിയ നമ്മളെവിടെയാണെന്ന് പറഞ്ഞാലും ഈ സത്തയിൽ സ്നേഹമാണെന്ന് ഈശോ തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചന്ദനത്തെ കുത്തുമ്പോഴേ
ചന്ദനത്തിൽ നിന്ന് സുഗന്ധം മാത്രമല്ല പുറപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സത്തയെ നമ്മൾ ശരിയാക്കി സ്നേഹത്തിൻ്റെ ഇതാക്കുക, ഒരു ഒരു ഷെയിംലെസ് ലവ് ആയിട്ട് നമ്മൾ മാറുക എന്നുള്ളേ. ഒരു നാണം കെട്ട സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അത് ഇവിടെ ഷെയർ ചെയ്യാത്ത ഓർമ്മ. ഈ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ 7ിലൊക്കെ പഠിക്കുമ്പോഴാണ്, അന്നേരം വീട്ടിലൊരു പട്ടിക്കുഞ്ഞുണ്ട്, ഒരു ബ്രൗൺ കളറെ. ആ പട്ടി ഇങ്ങനെ എനിക്ക് കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ഓമനത്തുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുണ്ടല്ലോ പട്ടിക്കുഞ്ഞുങ്ങളെ. അത് കഴിഞ്ഞ് ഇച്ചിരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഈ പട്ടി നാടൻ പട്ടിയാണ്, നേരം കൂടെയൊക്കെ പോയി ഒരു എല്ലും ദൂരമൊക്കെ ആയി. അപ്പോൾ അന്നേരത്തിനും പക്ഷേ എന്നാലും പട്ടി സ്നേഹപൂർവ്വം വീട്ടിലുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ സ്കൂളിൽ കഴിഞ്ഞേച്ച് വന്ന് ചോറുണ്ണുമ്പോഴത്തേനും ഈ പട്ടിക്കുഞ്ഞ് വന്നിട്ട് ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടുത്ത് വന്നിരുന്നു ഛർദ്ദിച്ചത്. ഛർദ്ദിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അർപ്പമുള്ള ഇങ്ങനത്തെ കാര്യങ്ങളെ. ഛർദ്ദിച്ചപ്പോഴത്തേനും എനിക്ക് അരിശം വന്നിട്ടെന്ന് പറഞ്ഞാൽ വല്ലാതെ അരിശം വന്നിട്ട് പല്ലുമൊക്കെ എറിഞ്ഞ് 7ലാണ് ഞാൻ പഠിക്കുന്നത്. അവിടെ ഒരു ഈ ഇതില്ലേ കോടാലി അല്ലാത്ത മഴുവില്ലേ, മഴു അല്ല മഴുവാ, മഴു എന്ന് പറഞ്ഞാൽ മഴു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊരി തടി വെട്ടുന്ന സാധനം, ചെത്തുന്ന സാധനം. മഴുവിൻ്റെ അവിടെ എങ്ങാണ്ട് കിടന്ന പഴയ വീട്ടുകാരുടെ ഒരു അവിടെ എങ്ങാണ്ട് കിടന്ന ഒരു മഴു ഉണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകെ പോയി. ഇതിന് മനസ്സിലായി. എന്നിട്ടൊരു അപ്പുറത്തൊരു തോട്ടം, കമ്പനിത്തോട്ടം ഉണ്ട്, അങ്ങോട്ട് ഇത് ഓടിയേ. അപ്പം ഞാൻ ഇതിന് പോകുന്ന വഴിക്ക് ഇതിനിട്ട് പല്ലിറങ്ങിക്കൊണ്ട് ഞാൻ എറിഞ്ഞു ഈ പട്ടിക്കിട്ട്. എത്രയേ ഉള്ളൂ പട്ടിക്കുഞ്ഞ്, ബ്രൗൺ കളറാണ്. എന്നിട്ട് ആ പട്ടി കരയുന്ന പോലെ കരഞ്ഞ് തോട്ടത്തിലേക്ക് പോയി. അപ്പം പിന്നെ ഞാൻ തിരിച്ചു വന്നിരുന്ന് ചോറ് ഒരുവിധമൊക്കെ ഒന്ന് കഴിച്ചേച്ച് അന്നേരത്തിന് നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ഇതുണ്ടല്ലോ, ഒരു പട്ടിക്കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമുണ്ടല്ലോ. ഈ കലി വന്നപ്പോൾ അങ്ങോട്ട് ചെയ്തത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇതൊരു സങ്കടമായി. ഇനി ആ പട്ടിക്ക് ഏറ് കൊണ്ടെന്ന് മനസ്സിലായി, അതിൻ്റെ കരച്ചിലും നമുക്ക് മനസ്സിലായി. പക്ഷേ അന്നേരം ഇന്ന് തിരിച്ച് ഇത് വരുമ്പം ഇതിങ്ങനെ വേദനിച്ചേ, നല്ല പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ജീവനോടെ ഇങ്ങനെ സഹിച്ചിരിക്കാന്ന് പറയുന്നത് അന്നേരം നമുക്കൊരു സങ്കടമാണല്ലോ. അതുകൊണ്ട് കരുണാവധം ചെയ്യാന്നും കൊണ്ട് ഞാൻ ഈ വീണ്ടും ഓരോ കമ്പം ഏതാണ്ട് എടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു പോയി. ഈ പട്ടി കുറച്ച് അങ്ങോട്ട് ഓടിപ്പോയായിരുന്നു. അന്നേരം നമ്മൾ പട്ടിയൊക്കെ വീട്ടിലൊക്കെ വിളിക്കുന്ന കുറുക്കുന്നാണല്ലോ, അറിയാമോ? അങ്ങനെ കുറുക്കൂന്ന് പണ്ടൊക്കെ കുഞ്ഞിലെ നാട്ടിലൊക്കെ വിളിക്കുമായിരുന്നു. അങ്ങനെ പട്ടിയെ കോമൺ വിളിക്കുന്ന എല്ലാ പട്ടികൾക്കും വിളിക്കുന്ന ഒരു പേരാ. അപ്പം ഞാൻ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ പട്ടിക്കുഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുവാണേ. അപ്പോഴത്തേനും ഞാൻ ഉന്നമൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. എന്നെ ഒത്തിരി ക്രൂരനായിട്ട് ചിന്തിച്ചേക്കരുത്. ഈ പട്ടിയുടെ ഒരു ചെവി ഇങ്ങനെ ഏറ് കൊണ്ടിട്ട് അതിങ്ങനെ ചെവി ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കുക. എന്നിട്ട് അതിൻ്റെ മൊത്തം ഇങ്ങനെ മുഖത്തൂടെ ഇതിലെല്ലാം ഇങ്ങനെ ചുകര ഒഴുകുന്നുണ്ടേ. പക്ഷേ ഈ പട്ടിക്കുഞ്ഞ് വന്നത് ശരിക്കും ഇങ്ങനെ ഇതൊക്കെ ആണേലും ഭയങ്കരമായിട്ട് പണ്ടത്തെക്കാളും സ്നേഹത്തോടു കൂടി ഇങ്ങനെ വാലാട്ടിക്കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരുന്നത്. ഇപ്പോഴും എനിക്കത് കാണാം, ആ പട്ടിക്കുഞ്ഞിൻ്റെ ആ വരവേ. അന്നേരം ഞാനിങ്ങനെ ഒരു ചിരട്ടയ്ക്കകത്ത് എനിക്ക് അങ്ങനെ സങ്കടം തോന്നിയിട്ട് ചിരട്ടയ്ക്കകത്ത് കുറേ വെള്ളമൊക്കെ എടുത്ത് അന്നേരം തന്നെ എൻ്റെ കണ്ണീരെല്ലാം വീണ് ഈ ചിരട്ടയ്ക്കകത്ത് ഉപ്പുരസമൊക്കെ ആകുന്നുണ്ട്. പക്ഷേ ഇത് ആർത്തിയോടെ വന്ന് കുടിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ എന്നാ ചെയ്തെന്ന് ഞാനങ്ങ് മറന്നുപോയി. പക്ഷേ അന്നേരം അത് പിന്നെ എൻ്റെ മനസ്സിൽ കിടക്കും. അതൊരു 7ാം ക്ലാസ്സിൽ പഠിച്ചു ഞാൻ പിന്നെ സെമിനാരിലൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരു പ്രസംഗത്തിൽ അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരു സെൻഡ് ഓഫ് പ്രസംഗത്തിലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു കവിത പോലെ ഇത് ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഈശോയുടെ ഒരു സ്നേഹമായിട്ട് പിന്നെ ഞാൻ ഇനി അങ്ങ് കമ്പയർ ചെയ്യുവാണ്. ഇങ്ങനെ നമ്മൾ കുമ്പസാരത്തിൽ എന്തേരെ പോയാലും പിന്നെ ഈശോയെ മുറിവേൽപ്പിച്ചിട്ടാണേലും എന്തേരെ രക്തം ഒലിച്ചാണേലും പിന്നെ ഈശോ ഇങ്ങനെ നമ്മളെ ഈ പട്ടി വരുന്ന പറഞ്ഞ പോലെ വാലാട്ടിക്കൊണ്ട് നമ്മുടെ അടുത്തോട്ട് വരുമല്ലേ. അതിനെ നമുക്ക് വേറെ ഒന്നും വിളിക്കാനില്ല, അതിനൊരു ഷെയിംലെസ് ലവ് എന്നേ വിളിക്കാനുള്ളൂ. ഒരു നാണം കെട്ട സ്നേഹം അത്. അപ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ അഡ്രസ്സ് ചെയ്യാം. ഒത്തിരി പ്രശ്നങ്ങൾ വരും. അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഷെയിംലെസ് ലവ് നമ്മൾ കിടക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒട്ടും എളുപ്പമല്ല ഒത്തിരി കാര്യങ്ങളെ ഇത് ചെയ്യാനേ. നമ്മൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഞാൻ ഈ ഷെയിംലെസ് ഈ നാണം കെട്ട സ്നേഹം ഓർക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഓർത്ത് കഴിഞ്ഞാൽ അന്നേരെ എനിക്ക് ഹീലിംഗാണ്. ഞാനങ്ങനെ പെട്ടെന്ന് എന്നോട് ആവശ്യപ്പെടുന്ന കാര്യം ഞാനങ്ങ് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ അങ്ങ് ക്ഷമിക്കാനേ പറഞ്ഞു. ഇത് ഞാൻ പെട്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു ഭയങ്കര ഇമോഷണൽ ഇതാണ്. അങ്ങനെ കുറേ സ്നേഹത്തിൻ്റെ നമ്മൾ ഓരോ കാര്യങ്ങളെ നമ്മൾ സ്നേഹത്തിൻ്റെ മനുഷ്യരാകുക എന്നുള്ളത് ഉത്തരവുള്ളേ. അത് ഇപ്പം നമുക്ക് എന്തേരം ദുർഗന്ധമാണേലും എത്ര അന്തരീക്ഷത്തിനെ എത്ര നമുക്ക് ശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ജീവൻ പോകും എന്നതുകൊണ്ട് നമ്മൾ ശ്വസിക്കുമല്ലോ, അല്ലെ ഭയങ്കര ദുർഗന്ധമാണ് ഇതും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്വസിക്കാതിരുന്നാൽ നമ്മുടെ ജീവൻ പോകും. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാലും ശ്വസിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അതെല്ലാവർക്കും വരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ജീവിത സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കണക്ക് കൂട്ടിയാൽ ഒരു രീതിയിലും നമ്മളെ സ്നേഹിക്കാനായിട്ട് ഒരു ലാഞ്ചനയുടെ സൂചന പോലും ഇല്ലെങ്കിലും നമ്മൾ ഈ
അങ്ങ് കാരണം നമ്മുടെ സ്നേഹമാണ് നമ്മുടെ ജീവനെ. അത് ഭയങ്കര നമ്മൾ ധ്യാനിച്ചു വചനം മുഴുവൻ ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും സ്നേഹമാണ് നമ്മുടെ ജീവൻ. അത് പോകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, അവരുടെ ആവശ്യമാണ്. അത് പോകാതിരിക്കാൻ നമ്മൾ അങ്ങ് തീരുമാനിച്ചോണം. എന്നിട്ട് ഇച്ചിരി എളുപ്പമല്ല, പക്ഷേ ഈ സ്നേഹത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് അതിനുള്ള കൃപയും കിട്ടും, നമുക്ക് ഭയങ്കര ആന്തരിക ഹീലിംഗ് കിട്ടും, ഭയങ്കര സൗഖ്യം കിട്ടുവേ. മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും സൗഖ്യം കിട്ടും, നമുക്കും കിട്ടും. അന്നേരം ഈ പശുക്കിടാവിൻ്റെ ഒക്കെ ഉദാഹരണം ഞാനിങ്ങനെ ഇടയ്ക്ക് പശുക്കിടാവിനെയൊക്കെ ഒരുപക്ഷെ നമുക്ക് പാല് കറന്ന് കുടിക്കാനൊന്നും ആയിരിക്കുകയല്ല ഈ ദൈവം ഇങ്ങനെ ഓരോന്നും ക്രമപ്പെടുത്തിയിരിക്കുന്നതേ. വീട്ടിൽ പശുവിനെയൊക്കെ ഇപ്പം പശു നമ്മൾ എല്ലാവരും കണ്ടിട്ട് കാണുമായിരിക്കും. പശു പ്രസവിച്ച് കഴിയുമ്പോഴേ കിടാവ് പോയി കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, അകിടയിൽ ഇടിക്കുമല്ലേ, ചിലപ്പോൾ പശു പൊങ്ങിപ്പോലും പോയി. ഞാൻ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അല്ലെ ആടാണേലും ഇങ്ങനെ ഇടിക്കുമ്പോൾ ഈ അത്ര ആഞ്ഞ ഇടിക്കുന്നത്, അവർക്ക് സ്നേഹപൂർവ്വം ഇടിക്കുമൊന്നുമല്ല. പക്ഷെ അന്നേരം ഈ പശു ചെയ്യുന്നത് ഇതന്നെ ഇതുപോലെ ഇടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമല്ല, പശു ചുരുത്തുക ചെയ്യുന്നത്, പാല് ചുരുത്തും അല്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ആരെയും ചങ്ങിനിട്ടോ എന്ത് വാക്കുകൊണ്ടോ അല്ലാതെ ഇടിച്ചാൽ നമ്മളൊന്ന് സ്നേഹം ചുരുത്തിക്കൊണ്ടാൽ മതി. അത് ഒത്തിരി പേരിലേക്ക് ആ സ്നേഹം ചെല്ലുവേ. അങ്ങനെ അതാ നമ്മുടെ ഈശോ പഠിപ്പിച്ചതും. നമുക്ക് ആകെ വേറെ നമുക്കൊന്നും ചെയ്യാനായിട്ട് അങ്ങനെ ഇല്ല. അത് നമ്മൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം ഈശോ ഇങ്ങനെ ഇതിനകത്ത് പോയതുപോലെ നമ്മൾ എന്നാ വന്നെന്ന് പറഞ്ഞാലും സ്നേഹം ചുരുത്തി അങ്ങ് പോകാം നമുക്ക്. അങ്ങനെ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഫൈറ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ദുർബലനാവുമല്ലോ. ആന്തരികമായിട്ടാണെ പോലുവേ നമുക്ക് ഭാരം കൂടുകയുള്ളൂ. നമ്മളെ എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. നമ്മൾ അറിയുന്നില്ലേലും ഇവരെ മാത്രമല്ല, നരകം മൊത്തം വാസം പറഞ്ഞ് നമ്മുടെ തലയിലും ചങ്കിനകത്തും വന്ന് ഇങ്ങനെ ആകുന്നുണ്ട്. അങ്ങനെ ഒരാളെ അപ്പം അതിന് സ്നേഹത്തിൻ്റെ വലിയൊരു ഇതിലേക്ക് നമ്മുടെ ആത്മാവിനെ ഞങ്ങൾ ഈ വർഷങ്ങളിലെല്ലാം ഇവിടെ ഈ സ്നേഹത്തിൻ്റെ ഒരു വലിയ പരിശീലനം നടത്തിയത്. അപ്പോൾ അത് മാത്രമേ നമ്മൾ എന്തേലും ആലോചിച്ചാലും ബാക്കി ഒരു മാർഗം ദൈവം കാണിച്ചു തന്നിട്ടുമില്ല. അത് മാത്രം നമുക്ക് ഭയങ്കര ശാശ്വത മാർഗമാണ്, നിത്യതയോളം ഉള്ളേ. അതിനുവേണ്ടിയുള്ള ഊര് കൊടുക്കാമെന്നേ ഉള്ളൂ നമുക്ക്. അങ്ങനെ അത് വലിയ സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കും. അങ്ങനെ പൗലോസ്ലീഹ സ്നേഹത്തിൻ്റെ 1 കൊരിന്ത്യസ് പറഞ്ഞ എല്ലാം നമുക്ക് ശരിക്കും സ്നേഹമായി കഴിയുമ്പോൾ അത് തിരിച്ചിട്ട് വായിക്കുമ്പോഴേ 1 കൊരിന്ത്യസ് 13 സ്നേഹത്തെക്കുറിച്ച് അതാണ് നമുക്കിവിടെ ഏറ്റവും വലിയ പരിശീലനമായിട്ട് നൽകിയത്. അപ്പം നമ്മൾ ശരിക്കും നമ്മൾ സ്നേഹമല്ലാതെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഇപ്പം വായിക്കുന്ന പോലെ മനസ്സിലാകുന്നത്. സ്നേഹമായി കഴിഞ്ഞാൽ സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം കോപിക്കുന്നില്ല, സ്നേഹം ആത്മപ്രശംസ നടത്തുന്നില്ല എന്ന് നമ്മൾ ഇപ്പം അങ്ങനെ വായിച്ചു പോകുന്നുണ്ട്. പക്ഷെ തിരിഞ്ഞു കഴിയുമ്പം നമ്മൾ കോപിക്കാതെ ഇരിക്കുമ്പം ശരിക്കും നമ്മൾ സ്നേഹമാവുക ചെയ്യുന്നത്. അല്ലാതെ കോപിക്കാതെ ഇരിക്കുക എന്നുള്ള ആ പ്രവൃത്തിയല്ല ചെയ്യുന്നത്. നമ്മൾ എല്ലാം സഹിക്കുമ്പം നമ്മൾ സ്നേഹമാവുക ചെയ്യുന്നത്, എല്ലാം സഹിക്കുമല്ല. അപ്പോൾ എല്ലാം ഇത് സ്നേഹമായിട്ട് രൂപാന്തരപ്പെട്ടോളും. നമ്മൾ നല്ലപോലെ നോക്കി കഴിയുമ്പോഴേ പിന്നെ സ്നേഹം മാത്രമേ ഉള്ളൂ. ദീർഘക്ഷമ നമ്മൾ കാണിക്കുമ്പോൾ സ്നേഹമാവുക, ദീർഘക്ഷമയല്ല നമ്മൾ കാണിക്കുന്നത്. നമ്മൾ സബ്സ്റ്റൻസിൽ സ്നേഹമായിക്കൊണ്ടിരിക്കുക. അത് നല്ലപോലെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കി. 9 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്, 7 8 നെഗറ്റീവ് സ്നേഹമല്ലാത്ത കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കോപിക്കാതിരിക്കുമ്പോൾ, അനുചിതമായിട്ട് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, ആത്മപ്രശംസ നടത്താതിരിക്കുമ്പോൾ എല്ലാം നമ്മൾ സ്നേഹമാവുക. അല്ലാതെ നമ്മൾ ഈ ഒരു ധാർമ്മിക ഇതാവുമല്ല, നമ്മൾ എങ്ങനെയത് ശ്രമിച്ച് ഒരു നല്ല പുണ്യമുള്ള ഒരാളാവുമല്ല. ശരിക്കും നമ്മൾ സ്നേഹമായിക്കൊണ്ടിരിക്കുക ഇത് ചെയ്യുമ്പോഴേ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാ 1 കൊരിന്ത്യസിൻ്റെ തിരിച്ചിട്ടൊന്ന് വായിച്ചാൽ നല്ലപോലെ പിടികിട്ടും. മൊത്തം അത് ചെയ്യുമ്പോൾ ചിലത് ചെയ്യാതിരിക്കുമ്പോൾ ചിലത് ചെയ്യുമ്പോൾ നമ്മൾ സ്നേഹമായിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര നമുക്ക് ആന്തരിക ബലം അന്നേരേ വരത്തുള്ളേ. ആ ബലം കൊണ്ടേ കാര്യമുള്ളൂ. അതാ നമുക്ക് ധ്യാനിച്ച് ബാക്കിയൊന്നും അത് നമ്മൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആവുകയാണ് നമ്മുടെ ഉള്ളിൽ. പിന്നെ നമുക്ക് ഒരു വെറുക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ ഇല്ലാതെ അങ്ങ് ആക്കിയിടണം. അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ളത് നമുക്ക് കയറാതെ നമ്മുടെ ഉള്ളിനെ മുഴുവൻ അങ്ങ് ഇട്ടിട്ട് നമ്മൾ ഒരു പുഞ്ചിരിയോടെ സ്നേഹത്തിൻ്റെ മനുഷ്യനായിട്ട് അങ്ങോട്ട് കടന്നു പോവുക. വിശുദ്ധരെല്ലാം നമുക്ക് കാണിച്ചു തന്നതാ. ഏറ്റവും ഈശോ പറഞ്ഞ് ഏറ്റവും ലൈറ്റായിട്ടുള്ളതും ചുമക്കാൻ എളുപ്പമുള്ളതുമായ ഈശോയുടെ ഭാരം അതാ. ഭാരമില്ല പറഞ്ഞാൽ. അല്ല നമ്മൾ ഇവരെല്ലാം ചുമക്ക് വന്നത്. നമ്മൾ നല്ലപോലെ ആലോചിച്ച് നമുക്കറിയാം, ഒരാളെ അല്ലെ കുറച്ച് പേരെ വെറുക്കാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ അവരെ മാത്രമല്ല നരകത്തെ ചുമന്നുകൊണ്ട് അത്രയും വെയിറ്റാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അത്രയും ഇവരെല്ലാം കൂടെ കയറി ഭയങ്കര ഇതായിട്ട് ആക്രമണം നടത്തുമല്ലേ, മിസൈൽ ആക്രമണം. ദൈവം തന്നോളൂ സ്നേഹത്തിന് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ഊർജ്ജം കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ ഈ ഭൂമിയായിട്ട് റെഫർ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ വരുന്നതേ. നമുക്കത് നമുക്ക് ഇപ്പം ദാവീദിന്റെ കിടക്കയിൽ കിടന്ന് ദാവീദ് ഇതുപോലെ തന്നെ ഓരോ മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാലേ ദാവീദ് കിടക്ക നനച്ച ആ കണ്ണീർ തുള്ളികളുണ്ടല്ലോ,
അതെല്ലാം പിന്നെ ദൈവം പറയുന്നത് അതെല്ലാം കുപ്പി ശേഖരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ നിർമ്മലമായ സ്നേഹത്തിന് വേണ്ടി എന്ത് ഊർജ്ജം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ ഇതിലുണ്ട്. നമ്മൾ പറയുന്ന പോലെ നമ്മുടെ മുടി എണ്ണിയിരിക്കുന്ന പോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം എണ്ണിയിട്ടുണ്ടേ. അത് ഭൂമിയിൽ നമുക്ക് ഈ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാൻ അല്ല ഞാൻ വന്നതെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ആർക്കും ഈ ഭൂമിയിൽ കുറെ സ്ട്രഗിളുകളിലൂടെ ഇങ്ങനെ കടന്നു പോകാന്നുള്ളത് നമ്മുടെ ആത്മാവിനെ വിശദീകരിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കുകയല്ല നമുക്ക് വരുന്ന സഹനം. അത് നമ്മൾ സ്നേഹത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മളത് പിന്നെ എല്ലാം കൂടെ കഴിഞ്ഞ് പിന്നെ പുറകോട്ട് നോക്കി കഴിയുമ്പോഴത്തേനും അയ്യോ ഇങ്ങനെയായിരുന്നല്ലോ എന്ന് നമുക്ക് പിന്നെ പിടി കിട്ടും. ഇപ്പം ജോസഫിനെ തന്നെ എടുത്തു. ജോസഫിനെ കിട്ടില്ല നിങ്ങൾക്ക്? ഈ ജോസഫിനെ അല്ല, പൂർവ്വപിതാവായ ജോസഫ് സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് പോയതല്ലേ. പക്ഷെ ജോസഫ് ഇതിനു മുമ്പേ ജോസഫിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. സഹോദരങ്ങളെല്ലാം വന്ന് ജോസഫിന്റെ മുമ്പിൽ വണങ്ങും. അപ്പനും അമ്മയും ചന്ദ്രനും സൂര്യനും വന്ന് വണങ്ങുന്ന വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം ദൈവം ആദ്യം കൊടുത്തു. ഈ സ്വപ്നം പറഞ്ഞപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. ഈ സ്വപ്നമായിട്ട് അപ്പം വിട്ടതനുസരിച്ച് സഹോദരങ്ങളുടെ അടുത്തോട്ട് ജോസഫ് പോയി. സഹോദരങ്ങളിൽ നിന്ന് ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ടിയെന്ന് ജോസഫിനുണ്ടായത് ആദ്യം അവർ കൊല്ലാൻ തീരുമാനിച്ചു. രണ്ടാമത് വേറൊരാൾ ഇടപെട്ടിട്ട് എന്നാ കൊല്ലണ്ട, നമുക്ക് പൊട്ടക്കിണറ്റിലിടാം എന്ന് തീരുമാനിച്ചു. അതും കൊല്ലുന്നതിന് തുല്യം. അന്നേരം അവരടിച്ചു കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ, കൊല്ലുന്നതിന് തുല്യമാണല്ലോ പൊട്ടക്കിണറ്റിടുന്നത്. അന്നേരം ഈ കച്ചവടക്കാർ വരുന്ന അനുസരിച്ച് അവർക്ക് വിറ്റു. പിന്നെ ജോസഫ് പോകുന്നതുകൊണ്ട് ജോസഫിന്റെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടായിരുന്നു. ജോസഫിനെ പിന്നെ അവിടെ വിറ്റു. പൊന്തിപ്പറിന്റെ വീട്ടിൽ അവർ മേടിച്ചു. അവിടെ ചെന്ന് ഏറ്റവും നല്ല ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അന്നേരമാണ് ജോസഫിന് അവിടുത്തെ ആ സ്ത്രീയിൽ നിന്ന് ഒരനുഭവം ഉണ്ടാകുന്നു. ആ അനുഭവവും ആ അനുഭവം വഴി ജോസഫ് ജയിലിലായി അവിടെ കിടന്ന് അവിടുത്തെ രാജാവിന്റെ ഇവരുടെ സ്വപ്നം വ്യാഖ്യാനിച്ച്, എന്നിട്ടും അവരും മറന്നുപോയി ഇതെല്ലാം കൂടെ. ഒരാൾ മരിച്ചു, ഒരാള് പിന്നെ രാജാവിന്റെ പാനപാത്രക്കാരൻ അവിടെ പിന്നെ ചെല്ലുവല്ലേ, പുള്ളി മറന്നുപോയി. പക്ഷെ പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പം രാജാവിന്റെ സ്വപ്നം ഉണ്ടായപ്പോൾ അത് വ്യാഖ്യാനിക്കാനായിട്ട് ഇങ്ങനെ അന്നേരമാണ് ജോസഫിന്റെ കാര്യം പുള്ളി ഓർക്കുന്നതും ജോസഫിനെ ആള് വിട്ട് വിളിക്കുന്നതും സ്വപ്നം വ്യാഖ്യാനിക്കുന്നതും. എന്നിട്ട് ജോസഫിനെ അന്നേരെ മുടിയൊക്കെ ഇങ്ങനെ ഇത് ചെയ്ത് ആകെ ഇരിക്കുന്ന ഒരു ജോസഫല്ലേ, അന്നേരെ കൊണ്ടുവന്ന് മിടുക്കനായിട്ട് നിമിഷം ഇങ്ങനെ ഇത്രയും കഷ്ടപ്പാടുകൾ ഇങ്ങനെ കടന്നുപോയി നിമിഷം കൊണ്ട് ജോസഫിനെ ഈജിപ്തിന്റെ മുഴുവൻ അധിപനായിട്ട് ഫറവോ നിയമിക്കുക. ഫറവോയുടെ പോലും പിതാവായിട്ട് നിയമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു സ്വപ്നം ദൈവം തരുന്നുണ്ട്. പിന്നെ നോക്കിക്കേ, ജോസഫിന് ആ സ്വപ്നം കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്നതെല്ലാം നെഗറ്റീവ് അല്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റിയല്ലാത്ത എന്തു സങ്കടം ജോസഫ് സഹിച്ചു കാണും. ജോസഫിന്റെ കൂടെ എപ്പോഴും ഒരു കുഞ്ഞ് നിഷ്കളങ്കനായിട്ട് ജീവിച്ച, നിയമം നൽകുന്നതിന് മുമ്പാന്ന് ഓർക്കണം. ജോസഫിന്റെ ഈ 10 പ്രമാണങ്ങൾ പിന്നെയാ തരുന്നു. അതിനു മുമ്പ് ഈ അശുദ്ധിയെക്കുറിച്ച് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേ പ്രമാണങ്ങൾ കൊടുക്കുന്നതിന് മുമ്പേ വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധമുള്ള മനുഷ്യനാണെന്ന് ഓർക്കണം. ആ മനുഷ്യനാണ് ഇങ്ങനെ എല്ലാം വന്നത്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിക്കുക, ഇത് നമ്മൾ നോക്കുമ്പോൾ സങ്കടങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ഇതൊക്കെ ആയിരുന്നെങ്കിലും ഇത് നമ്മൾ താഴോട്ടുള്ളൊരു ഇതുപോലെ കോമണി പോലെ തോന്നുമെങ്കിലും ഇത് ശരിക്കും ഈജിപ്തിന്റെ അധിപനാക്കാനുള്ള ദൈവത്തിന്റെ ജോസഫിന് ആദ്യം കൊടുത്ത സ്വപ്നത്തിന്റെ സ്റ്റെപ്പുകളല്ലായിരുന്നു. അവസാനം അങ്ങനെയാക്കി ജോസഫിനെ. അത് മനോഹരം. അല്ലെങ്കിൽ ജോസഫിനോട് ഒരു സ്വപ്നം കൊടുത്ത് ജോസഫിനെ അത്ഭുതകരമായിട്ട് എവിടെയെങ്കിലും പിടിച്ചിരുത്തി ആദരിക്കുന്ന ഇതില്ലല്ലോ. ജോസഫ് കടന്നു പോയത്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിലെല്ലാം വചനപ്രഘോഷകർ, ജോസഫിനെ എടുക്കാത്ത വചനപ്രഘോഷകരില്ല. എന്നാ സ്റ്റെപ്പാ കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ദൈവം ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ സഹിച്ചു പോയിട്ടുണ്ട്. ഒരു കുഞ്ഞു കാര്യം പോലും, അതായത് പറഞ്ഞൊരു ഒരാൾക്ക് ശിഷ്യൻ എന്നുള്ള നിലയിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിനും കൂടെ ദൈവത്തിന്റെ ലിസ്റ്റിൽ ഇതെല്ലാം ഉണ്ട്. നമ്മുടെ കണ്ണീരുണ്ട്, നമ്മുടെ നെടുവീർപ്പുണ്ട്. അത് ദൈവത്തിന് അറിയാം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു നെടുവീർപ്പ് പോകുമ്പം നമ്മുടെ നെടുവീർപ്പാണെന്ന് ദൈവത്തിന് അറിയാം. നമ്മുടെ മുടിയിൽ നിന്നൊരു മുടി പൊഴിയുമ്പോൾ, ഞാനൊരു പ്രാവശ്യം വാവിട്ട് കാറിപ്പോയതാണേ. നമ്മുടെ പല്ല് പോലും ഞാൻ ഇതുവരെ എണ്ണിയിട്ടില്ല, പല്ലേ. പക്ഷെ ദൈവം നമ്മുടെ മുടിയും കൂടെ എണ്ണിയിരിക്കുക. പക്ഷെ മലയാളത്തിലാണ് എണ്ണിയിരിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് കൗണ്ടഡ് എന്നല്ല എഴുതിയിരിക്കുന്നത്, നമ്പർഡ് എന്ന് എഴുതിയിരിക്കുന്നത്. നമ്പർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മുടിക്ക് നമ്പർ ഇട്ടിരിക്കുക. ശരി, ഒരു മുടി പൊഴിയുമ്പം ഒരു മുടി ലക്ഷത്തിൽ ഒരു മുടി പൊഴിഞ്ഞെന്നല്ല ദൈവത്തിന് മനസ്സിലാകുന്നത്. 1,013 മുടി അങ്ങനെ ദൈവത്തിന് മനസ്സിലാവുക. അത്രയും ദൈവം നമ്മളെ കരുതുന്നുണ്ട് ഓരോ കാര്യത്തിലെ. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തിനും ഒരെണ്ണം ഉണ്ടല്ലോ. നമ്മളിങ്ങനെ ഓരോന്നും നമ്മൾ സഹിച്ചും കണ്ണീരോടും ഒക്കെയുള്ള നമ്മുടെ അങ്ങോട്ടുള്ള ഒരു യാത്രയുണ്ട്. പിന്നെ ഇങ്ങോട്ട് കറ്റ ചുമന്നുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനമില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സങ്കടങ്ങളെല്ലാം ദൈവം ഇട്ടിട്ടുണ്ടെന്നേ. ഈശോയെയും സങ്കടങ്ങളുടെ മഹാപ്രഭു എന്ന് വിളിക്കുന്നുണ്ട് ഈശോയെയും. അപ്പൊ ഈശോയും ഈശോയുടെ ഭാഗത്തൊക്കെ ഒന്ന് നിന്ന് നോക്കിയാലേ ഈശോയൊക്കെ സഹിച്ച വേദനകള്, മാതാവ് സഹിച്ച വേദനകള്, വിശുദ്ധര് സഹിച്ച വേദനകളൊന്ന് ഓർത്ത് നോക്കിക്കുക. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ
നമ്മളെ പഴയ രക്തസാക്ഷികളെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ ചുമ്മാ എനിക്ക് തലവേനയായിട്ട് വീട്ടിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അതായത് ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ഇന്ന് വന്ന വഴിക്ക് ഞാനിങ്ങനെ ഇത് ചിന്തിക്കുമായിരുന്നു. പഴയ നമുക്ക് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തിയ ഒത്തിരി രക്തസാക്ഷികളുണ്ട്. പിന്നെ ഇവരെയൊക്കെ ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് പോലെ ഇങ്ങനെ കത്തിച്ച് നിർത്തുമായിരുന്നു. കത്തിച്ച് നിർത്തി എന്ന് പറഞ്ഞാൽ നമുക്കത് എനിക്ക് ഭാഷ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. ആ ഭാഷയും പറയാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ശരീരത്തിനുണ്ടെങ്കിൽ നമുക്ക് എന്നാ ബുദ്ധിമുട്ടാണ്. നമുക്കിങ്ങനെ നമ്മുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കമ്പ് കുത്തി കയറ്റിയിട്ട് അതേ തുണി ചുറ്റി ഒന്ന് നിർത്തുന്നൊന്ന് ഓർത്ത് നോക്കി. ഒരു ദിവസം പെട്ടെന്ന് മരിക്കത്തില്ല. നമ്മുടെ ഇങ്ങനെ നമ്മൾ കോഴിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നമ്മുടെ ഉള്ളിനകത്തൂടെ കമ്പ് കയറ്റിയിട്ട് അതേ തുണി ചുറ്റിയിട്ടൊക്കെ ജീവനോടെയാന്ന് ഓർക്കണം, കൊന്നിട്ടല്ല. ഒന്ന് കുത്തിച്ച് എന്തേലും അവരൊക്കെ അങ്ങനെ ഞാൻ ഓർത്തിട്ട് പോലും എനിക്ക് പേടിയായിപ്പോയി. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു മുള്ളു കൊണ്ടാലേ അല്ല ഒരു വയറ്റിൽ ഒരു കുഞ്ഞു വേദന വന്ന എന്നെ വേദനയായിരിക്കും. ഇവരുടെ ഉള്ളിൽ കൂടെ ഇത് കയറ്റി വിടുന്നതെന്ന് ഓർക്കണം. ഈ കമ്പ് കയറ്റി വിട്ടിട്ട് അവർ മുകളിൽ വന്നിട്ട് ആ കമ്പയിൽ ഇങ്ങനെ ചുറ്റി നിന്ന് അവരെ ഇത് കണ്ടേച്ചാണ് പിന്നെ ഈശോ ഏറ്റു പറഞ്ഞിങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ നിന്നേന്ന് ഓർക്കണം. അങ്ങനെ 10 പറവോടെ കാലത്തോ അല്ല സീസറന്മാരുടെ കാലത്ത് 1 കോടി മിച്ചം ആൾക്കാർ അങ്ങനെ ഉണ്ടായെന്ന് പറയുന്നത്. പല രീതിയിലുള്ള വീരമരണം പ്രാപിച്ച രക്തസാക്ഷികളെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും അങ്ങനെ അല്ല. ഞാൻ പറഞ്ഞ നമുക്കിതിനെല്ലാം ഈശോ തന്നോളും കേട്ടോ. ഈശോ അങ്ങനെ ഓരോന്നും തന്നു. ജോസഫിനെ തന്നു, അങ്ങനെ ഓരോന്നും. പിന്നെ ഇങ്ങനെ ജീവിതത്തിന് നമുക്കൊന്നും ഒരു അധ്വാനവും ഒരു കഷ്ടപ്പാടും ഇല്ലാതെ അവസാനം പറഞ്ഞാൽ നമ്മളിതെല്ലാം കൊണ്ട് നമുക്ക് ഉള്ളില് ഒരു സ്നേഹത്തിന്റെ ഒരു സത്ത നമ്മളിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ബലവേ അല്ല, നമുക്ക് ബലമില്ലാത്ത മനുഷ്യരല്ലേ. ഇപ്പം കൊച്ചിലൂടെ അല്ല നിങ്ങളിലോ ആരിലൂടെയും ഒരു വലിയ വേദന അല്ല ഒരു ഞെരുക്കം കടത്തി വിട്ടപ്പോൾ ഇത് നമ്മളിലൂടെ പോകാൻ പറ്റും. അല്ല ഒരു പാലത്തെ കൂടെ ഒരു വലിയ ലോറി കയറ്റി വിടണേ ആ പാലത്തിന് വെയിറ്റ് വേണ്ടേ, അല്ലാത്ത ഒരു ലോറിയെ കയറ്റി വിടത്തില്ലല്ലോ. അപ്പൊ ഇത്രയും വലിയൊരു വേദനകളിലൂടെ കടത്തിവിടാൻ നമുക്ക് ഒരു ബലം ഉണ്ടെന്നുള്ളതിന്റെ ദൈവത്തിന്റെ ഒരു വിശ്വാസം കൂടെ നമ്മളിലൂടെ കടത്തിവിട്ടതേ. ദൈവം നമ്മളെ എത്ര വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അതെ അത് നല്ലതാ അത് പറയുന്നത്. എന്നാ അതുകൊണ്ടല്ലേ ഞാനിത് പറയും. അതിനൊക്കെ അങ്ങനെ ഈ സാധനങ്ങൾ ഉണ്ടാവുമ്പം ഇതൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പം നമുക്ക് പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഈ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ശപിച്ച് മുമ്പോട്ട് പോകുന്നവരുടെ ഒരു സ്ഥിതി. പക്ഷെ നമ്മൾ എന്തേലും ഇത് ചെയ്താലും ഇല്ലേ ഈ സഹനങ്ങള് എനിക്ക് ഒരുമാതിരി എനിക്കൊന്നും നല്ലപോലെ സഹനത്തെ കുറിച്ച് ജ്ഞാനമുണ്ട്. പക്ഷെ നമുക്ക് സഹനം വെക്കുന്നത് നമ്മുടെ ഒരു ജ്ഞാനത്തിനും ചെല്ലാത്തൊരിടത്തെ വെക്കത്തുള്ളൂ. നമുക്ക് പിടി കിട്ടാത്തടത്തെ നമ്മുടെ സഹനം വെക്കത്തുള്ളൂ. അങ്ങനെയുണ്ട്. നമുക്ക് എന്തേലും ഞാനീ പറയുന്ന പോലെ ഇതെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു പിടിയും കിട്ടാത്തടത്ത് ഒരു കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വെക്കുന്ന പോലെ നമ്മളൊരു സഹനത്തിൽ വെക്കും. ആ സഹനത്തെയാണ് നമ്മൾ അത് സ്വീകരിക്കേണ്ടത്. അത് നമ്മൾ നോക്കി എനിക്ക് എൻ്റെ അനുഭവം എന്ന് ഞാൻ പറയുന്ന ആ സഹനത്തെ നമ്മൾ സ്വീകരിച്ചിട്ട് ആദ്യമൊന്നും പറ്റത്തില്ലായിരിക്കും. പിന്നെ പതുക്കെ സ്വീകരിച്ചിട്ട് ഈശോയെ ഒരു പുഞ്ചിരിയോടുകൂടി ഇത് സഹിക്കണം. ഇത് അങ്ങനെ സഹിച്ചു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ എങ്ങനെയാണേലും ഭൂമിയിൽ സഹനത്തിന്റെ ഒരു തലമുണ്ട്. അത് മാറിയിട്ട് ആർക്കുവേ അത് എത്ര പുണ്യമായിട്ട് ജീവിച്ചാലും കൊച്ചുദിവസമൊക്കെ നമ്മൾ ജീവിതത്തിൽ നോക്കുമ്പോൾ ഒരു കുഞ്ഞുപാവം പോലും ചെയ്തതായിട്ട് തോന്നുന്നില്ലേ. പക്ഷെ അവസാനം ഇങ്ങനെ ഭയങ്കര അന്ന് ചികിത്സയില്ലല്ലോ, ക്ഷയമൊക്കെ പിടിച്ചിട്ട് അവസാനം ഈ കരള് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സെന്റൻസുകൾ ഇത് എഴുതിയതേ, കൊച്ചുദിവസം എഴുതിയത്. അപ്പോൾ കയ്യിൽ നിന്ന് പേന പോവുക. അപ്പോൾ നമ്മൾ കൊച്ചുദിവസയുടെ ആത്മകഥ എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇത് നല്ല ശാന്തമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഒരു രോഗമില്ലാതെ ഇരുന്ന് എഴുതിയായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഇത് അവസാനം കയ്യിൽ നിന്ന് പേന പോയി ഇങ്ങനെ ഇതുപോലെ ഇരിക്കുമ്പോഴും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിട്ട് പിന്നെ അവസാന ഭാഗമൊക്കെ ആകുമ്പോഴത്തേനും ഈ മഹാവേദനയാന്ന് ഓർക്കണേ. അന്നേരം എഴുതിയിരിക്കുന്നത് ഈ ലക്ഷണം കണ്ടിട്ട് ഈശോയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാണ് സ്നേഹം കൂടുതൽ കൊടുക്കുന്നതിനെ. അങ്ങനെ അന്നേരം എന്നിട്ട് ഇന്നിപ്പോൾ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയെ ഇങ്ങനെ വന്നപ്പം പറഞ്ഞുകൊണ്ട് വരുമായിരുന്നേ ഒരു കൊച്ചുദിവസയുടെ വായിച്ച് ഞാനത് ആദ്യം കേൾക്കുന്നത്. കൊച്ചുദിവസം ഇങ്ങനെ ഈശോ പോലും നമ്മുടെ വേദന അറിയരുതെന്ന് കൊച്ചുദിവസയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു. ഈശോ പോലും നമുക്ക് വേദന ഉള്ളപ്പോൾ നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ വിഷമം ഉണ്ടാകുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈശോ പോലും നമുക്കുണ്ടാകുന്ന ഈ വേദന ഞെരുക്കും അറിയരുത്, ഈശോയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നേ. അങ്ങനെ അതൊരു ഇതാ ഒരു സ്നേഹത്തിന്റെ അപ്പൊ നമുക്ക് ഭയങ്കര വേദന ഇതൊക്കെ വരുന്ന നമുക്ക് സങ്കടവും കണ്ണീരും ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈശോയെ ആശ്വസിപ്പിക്കാൻ സാരമില്ല, ഈശോ ഞാൻ സഹിച്ചോളാം അങ്ങനെ. കാരണം ഈശോയെ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഈ മനുഷ്യന്റെ ഫ്രീഡം കൊടുത്ത് ഇങ്ങനത്തെ സഹനത്തിന്റെ ഒരു ശുദ്ധീകരണം വെച്ചിട്ടുണ്ട്. അത് നമുക്കത്
അങ്ങനെയാ അത് ദൈവം ശുദ്ധീകരിക്കുന്നത്. സ്വർണത്തിൽ നിന്നേ ഇത് മനസ്സിലാക്കണമെന്ന് നിർബന്ധമുണ്ട്. ഏതാ അതായത് നമുക്ക് ഒരു സാധനം കുറച്ച് സാധനമൊക്കെ എത്തിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ശുദ്ധീകരണം കാര്യങ്ങൾ സംഭവിക്കും. ആ. പക്ഷെ എല്ലാ മനുഷ്യരിലും അത് സംഭവിക്കണം നിർബന്ധമുണ്ട്. അത് രണ്ട് സഹനങ്ങളുണ്ട്. നമ്മുടെ പാപവും നമ്മുടെ ദുഷ്പ്രവൃത്തികളും വീതം ഉണ്ടാകുന്ന സഹനമുണ്ട്. ആ സഹനത്തെ എങ്ങനെ സ്നേഹത്തെ റിലേറ്റ് ചെയ്യാൻ പറ്റും? അത് നമുക്കിപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളൊരു എന്നേലും വണ്ടി പോകുന്ന വഴിക്ക് എന്നേലും ഒരു പെറ്റി കേസിന് ഇതടിച്ചു, നമുക്ക് ഇതടിക്കുകയാണ്. അത് നമ്മൾ അടയ്ക്കണമല്ല. നമ്മൾ ചെയ്ത തെറ്റിനുള്ള പെനാൽറ്റി എന്നല്ലേ അതിന് പറയുന്നത്. പെനാൽറ്റി അടയ്ക്കണം. അതിനെ നമ്മൾ സംഭാവന എന്ന് വിളിക്കുകയല്ലോ. അതിനെ നമ്മൾ സംഭാവന എന്ന് വിളിക്കത്തില്ല, അത് പെനാൽറ്റിയാണ്. സംഭാവന എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള നമ്മൾ എന്നേലും ഗവൺമെന്റ് ഇപ്പം കൊറോണ വന്നു, അതിന് കൊടുക്കുന്നതിനെയല്ല സംഭാവന എന്ന് പറയുന്നത്. ഇപ്പൊ മാസ്ക് വെക്കാത്തതിനെ നമുക്ക് ഇതടിച്ചാൽ അത് പറ്റിയ, പക്ഷെ നമ്മൾ അങ്ങോട്ട് മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് കൊടുത്താൽ അത് അത് ചിലപ്പം 1 രൂപ കൊടുത്താൽ മതി. ചില പിള്ളേരൊക്കെ 1 രൂപയും അല്ല 100 രൂപയും ഒക്കെ കൊടുത്ത് അവരെ ഇതായല്ലോ. അപ്പോൾ അത് സംഭാവനയാണ്. മറ്റേ ചിലപ്പം 10,000 ഒക്കെ ആയിരിക്കും പെറ്റി, അത് പെറ്റിയായിട്ടും പോകും. അങ്ങനെയുണ്ട് സഹനത്തിന്. അങ്ങനെ ഒരു പാപത്തിന്റെ ഒരു ശിക്ഷ എന്നുള്ള രീതിയിലുള്ള സഹനങ്ങളുണ്ട്. അല്ലാത്ത നല്ല സഹനങ്ങളും ഉണ്ട്, രക്ഷാകര സഹനങ്ങൾ. അപ്പൊ അത് ഈശോ വന്ന് ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത്, ഈശോ വന്ന് സഹനം വഴി നമ്മളെ രക്ഷിച്ചെന്ന് മാത്രമല്ല, സഹനത്തെയും കൂടെ രക്ഷിച്ചെന്ന. അതൊരു ഭയങ്കര സഹനത്തെയും കൂടെ ഈശോ രക്ഷിച്ചെന്ന്, അതിനെ രക്ഷാകരമാക്കി. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കാത്ത മൂല്യങ്ങൾ ഈ സഹനം വഴി ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് നമുക്കിപ്പം പിടികിട്ടാഞ്ഞിട്ടാ. ഇപ്പം നമ്മൾ ഏതൊരു വണ്ടി, നമ്മൾ AC കാറിലാണ് വരുന്നെന്ന് കൂട്ടിക്കോ. AC കാറിലാണ് നമ്മൾ വരുന്നത്. നമ്മൾ നല്ല മിടുക്കരായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അതിനകത്തൊരു തീയും ഒരു ഇതും കത്തുന്നതുകൊണ്ടല്ലേ. അല്ല നമ്മൾ ഇത്ര ആശ്വാസത്തിൽ വരുമോ? ഇപ്പൊ ഏതൊരു പ്രവർത്തനത്തിന്റെ ഉള്ളിൽ ഒരു സഹനം ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ എന്നാ നന്മ പുറപ്പെടുവിക്കുന്നതെന്ന് നമ്മൾ അറിയത്തില്ലാത്ത കുറെ പേരുടെ വേദനകളുടെ റിസൾട്ടാണ്. അതൊരു സെമിനാരിക്കാരന് ബോബീച്ചൻ പറയുന്ന ഒരു അപ്പനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞെന്നേ, എന്റെ തണൽ എത്ര വെയിൽ കൊണ്ടതാന്നേ. അപ്പന്മാര് അങ്ങനെയാണല്ലോ, ആരെയാലും നമ്മളെ ഇത് ചെയ്യുന്നവരാണല്ലോ തണലേ. ഇപ്പൊ ഈ മാവാണേലും നമ്മൾ ഇതിന്റെ ചൂട്ടിൽ ഇരിക്കുമ്പോൾ വെയിലുള്ളപ്പോഴാണേലും നമ്മൾ നല്ല മിടുക്കരായിട്ടിരിക്കുകയല്ലേ, പക്ഷെ ഈ മാവ് വെയിൽ കൊള്ളുമല്ലേ. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ആരൊക്കെയാലും കുറേയിടത്ത് നമ്മൾ ഒരു ആശ്വാസത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എന്തോ ഒരു ഊർജത്തിന്റെ നിയമം എന്ന് പറഞ്ഞതുപോലെ ഒരു സഹനത്തിന്റെ ഒരെണ്ണം കൂടെ ഉണ്ട് എല്ലായിടത്തും. അത് ദൈവം രക്ഷാകരമായിട്ട് വെച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ ഒരു ലാംഗ്വേജ്. അത് അല്ലാത്തപ്പോൾ ആർക്കാ പറ്റിയല്ലാത്തത്? പിന്നെ സ്നേഹത്തിന്റെ ഇപ്പൊ മണിയറയിലെ സ്നേഹത്തെ ആർക്കും പറ്റുമല്ലോ. എല്ലാം ഇത് ഉള്ളപ്പോഴേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ സ്നേഹിക്കാനുള്ള ഒരു സാധ്യതയില്ലാതെ എല്ലാം ദുർബലമായി കഴിയുമ്പോൾ നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്നേരം സ്നേഹം. അല്ലാതെ നമുക്ക് ജീവിതത്തിന്റെ ശരീരത്തിന്റെ എല്ലാ പച്ചപ്പും ഉള്ളപ്പം ഏത് പൊട്ടനെ സ്നേഹിക്കും? പക്ഷേ അല്ലാത്തപ്പം നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ സ്നേഹിക്കാൻ പറ്റുക നമ്മൾ പറയത്തില്ലേ, അത് സ്നേഹം നൽകപ്പെടുന്നതാണോ അതോ നമ്മൾ സ്വന്തം ബോധത്തോടെ നമ്മുടെ ഒരു എഫേർട്ട് വെച്ചിട്ട് ചെയ്യുന്നതാണോ? സ്നേഹം കൊടുക്കുന്നതോ? സ്നേഹം നമ്മൾ ആദ്യ സ്നേഹം പരിശീലിക്കുന്ന ഒരു തലത്തിലൊക്കെ ഇന്നത്തെ വായനയ്ക്കകത്തുണ്ട്. സ്നേഹം പരിശീലിക്കുക എന്നുള്ളത് ഇന്നത്തെ പള്ളിയിലെ കുർബാനയുടെ വായനയ്ക്കകത്തുണ്ട്, സ്നേഹം പരിശീലിക്കുക എന്നുള്ളത്. അപ്പൊ അത് ആദ്യം പരിശീലിക്കുകയും കൂടെ ചെയ്യണം. അത് നമ്മൾ ഇപ്പം ഡ്രൈവിങ് പഠിക്കുമ്പോൾ നമുക്ക് ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ഒരു ശ്രദ്ധയും. അത് കഴിയുമ്പോൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളിതെല്ലാം മറക്കുകയല്ലേ. നമ്മൾ കാലി ചവിട്ടുന്നത് ഇതൊന്നും ഓർക്കത്തില്ല, എനിക്കറിയത്തില്ല. അപ്പൊ ഇന്ന് പറഞ്ഞതുപോലെ ആദ്യം ഒന്ന് പരിശീലിച്ചാൽ പിന്നെ നമുക്ക് ഇത് കൊടുക്കണം, ശ്രദ്ധ വേണമല്ലോ. പക്ഷെ പിന്നെ നമുക്ക് നല്ലപോലെ അങ്ങ് പോകാം. അപ്പൊ സ്നേഹത്തിന്റെ ഇത് കണ്ടിട്ട് നമ്മൾ സ്നേഹിച്ചേ ജീവിക്കൂ എന്നുള്ളൊരു വലിയ ജീവിത ഇതിലേക്ക് നമ്മൾ വരണേ. കാരണം അത് നമ്മുടെ വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആരെങ്കിലും ലംഘിച്ചാൽ നമുക്ക് അരിശമല്ലേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലാണേലും നമ്മൾ പറയുന്ന സാധാ സ്വാതന്ത്ര്യത്തെ നമ്മൾ ആരെങ്കിലും നമ്മളെ അതിനെ നിയന്ത്രിക്കുന്നെങ്കിൽ ഏറ്റവും അരിശം മനുഷ്യന്. കാരണം മനുഷ്യന്റെ വ്യക്തിത്വത്തെ തന്നെ ഇത് ചെയ്യുന്നത് സ്വാതന്ത്ര്യമാണല്ലോ. ആ സ്വാതന്ത്ര്യത്തെ ആരെയും ലംഘിക്കുന്നത് കണ്ടാൽ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ. ഭയങ്കര സങ്കടം, അരിശം, ക്രോധം എന്ത് വേണേലും ചെയ്യും, മരിക്കുക പോലും ചെയ്യും. അത്രയും ഒരിതാ. അപ്പം പക്ഷേ നമ്മൾ പറയുന്ന ഒരു സ്വാതന്ത്ര്യം, അത് നമ്മുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സത്ത സ്നേഹമാണ്. സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്നവരുടെ സത്ത എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പൊ നമ്മുടെ അത് എന്നെ ഭയങ്കരമായിട്ട് പഠിപ്പിച്ചൊരു കാര്യമാണ്. നമ്മളെ പുറത്തുള്ള ഒരാളാണ് നമ്മുടെ സ്നേഹത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ, അല്ല ഒരു സാഹചര്യമാണ് സ്നേഹിക്കുന്നതെങ്കിൽ, നമ്മളല്ല നമ്മുടെ സ്നേഹത്തിന്റെ ഈ സ്റ്റീറിംഗ് പിടിച്ചിരിക്കുന്നത്, അല്ലെ ഡ്രൈവ് ചെയ്യുന്നത്.
വേറെ പുറത്തുള്ളതല്ലേ. അത് നമുക്ക് ഏറ്റവും നാണം കെട്ട ഒരു അവസ്ഥയല്ലേ അത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്നേഹത്തെ നിയന്ത്രിക്കാൻ പുറത്തുള്ള ഒരാളെ നമ്മൾ സമ്മതിക്കരുത്. അങ്ങനെ അതുകൊണ്ട് ഈശോ ഞാനിങ്ങനെ ചിന്തിച്ചൊരു ഇതെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തെ ദൈവം സൂര്യനെ അങ്ങ് അകലത്തിലെ പ്രകാശ ദൂരം അകലത്തിൽ സൂര്യനെ സ്ഥാപിച്ചതുപോലെ അതുപോലെ തന്നെ ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത പവറിലുമാണല്ലോ അതിനെ അങ്ങ് വെച്ചിരിക്കുന്നത്. അതുപോലെ അകലത്തിലുമാണ് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത പവറിലുമാണ് ഈ സൂര്യനെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആർക്കും നമ്മൾ ഒരുത്തനും വന്ന് നമ്മുടെ സ്നേഹത്തെ, അതുപോലെ ഒരു അകലവേ, നമ്മുടെ സ്നേഹത്തെ നിയന്ത്രിക്കാൻ ഒരുത്തനെ സമ്മതിക്കരുത്, ഒരു സാഹചര്യത്തെ സമ്മതിക്കരുത്. ആ സൂര്യനെ ദൈവം വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ സ്നേഹത്തെ വെക്കണം, എന്നാലേ നടക്കത്തുള്ളൂ. അതിനെ അല്ലെങ്കിൽ നമുക്ക് നാണക്കേടാണ്. കാരണം നമ്മുടെ സ്നേഹത്തെ വേറെയുള്ളവർ നിയന്ത്രിക്കുകയല്ലേ. നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ സത്തയെ വേറൊരാളെ നിയന്ത്രിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അങ്ങനെ അല്ലേ? അതങ്ങനെ എടുത്താൽ നമ്മൾ വിജയിക്കും കേട്ടോ. അങ്ങനെ ആകെ ലോകത്തിൽ മനസ്സന്തരപ്പെടുത്താൻ പറ്റും നമ്മളെ മാത്രമേ ഉള്ളൂ. അത് സ്നേഹത്തിലേക്കുള്ള കൺവേർഷനെ നമുക്ക് പറ്റത്തുള്ളൂ. ബാക്കി അങ്ങനെ ബാക്കി ഒന്നും നോക്കിയിട്ട് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മളെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. സ്നേഹത്തിന്റെ ഒരു വലിയ ഇതാണെങ്കിൽ നമ്മൾ ഒരു പരിശീലനം, ഒരു ഡ്രൈവിങ്ങിന് പരിശീലനം കൊടുക്കുന്ന പോലെ ഒരു പരിശീലനം കഴിഞ്ഞാൽ പിന്നെ സ്നേഹിച്ചങ്ങ് പോകാം നമുക്ക്. അത് ഈ മദർസയും വിശുദ്ധരും ഒക്കെ കാണിച്ച് മദർസയുടെ ജീവിതത്തിലെ വായിച്ചിട്ടില്ലേ? മദർ ഇങ്ങനെ കൽക്കട്ടായില്ലേ ഇങ്ങനെ മദറിന് വേണ്ടി പോലും അല്ല, മറ്റേ അവിടെ ഇന്ന് പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ ഓരോ കടകളിൽ പോയി ഇങ്ങനെ പൈസ ചെലവിന് വേണ്ടിയുള്ള യാചിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു കടയിൽ ചെന്നപ്പോഴത്തേനും അവിടുത്തെ കടക്കാരന് കാർക്കിച്ച് ഈ മദറിന്റെ കയ്യിലോട്ട് തുപ്പുമായത് കേട്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാവരും കേട്ടൊരു സംഭവിച്ചതുവാ. അപ്പോൾ നമ്മളാണേലും ഒന്ന് ഓർത്ത് നോക്കി, നമുക്ക് വേണ്ടി പോലും അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി, വേറെയുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ മദർ ഒരു അനുഭവം ആയിരിക്കുമല്ലോ, ഇങ്ങനെ 1000 അനുഭവങ്ങളിലൂടെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടി മദർ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടിയപ്പം അതിനകത്തോട്ട് ബാക്കി ഒന്നും വല്ലതും പറഞ്ഞാൽ കുഴപ്പമില്ല, ഇത് കാർക്കിച്ച് തുപ്പാന്ന് പറഞ്ഞാൽ ഏറ്റവും നീച അവസ്ഥയല്ലേ. അപ്പോൾ മദർ അന്നേരം ഈ സ്നേഹത്തിന്റെ സത്ത മദറിലുള്ള അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം മദർ അന്നേരം ശാന്തമായിട്ട് പറഞ്ഞു, നമ്മളൊക്കെയാണ് മുഖമൊക്കെ കറുപ്പിച്ച് അവർ പ്രതികരിക്കാൻ പറ്റിയല്ലെങ്കിൽ ഉള്ളിലെ ശവിച്ചുകൊണ്ട് പോകും എന്നേലും പറ്റണമെന്നുള്ള രീതിയിൽ. പക്ഷെ മദർ പറഞ്ഞു എനിക്കുള്ളത് കിട്ടി, ഇനി പിള്ളേർക്കുള്ളത് തരാൻ പറഞ്ഞു. ആ ഒരൊറ്റ വാക്കാൽ ഈ മനുഷ്യൻ മാറുക ചെയ്യും. ഒരൊറ്റ വാക്ക്, ഒറ്റ പ്രതികരണം, ആ സ്നേഹത്തിന്റെ ഒറ്റ പ്രതികരണത്തിൽ പിന്നെ ആ മനുഷ്യനുള്ളിടത്തോളം കാലം ബേക്കറി അങ്ങനെ കടയായിരുന്നു. ഈ മദറിന്റെ ഹൗസിന് വേണ്ടി മനുഷ്യന് കഴിയാവുന്നിടത്തോളം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അതൊരു സത്തയുടെ മാറ്റമാണേ. ആ മാറ്റമാണ് സ്നേഹത്തിൽ നമുക്ക് അവിടെ നമ്മൾ ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഹീറോയിക് പേഴ്സണായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക അന്നേരം. അല്ലാതെ നമ്മളിവിടെ നമ്മളൊരു കുഞ്ഞ് ഇതല്ല അന്നേരം ചെയ്യപ്പെടുന്നു. സ്നേഹത്തിന്റെ വലിയ ദൈവത്തിന്റെ ഈശോയുടെ ഒപ്പമുള്ള പ്രവൃത്തിയിലേക്ക്, അങ്ങനെയുള്ള പ്രവൃത്തിയിലാണ് നമ്മളെ മത്തായി സുവിശേഷത്തില് മലയിലെ പ്രസംഗത്തില് ഈ സൂര്യനെ ഉദിപ്പിക്കുന്നതേ, ശിഷ്ടന്റെ മേലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിപ്പിക്കുകയും ചെയ്യുന്ന പിതാവിന്റെ പരിപൂർണതയിലേക്ക് വരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. അത്രേ ആ ഹൈറ്റിലേക്ക് നമുക്ക് വരാം. അങ്ങനെ നമ്മൾ അന്നേരം ആവും. സ്നേഹത്തിന്റെ സത്ത അറിഞ്ഞ മദർ പോലും വർഷങ്ങളോളം ഒരു അറിയാതെ അങ്ങനെ നമുക്ക് അങ്ങനെ ഉണ്ടാവും. അത് ദൈവത്തിന്റെ പ്രസൻസ് ഇല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന, ഇമോഷനോ അനുഭവപ്പെടുന്ന ഒരു സങ്കടമാണ്. അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് ഈ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് സാറ്റിസ്ഫാക്ഷനെ, നമ്മൾ പറയുന്ന ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻസ് നമുക്ക് കിട്ടുന്നത് ചള്ളായി. ഈ സ്നേഹത്തിന് നമ്മൾ കൊടുക്കുന്ന വലിയ കാര്യത്തിന് ഒരു കുഞ്ഞ് ഇത് ചെയ്യുന്ന പോലെ അന്നേരം നമുക്കത് ദൈവം മദർ അതിൻ്റെ ഞാൻ കത്തുകൾ വായിച്ചിട്ടുണ്ടോ, കൊച്ചു വായിച്ചിട്ടുണ്ടോ? അത് ഒരു 450 പേജുള്ള മദറിന്റെ ഏതാണ്ട് 50 വർഷത്തെ ജീവിതത്തിൽ മദർ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഇതായിട്ടല്ലേ, മാധ്യമങ്ങളുടെ മുമ്പിലും ഭയങ്കര ചിരിയും സന്തോഷവും ഒക്കെ ആയിട്ടല്ലേ പോകുന്നത്. പക്ഷെ മദറിന്റെ ഉള്ളിൽ മദർ മഹാവേദനയിലായിരുന്നു. ദൈവ സാന്നിധ്യം ഇല്ലാത്തതിന്റെ ഒരു 50 വർഷം ഒന്ന് ഓർത്ത് നോക്കി. ഒരു ദിവസം നമുക്ക് വന്നാൽ നമ്മൾ സഹിക്കത്തില്ല കേട്ടോ. അത്രയും 50 വർഷം മദർ സഹിച്ചു പോവുക ഈ ദൈവ സാന്നിധ്യത്തിന്റെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അത് ഫീൽ ചെയ്യാത്തത് കൊണ്ട് ഇല്ല എന്നുള്ളതിന്റെ തെളിവല്ലേ, മദറിന് ഫീൽ ചെയ്യുന്നില്ല. അത് നമ്മൾ ദൈവത്തിന്റെ ഒരു ഇതായിരിക്കുവേ, നമ്മൾ ചെയ്യുന്ന വലിയൊരു എന്നാത്തിനേലും ഒരു കുഞ്ഞു പ്രതിഫലം കൊണ്ടല്ല, ദൈവസാന്നിധ്യത്തിന്റെ ഒരു അനുഭവത്തിന്റെ കുഞ്ഞ് ഇതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്ന ദൈവത്തിന് ഇഷ്ടം കാണത്തില്ല. അതെ, ഇപ്പൊ നമ്മൾ എവിടെയാലും ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തു, നമ്മൾ ഫ്രീ ആയിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനും അത് ഒരു ഇതാ. പക്ഷെ അന്നേരം പോകാൻ നേരത്ത് നമുക്കൊരു 10 രൂപ 20 രൂപ എടുത്താൽ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു നോക്കി, നമുക്ക് തന്നെ ഒരു നാണക്കേട് തോന്നിയില്ല. നമ്മൾ വലിയ സ്നേഹപൂർവ്വം ചെയ്തേന് എന്നേലും ചില്ലറേ എന്ന് പറഞ്ഞതുപോലെ
ദൈവത്തിന് വേണ്ടി വലിയ ചെയ്യുന്ന ഇതിന് ഒരു കുഞ്ഞ് ആശ്വാസം എന്നൊക്കെ പറയുന്നത് ചെറുതല്ലേ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇത് പിടികിട്ടത്തില്ല. ഒരു ദൈവത്തിന് വേണ്ടി വലിയ ഉപയുടെ ദൈവത്തോളം വളരുന്ന ആ പ്രവൃത്തി ചെയ്യുന്നതിന് നമുക്കൊരു കുഞ്ഞ് സമാശ്വാസം കിട്ടുക എന്ന് പറയുന്നത്, അല്ല ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു സമാശ്വാസം കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകത്തില്ല. അതൊരു കുഞ്ഞു കാര്യമാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. ദൈവം അങ്ങനെ ഒരെണ്ണമുണ്ട് നമുക്ക്. അത് നമുക്കങ്ങനെ ദൈവം അങ്ങനെ ഒരു പുണ്യജീവിതത്തിലേക്ക് പോകും തോറുമില്ലേ നമ്മളെ ശരിക്കും ആ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് മാറ്റിക്കൊണ്ട് ദൈവം കൊണ്ടുപോകുന്നേ. അല്ല നമ്മൾ ഈ പറയുന്ന പോലെ ഭയങ്കര നമ്മളോർക്ക് ആത്മീയ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആനന്ദമായി ഇതായി അങ്ങനെയല്ല. ഒരു സെയിൻറ്റിൻ്റെയും ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കും തോറും നമ്മളെ കൂടുതൽ വെട്ടിയൊരുക്കിക്കൊണ്ടായിരിക്കും. അപ്പോൾ ആ വെട്ടിയൊരുക്കലിൻ്റെ ഒരു പെയിൻ എപ്പോഴും നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെ 7 ആവർത്തി സ്വർണം ഈ വിലകെട്ടത് നമ്മളിൽ നിന്ന് നീങ്ങി പോകണമല്ലോ. അപ്പോൾ അത് നീങ്ങി പോകണമെങ്കിൽ നമ്മൾ സ്വർണത്തെ ഒരിക്കലും AC വെച്ച് ഇത് ചെയ്തില്ലല്ലോ. AC വെച്ച് ശുദ്ധീകരിക്കത്തില്ല. അതിനെ തീക്കത്തല്ലേ വെക്കത്തുള്ളൂ. ഇതിനെ ഉരുക്കിയിട്ട് വേണം ഇത് എടുത്ത് കളയാൻ. അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പം ദൈവം അത് 7 പ്രാവശ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവസാനം ഈ കൊല്ലന്മാരൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവസാനം ഈ അതിൻ്റെ മാറ്റ് നോക്കുന്നത് ഈ സ്വർണം പല പ്രാവശ്യം ഇത് ശുദ്ധി ചെയ്ത് അവസാനം ഈ സ്വർണത്തേൽ അവരുടെ ഈ തട്ടാൻ്റെ മുഖം ഇങ്ങനെ പതിയുമ്പോഴാണ് പറയുന്നത് നിർത്തുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളെ ദൈവം ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മുഖം കാണാറുന്നിടം വരെ ഈ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇതൊന്നും പേടിക്കണ്ട. ദൈവമാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ആൾക്ക് ഇത് നമ്മളെ ആദ്യം ആ സഹനത്തിൽ നിലനിർത്താനും ആ സഹനത്തെ സഹിക്കാനും ഉള്ള എല്ലാ ശക്തിയും കിട്ടിക്കോളുവേ. അല്ലാതെ നമ്മളൊറ്റയ്ക്ക് അങ്ങനെ നിത്യതയായിട്ടെല്ലാം റെഫർ ചെയ്യുമ്പോൾ ഈ സ്നേഹം മാത്രമാണ് എടുക്കുന്നത്. ഞാൻ നമ്മൾ കാറ്റീസൊക്കെ എടുത്ത് വായിച്ച് നോക്കി, അതിനകത്തെല്ലാം ഇല്ലേ പാവമായിട്ടുള്ള ഏതെല്ലാം എടുത്ത് നമ്മൾ നോക്കിയാലും നല്ലപോലെ ഡീപ്പായിട്ട് ഒരെണ്ണത്തെ നമ്മൾ ഇത് ചെയ്താൽ അതിനകത്തെല്ലാം സ്നേഹമാണ് കിടക്കുന്നത്. സ്നേഹം അത്ര പ്രധാനപ്പെട്ടതാണ്. അത്രയെന്ന് പറഞ്ഞാൽ ഏക പ്രധാനപ്പെട്ട ദൈവം സ്നേഹമാണെന്നുള്ള ഡെഫിനിഷൻ തന്നെ അങ്ങനെയല്ലേ, ഇത്രയും പ്രധാനപ്പെട്ടതാണ്. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നത് സ്നേഹത്താലാണ് മനുഷ്യൻ രക്ഷപ്പെടുന്നത്. സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലുണ്ടെങ്കിൽ മനുഷ്യൻ രക്ഷപ്പെടും, അതുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് നമ്മളെ ഈ സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സങ്കല്പത്തിൽ കിടക്കുന്ന അവിടെ ഇവിടുന്ന് ഒരു ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മളെ വേറൊരു പ്ലേസിലേക്ക് ആക്കുന്നത് പോലെ തന്നെ ഒരു ജേർണി അകലെയായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളൊരു ഗ്രോത്താണ് നമുക്ക് വേണ്ടത്. ആ ഒരു സ്വർഗത്തിൽ ചെന്നിട്ട് സ്നേഹമില്ലെങ്കിൽ അവിടെ എന്നാ ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക്. അവിടെ ചുമ്മാ ഒരാൾ ഇപ്പം നമ്മളിവിടെ ഇപ്പം ഇവിടെ തന്നെയാണെങ്കിലും നമുക്കൊരു MBBS അങ്ങനെയല്ല സർജറി ഒക്കെ പഠിച്ച ഒരാൾക്കല്ലേ ഒരാളെ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പൊളിറ്റീഷ്യൻസിന് വേണേൽ 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ പഠിച്ചവർക്ക് വേണമെങ്കിൽ മന്ത്രിയൊക്കെ ആകാം. പക്ഷേ ഒരു IPS ഉദ്യോഗസ്ഥൻ അല്ലെ ഒരു IAS ഉദ്യോഗസ്ഥനൊക്കെ ആകണമെങ്കിൽ ശരിക്കും അതിന് കോഴ്സും ഇതും വേണ്ടേ. അവരില്ലെങ്കിൽ മറ്റവർക്ക് മിനിസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞാൽ ഭരിക്കാനും പറ്റത്തില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് ക്വാളിറ്റിയാണ് അവർ ചെയ്യേണ്ടതേ. അതിന് നല്ല പഠനവും ഇതും വേണം. എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിൽ ചെന്ന് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്ത് അവിടെ ഒരു ചുമ്മാ ഇരിക്കുന്ന ഒരു സ്ഥലമല്ല. നിത്യതയെ സ്നേഹം പരിപൂർണമായിട്ട് നിത്യതയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അല്ല നമ്മുടെ സങ്കല്പത്തിലൊക്കെ ഒരു പ്രശ്നം കിടപ്പുണ്ട് ഒത്തിരി. നമുക്ക് സ്വർഗത്തെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് ഒരു തിയേറ്റർ സങ്കല്പമൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ പരിശുദ്ധ ത്രിത്വം ഇരിക്കുന്നു, മാതാവും യോസേപ്പിതാവൊക്കെ അടുത്ത് കാണും, മാലാഖമാർ കാണും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്. അങ്ങനെ അത്രയൊന്നും ഇമാജിൻ ചെയ്യുന്നുണ്ടോയെന്ന് തോന്നുന്നില്ല. നമ്മളും അവിടെ ഇവിടെയൊക്കെ ചെന്ന് പരിശുദ്ധൻ എന്നൊക്കെ പാടി അങ്ങനെ ഇരിക്കുന്ന ഒരേ അന്നേരം പിള്ളേരൊക്കെ ഇപ്പം എൻ്റെ പെങ്ങൾ പഠിപ്പിച്ച വേദോടത്തിന് പഠിപ്പിച്ച ഒരു ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കൊച്ചു തന്നെ മിസ്സേ കുറച്ച് കഴിയുമ്പോൾ അന്നേരം നമുക്ക് ബോറടിക്കുകയല്ലേ നമ്മളും അത് ശരി. അങ്ങനെ വെറുതെ അങ്ങനെയാകുമ്പോൾ അങ്ങനെ കാണും കേട്ടോ. കാരണം അത് നമ്മൾ സ്വർഗത്തെ വെറുതെ നമ്മുടെ കണ്ണിൻ്റെ മാത്രം ഒരു ഇതായിട്ട് നമ്മൾ എന്നെ ചുരുക്കുമല്ലേ. ദൈവദർശനം മാത്രം അല്ല എങ്ങനെ ഇരിക്കാൽ അല്ലേ നാവൂടെ കൂടുന്നുണ്ടായിരിക്കും. പരിശുദ്ധം പറയുന്നു നമ്മളിതെല്ലാം ഫാക്കൽറ്റികളാണ് നമുക്ക് കിടക്കുന്നത്. ഇതെല്ലാം കൂടി പരിശുദ്ധ ത്രിത്വത്തിൽ ഒന്നായി ഐക്യപ്പെടുന്ന വലിയ സ്നേഹത്തിൻ്റെ അതിന് പറയുന്നത് നിത്യതയത്. നമ്മൾ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ സ്നേഹത്തിനല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ അല്ലേ. നല്ലപോലെ നോക്കി വേറെ ഒന്നുകൊണ്ടും ഭൂമിയിൽ നമുക്ക് എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും, പിന്നെ നമ്മുടെ ആഘാതങ്ങൾ നമ്മൾ തേടുന്ന എപ്പോഴും സ്നേഹിക്കുന്നവരെയും സ്നേഹമല്ലേ. നമ്മൾ നല്ലപോലെ നോക്കി അറിയാതെ അങ്ങനെയാണ് നമ്മൾ. അപ്പം അത് നിത്യതയിലെ പരിപൂർണമായ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. അന്നേരം അത് റേച്ചലിൻ്റെ ഒക്കെ പറയുന്നത് ഈ യാക്കോബിനെ റേച്ചലിനോടുണ്ടായ ഈ 7 വർഷം യാക്കോബ് അവിടെ പോയി ഇത് ചെയ്യുന്നുണ്ടല്ലോ. റേച്ചലിനെ
കല്യാണം കഴിക്കാൻ വേണ്ടി ഭയങ്കര കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴും റേച്ചലിന്റെ ചേച്ചിയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 7 വർഷം കൂടെ ചെയ്തപ്പോഴാണ് റേച്ചലിനെ കിട്ടുന്നത്. അപ്പോൾ അന്നേരം അതിനെക്കുറിച്ച് വചനം എഴുതിയിരിക്കുന്നത് യാക്കോബിന് റേച്ചലിനോടുള്ള ഗാഢ സ്നേഹം കാരണം നീണ്ട 7 വർഷങ്ങൾ ഏതാനും ദിവസം പോലെ തോന്നിയുള്ളെന്നാണ് പറയുന്നത്. അത് സ്നേഹം ഇതാക്കുന്നത് 7 വർഷത്തെ കഠിനാധ്വാനം ചെയ്യുന്നത് യാക്കോബ് ചെയ്യുന്നത്. പക്ഷെ ഈ ഗാഢ സ്നേഹം ഉള്ളത് കൊണ്ട് നമുക്ക് ഏതാനും ദിവസം പോലെ യാക്കോബിന് തോന്നുന്നുള്ളൂ. അത് മനുഷ്യ സ്നേഹത്തിന്റെ ഒരു വചനത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയായിരിക്കുവേ. പരിശുദ്ധ ത്രിത്വത്തില് പരിശുദ്ധ ദൈവത്തോടുള്ള ഗാഢ സ്നേഹത്തില് ആ ദൈവത്തോടുള്ള ഐക്യത്തില് നമുക്ക് നിത്യതകൾ അല്ല യുഗങ്ങൾ തന്നെ ഒരു സെക്കൻഡ് പോലെ തോന്നത്തുള്ളൂ ആ സ്നേഹത്തിന്റെ ശക്തിയാൽ. അത് മറ്റേത് മനുഷ്യ സ്നേഹം അങ്ങനെ കുറെ ദിവസങ്ങൾ പോലെ തോന്നിയെങ്കിൽ ദൈവത്തോടുള്ള ഒരു എറ്റേണൽ നിത്യതയാണ്, അല്ല എറ്റേണൽ നൗവിന്റെ ഒരു എറ്റേണൽ നൗ എന്നാണ് അതിനെ പറയുന്നത്. ഒരു സ്നേഹത്തിന്റെ നിത്യതയെ ഒരു സെക്കൻഡിന്റെ കാണത്തുള്ളൂ, പക്ഷെ അത് എറ്റേണല. അത്രേ ഇതായിട്ട് സ്നേഹം അങ്ങ് ഇതാവുവേ. ഞാൻ വാക്ക് പറഞ്ഞ് ഇത്തിരി ഇത് കാണും. അത് ഈ ഹെവൻ എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായത് അങ്ങനെയാന്നാ പറയുന്നത്. ഈ എറ്റേണൽ പ്രസന്റ് എന്നുള്ള ഒരു വാക്കാണ് അതിന്റെ റൂട്ട് വാക്കെന്നാ പറയുന്നത്. ഹെവൻ എന്നുള്ള വാക്കേ എറ്റേണൽ നൗ. അപ്പൊ ആ എറ്റേണൽ നൗവില് നമ്മൾ സ്നേഹത്തിലായിരിക്കുക. അത് നമുക്കിപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇത് ഇത്ര യുഗങ്ങൾ പോകുന്ന പോലെ നമുക്ക് തോന്നുന്നില്ല. സ്നേഹത്തിന്റെ ശക്തിയാൽ അത് എപ്പോഴും ഒരു സെക്കൻഡ് പോലെ തോന്നത്തുള്ളൂ. സ്നേഹമേ യാക്കോബിന് 7 ദിവസം പോലെ അത് ആ ഉദാഹരണം എടുത്താൽ മതി. അത് നമുക്കാണേലും അറിയാം. നമുക്ക് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്നേഹത്തിലെ ദിവസങ്ങളും ഒക്കെ വളരെ ചുരുങ്ങിയല്ലേ പോകുന്നത്. ബോബീസിനൊക്കെ പറയുന്നത് ഇപ്പൊ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സ്നേഹിക്കുന്നവർ തമ്മിലേ ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ തമ്മിൽ സംസാരിച്ച് എന്തേരെ വേണേലും യാത്ര ചെയ്താലും സമയം അങ്ങനെ യാത്ര അവസാനിക്കരുതെന്നായിരിക്കും ചിന്തിക്കുന്നത്. എന്തേരെ നടന്നാലും അങ്ങനെ സമയം മടുപ്പൊക്കെ ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങ് നടത്തട്ടെ, ആ നടപ്പ് നിത്യതയാകട്ടെ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ബോബീസൻ പറയുന്നതാണ് മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി കഴിയുമ്പം നടന്ന് തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോകാനുള്ള ചിന്തയാ. എന്നാ എടി നമുക്ക് ഓട്ടോ പിടിച്ച് പോയാലോ. അതൊരു യാഥാർത്ഥ്യം കേട്ടോ. അന്നേരം സ്നേഹത്തിന് എവിടെയോ നമ്മുടെ ഈ സ്നേഹമേ അത് സ്നേഹമല്ല, ഏതോ നമ്മുടെ മാംസത്തിൽ കുടുങ്ങിയ ഒരു ഇമോഷന്റെ ഒരു സ്നേഹവും നമ്മൾ തെറ്റിദ്ധരിച്ച അവസ്ഥയാണ്. അല്ലാത്തവരും അല്ലാതെയാണ് നടക്കും. നല്ല സ്നേഹമാണെങ്കിലേ എല്ലാരും സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹയാന്നാണോ? അല്ലല്ല. അതുകൊണ്ട് മാത്രം നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം പോലും നല്ലപോലെ എഡിറ്റ് ചെയ്യണേ നല്ലൊരു സ്നേഹം വേണം. നല്ലപോലെ ഒന്നേ ഒരു കുടുംബജീവിതം പോലും നല്ലപോലെ പോകണമെങ്കിൽ ഒരു തരം മുമ്പേ പറഞ്ഞു കൂട്ടൊരു നാണംകെട്ട സ്നേഹമൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അത് നമുക്കേ പറ്റത്തുള്ളൂ കേട്ടോ. അടുത്ത ആളെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. അത് നമ്മൾ തന്നെ ആദ്യം തന്നെ നമ്മളോട് തന്നെ ഒന്ന് നമ്മളെ പഠിപ്പിക്കണം. അത് നമ്മൾ മറ്റുള്ളവരെ പ്രശ്നം വെച്ചിട്ട് ഒന്നും കാര്യമില്ല. പിന്നെ ജീവിതത്തിൽ നമ്മൾ ധൈര്യപൂർവ്വം നമ്മൾ അങ്ങ് സ്നേഹിച്ചങ്ങ് പോകാന്നുള്ളൊരു പുഞ്ചിരിയോടുകൂടി അവിടെ ജീവിതം വിജയിച്ച് പോവുകയെ. നമ്മൾ ഭൂമി ഇച്ചിരി കണ്ണീര് പ്രശ്നമൊക്കെ ആണേലും ആന്തരികതയെ നമുക്ക് ആ സ്നേഹത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുന്നതിന്റെ ഒരു സന്തോഷത്തിൽ നമുക്ക് പോകാൻ പറ്റും നല്ലപോലെ. അല്ല വെറുതെ പിന്നെ കലകം തുടങ്ങും. ആന്തരികമായിട്ടും ആന്തരിക കലകമല്ല നമ്മൾ കൂടുതൽ നടക്കുന്നത്. പുറത്തുള്ള വാക്കുകൊണ്ട് എന്നതിനേക്കാളും കൂടുതൽ നമ്മൾ നേരെ ഉള്ളിൽ കിടന്നേ നമ്മൾ നല്ല സമയങ്ങളെ മുഴുവൻ നമ്മളിങ്ങനെ എന്തൊക്കെയോ ഫൈറ്റാ ഇങ്ങനെ കളയുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ലംഘനം നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനം അല്ലെങ്കിൽ അനീതി പോലെ നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, പക്ഷപാതം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം നമുക്കത് മനസ്സിലാവും. അപ്പൊ അത് ചെയ്യുന്ന ആൾക്ക് ഇത് മനസ്സിലായില്ല, നമ്മൾ അവരെ അങ്ങനെ തിരുത്താനോ ഒന്നും പോകണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിച്ചേ. നമ്മളൊന്നും ചെയ്യണ്ടെന്നല്ല, അവർക്ക് നമ്മുടെ സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ പറഞ്ഞത്. സ്നേഹത്തിന്റെ ആ സത്തയുടെ സ്വാതന്ത്ര്യത്തെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും നമ്മുടെ വീങ്ങിനെ വെക്കുന്നത്. ഇപ്പൊ നമ്മുടെ മര്യാദത്തിൽ ഉദാഹരണം പറയുമ്പോൾ
അവിടെ നമുക്ക് ഭൂമിയിലെ ജീവിതത്തെ നമ്മൾ അങ്ങനെ ആ സച്ച് എടുത്താൽ ചിലപ്പം കാര്യങ്ങൾ മനസ്സിലാകത്തില്ലായിരിക്കും. പക്ഷേ നമ്മുടെ ഈശോ നമുക്ക് സുവിശേഷത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നതൊക്കെ ഒരു എന്നതാ കൂടി വന്നാൽ മരിച്ചു പോകുള്ളൂ എന്നുള്ള രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് നമുക്ക് ആ ഭൂമിയിലുള്ളതേ. അപ്പം ഞങ്ങളങ്ങനെ ഇവിടെ ജീവിക്കുന്നത് കേട്ടോ. അത് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഇതില്ലെങ്കിലേ ഒരു അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ ഒരു ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആന്തരിക സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അത് പിന്നെ പറയാമെന്നൊക്കെ ഉള്ളൂ. തത്വത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അത് പറ്റാത്തൊരവസ്ഥയുണ്ട്. മരിയ ഗുരുവത്തി 13 വയസ്സുള്ള കൊച്ച, അറിയാമല്ലോ നിങ്ങൾക്ക്. 13 വയസ്സുള്ള കൊച്ച് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു കൊതുകുണ്ടല്ലോ ഇപ്പം, കൊതുക് വന്നിരുന്നാൽ നമ്മൾ കൊതുകിനെ ഇങ്ങനെ അടിച്ചാലും കൊതുക് ചത്തുപോകും. എന്നാലും നമ്മൾ ഇങ്ങനെയല്ലേ അടിക്കുന്നത്, ഒരു പ്രൊപ്പോർഷനും ഇല്ലാത്ത ആഞ്ഞല്ലേ അടിക്കുന്നത്. അത് കൊതുകിൻ്റെ ഒരു കുഞ്ഞു കൊല്ലി കൊള്ളുമ്പം നമ്മളിലുണ്ടാകുന്ന പ്രതികരണം അതാ. പക്ഷെ മരിയ ഗുരുവത്തിയിൽ 13 വയസ്സ് പോലും ഇല്ലാത്ത ആ കൊച്ചിൽ അലക്സാണ്ടർ കടാരി പിച്ചാത്തി പോലും അല്ലെന്ന് പറയുന്നത്, കടാരി കുറേ കൂടെ വലുതാ. കടാരി വെച്ച് 14 പ്രാവശ്യം കുത്തിയെന്നാണ് പറയുന്നത്. 14 പ്രാവശ്യം കുത്തിയപ്പോഴും അപ്പം നമുക്ക് ഒരു കുത്ത് കിട്ടുന്നതിനെ കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. മരിയ ഗുരുവത്തി പറഞ്ഞത് കാറുമല്ല, എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ട് കാറുമല്ല മരിയ ഗുരുവത്തി ചെയ്ത്. മരിയ ഗുരുവത്തി പറഞ്ഞ എങ്ങനെയാണ്, അലക്സാണ്ടറെ നീ പാപം ചെയ്യരുത്, നീ നരകത്തിൽ പോകുന്ന പറയും. ഒന്ന് ഓർത്ത് നോക്കി, ഇത് സംഭവിച്ച കേട്ടോ, ചരിത്രത്തിൽ സംഭവിച്ച ഒരു കുഞ്ഞു കൊച്ചി സംഭവിച്ച ഒരു ആന്തരിക വളർച്ചയാണ്. നമ്മൾ പറയുമ്പോൾ 13 വയസ്സ്. അന്നാരോ ഈ മരിയ ഗുരുവത്തി പറയുന്നത് അലക്സാണ്ടറെ നീ പാപം ചെയ്യരുത്, നീ നരകത്തിൽ പോകുന്നു. അല്ല, മരിയ ഗുരുവത്തിക്ക് ഉറപ്പാണ് മരിയ ഗുരുവത്തി സേഫാണ്. ആ ഒരു സേഫ് മനസ്സിലായോ? മരിയ ഗുരുവത്തി നരകത്തിൽ പോകുകയല്ലെന്നറിയാം. അലക്സാണ്ടറെ നീ പാപം ചെയ്യരുത്, നീ നരകത്തിൽ പോകും എന്ന് പറഞ്ഞ് ഈ കൊച്ചു മരിക്കാറായിട്ട് കൊണ്ടുപോയിട്ട് അവസാനം മരിക്കാൻ കിടക്കുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും എന്നേലും അമ്മയോടോ അങ്ങനെ എന്നേലും ഒക്കെ പറയാനാണല്ലോ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മരിയ ഗുരുവത്തിയുടെ കുമ്പസാരക്കാരനും കണ്ട അന്നേരം വന്നു. അന്നേരം മരിയ ഗുരുവത്തിയുടെ ഏക ആഗ്രഹം ഇതായിരുന്നു, നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോഴല്ല കേട്ടോ, ശരീരം മുഴുവൻ രക്തം ഒഴുകി അവസാനത്തെ ശ്വാസം നമ്മളിപ്പം പറയുന്ന പോലെ പറയാനൊന്നും പറ്റത്തില്ലാത്ത ഏറ്റവും എന്നതാ നിസ്സഹായത പറയേണ്ട ആ സമയത്ത് മരിയ ഗുരുവത്തി ഇങ്ങനെയാണ് ഓർത്ത്, അലക്സാണ്ടറിനോട് പറയണം, ഞാൻ അലക്സാണ്ടറിനോട് പൂർണ്ണമായിട്ട് ക്ഷമിച്ചെന്ന് പറയാനായിട്ട് ഓർമ്മിപ്പിച്ച്. ഒന്ന് ഓർത്ത് നോക്കി, ഒരു കുഞ്ഞു വച്ചല്ലേ. അങ്ങനെ ഓർണം, അങ്ങനെ ഒരു ഫ്രീഡമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ മനസ്സ് വെച്ചാൽ, സ്നേഹത്തിന് വേണ്ടി മനസ്സ് വെച്ചാൽ, നമ്മളെ കൊന്നാലും നമ്മൾ ആ സ്നേഹിച്ച് നിൽക്കുക അവസാനം വരും. അത് ചുമ്മാ തമാശ കാര്യത്തിലൊന്നുമല്ല. കടാരെ കൊത്തുമേടിച്ച് രക്തം വാർന്നൊഴുകി മരിക്കുന്ന അവസാനത്തെ ഇതിലും അങ്ങനെ ആ സ്നേഹത്തിന് വേണ്ടി പിടിച്ചു നിൽക്കാനുള്ള ബലം നമുക്ക് ക്രിസ്തീയതയിൽ അത് അങ്ങനെ ഇതുള്ളൂ. എല്ലാവരും അങ്ങനെ ആകണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് പഠിക്കാനുള്ള ഒരു ഇതും നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തേണ്ട ഒരു നിലപാടാണ് അങ്ങനെ. അപ്പം മാർപ്പാപ്പ ആ കൊച്ചിനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് 12ാം പീസ് മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ മരിയ ഗുരുവത്തിയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നത് അവൾ ശുദ്ധതയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു മോഡൽ എന്നുള്ള നിലയിൽ മാത്രമല്ല, സഹോദര സ്നേഹത്തിന്റെ ഏറ്റവും ഉത്തമ മാതൃകയും കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഒരു കാര്യത്തിൽ രണ്ടാമത്തെ സാധനം അധികം കേൾക്കാറില്ല. എപ്പോഴും ഈ ശുദ്ധത മാത്രമേ ഉള്ളൂ. ഇതാ മെയിൻ സാധനം അവിടെ സ്നേഹമായിരുന്നു. അത് പലപ്പോഴും ഇല്ല ശുദ്ധത. അവിടെ ശുദ്ധത ഒറ്റയ്ക്കാണെങ്കിൽ ഓൾറെഡി അത് സേഫാണ് നമുക്ക് അറിയാം. അതെ അതെ അതെ, ശുദ്ധതയല്ല അവിടുത്തെ വിഷയം. ഇതാ വിഷയം. മറ്റേത് എങ്ങനെയാലും ഇതാണ്. പക്ഷെ ഇതാ നമ്മൾ എടുക്കണ്ടേ, നമ്മുടെ ജീവിക്കാൻ വേണ്ടി ഇത് എടുക്കേണ്ടതാ. അതാ ഇങ്ങനെ ഓരോ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് കണ്ണ് കെട്ടിയിട്ടിരിക്കുക ഓരോ വലിയ കാര്യങ്ങളെ. ഇത് ശുദ്ധത എന്ന് പറയുമ്പോൾ ആദ്യം മതിപൊരുത്തേനെ നമ്മൾ അങ്ങ് എടുക്കും. അതല്ല, സ്നേഹത്തിനോ ഭയങ്കര സഹോദര സ്നേഹമായിരുന്നു അവിടെ അവസാനത്തെ ഇതേ. അതൊക്കെയാണ് സ്നേഹമായിട്ട് കാണിക്കുന്നത്. അതെ അതെ അതെ, ഏറ്റവും ഭയങ്കര ഉദാത്ത സ്നേഹത്തിന്റെ ഏറ്റവും വലിയത് ശുദ്ധതയുടെക്കാളും. ശുദ്ധതയുള്ളവർ പോലും കന്യകമാര് 10 പേരിൽ 5 പേരും പോഷകളായി പോയല്ലോ. ശുദ്ധത ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ ആ ഉപമയ്ക്കകത്തെ എനിക്ക് ശുദ്ധത എന്നൊരു സാധനം മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇതാ, അതായത് പുറമേയുള്ള അവര് ശരിക്കുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലായില്ല. അതെ 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 നേരെ അതെ അതെ അതെ. അവിടെയൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത തലമുറ തിരുത്തി പോകേണ്ടതേ. ഈ ഏറ്റവും എസൻസ് ആയുള്ളതിനെ കണ്ടെത്തിയിട്ട് ഈ സത്തയിലേക്കുള്ള ഒരു ശ്രദ്ധയും ഒരു ഒഴുക്കുമൊക്കെ നമ്മളിൽ അങ്ങ് തുടങ്ങിയാലേ നടക്കത്തുള്ളേ. വേറുള്ളവരെ പ്രതീക്ഷിച്ച് നിന്നിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് പറ്റുമോ? അങ്ങനെ ഒരു ഡീപ്പ് സെർച്ചിലേക്ക് വരണേ. നേരത്തിന് നമുക്ക് വചനത്തിൽ നിന്നും വിശുദ്ധരുടെ എക്സാമ്പിളിൽ നിന്നും എല്ലാം കിട്ടാൻ തുടങ്ങും. നേരത്തേനുവേ
നേരത്തെ നമ്മൾ ഭയങ്കര നമ്മൾ തന്നെ ഹീറോയിക്ക് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല, പക്ഷെ നമ്മൾ സ്നേഹത്തിന്റെ ഓരോ കുഞ്ഞ് അല്ലെ ഇങ്ങനത്തെ ഓരോന്ന് മഹാ ഹീറോയിക്കല്ലേ ഇപ്പൊ മര്യാദപുരത്തി ആരും ഒരു എന്നാ അത്രയും കുഞ്ഞു പ്രായത്തിലെ ഇത്രയും വലിയ സത്തയ്ക്ക് വേണ്ടി ധൈര്യപൂർവ്വം ഇത് ചെയ്യാൻ പറ്റി. അക്ഷരവിദ്യാഭ്യാസം പോലും ഇല്ല. ഞാനും എന്തേലും ഉണ്ടേലേ, ഞാൻ ഒരു സോളമന്റെ ഉദാഹരണം പറയുന്നതാണ്. സോളമനെ ഇത് ചെയ്യാൻ വേണ്ടിയല്ല, വിധിക്കാൻ വേണ്ടിയല്ല. സോളമന് സർവ്വജ്ഞാനം ഉണ്ടായിരുന്നല്ലോ. ജ്ഞാനികളിലെ ഈശോ മാത്രം അതിനേക്കാളും ഗ്രേറ്ററായിട്ട് പറഞ്ഞിട്ടുള്ളൂ ജ്ഞാനികളെ. അപ്പൊ അത്രയും ജ്ഞാനം ഉണ്ടായിരുന്ന സോളമൻ 700 ഭാര്യമാരും 300 ഉപനാരിമാരും സോളമൻ ഉണ്ടായിരുന്നു. വചനത്തിൽ വായിച്ചിട്ട് കാണും. 700 ഭാര്യമാര് 300 ഉപനാരിമാര് 1000 സ്ത്രീകൾ എന്ന് പറഞ്ഞ അത്രയും അങ്ങനെ തന്നെയുള്ള. എന്നിട്ടും വാർദ്ധക്യത്തില് സോളമനുള്ളതുപോലെ ആഡംബരമായിട്ട് ജീവിച്ച മനുഷ്യർ വേറെ ഇല്ല ഭൂമിയിൽ തന്നെ. അതുപോലത്തെ കൊട്ടാരം, അതുപോലത്തെ ഭക്ഷണം, അതിനകത്തൊക്കെ ബൈബിളിൽ വായിച്ചാൽ അറിയാം. അതുപോലത്തെ ഓരോ ദിവസവും കൊട്ടാരത്തിൽ കുക്ക് ചെയ്ത ആടുകളുടെ എണ്ണമൊക്കെ ഭയങ്കര അത്രയും വലിയ എന്നതാ ഇത്രയും സമൃദ്ധിയായിരുന്നു കൊട്ടാരത്തിലും കൊട്ടാരത്തിലെ ഇതുമൊക്കെ. അങ്ങനെ ജീവിച്ച സോളമന് ഇത്രയും 700 ഭാര്യമാരും 300 ഉപനാരിമാരും ഉണ്ടായിരുന്നിട്ടും വാർദ്ധക്യത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ട് പ്രത്യേകം. വാർദ്ധക്യത്തില് വിദേശ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവസാനം വിഗ്രഹ ആരാധനയിലേക്ക് പോവുകയും ചെയ്തു. വായിച്ചിട്ടുണ്ടോ അത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇത്രയും ജ്ഞാനമുള്ള ആള്, ഇത്രയും എല്ലാം ബാക്കിയില്ലാത്ത ആളെന്ന് ഓർക്കായിരുന്നു. ഇത്രയും എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും അവസാനം, ഇത് മാത്രമല്ല ബൈബിളിലെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ച് 3-4 പുസ്തകം എഴുതിയിരിക്കുന്നതും സോളമനാന്ന് ഓർക്കണം. അത്രയും എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ട് വലിയ കാര്യമില്ലെന്നുള്ളത് ഈ കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴേ. എന്നിട്ട് വിഗ്രഹാരാധനയിലേക്ക് പോയി സോളമൻ. ഏറ്റവും എഴുതിയിരുന്ന ഏതൊന്നിനെ കുറിച്ച് എഴുതിയിരുന്നോ അതിനെതിരായിട്ട്. പക്ഷെ അക്ഷരവിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഈ കൊച്ച മര്യാദപുരത്തി അമ്മ പഠിപ്പിച്ച ഒരു വലിയ സത്യം ഉണ്ടായിരുന്നു. മകളെ പാപത്തേക്കാ മരണം. അതായിരുന്നു മര്യാദപുരത്തിയുടെ ജീവിതത്തിന്റെ കേന്ദ്രമേ. പാപത്തേക്കാ മരണം. അത് ഭയങ്കര ഒരു ഇതാ. അവൾ അത്രയും വിജയിച്ചു. 2 എസ്റ്റീമുകളുണ്ടോ? നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഏറ്റവും വലിയ സജഷൻ, സ്നേഹിക്കാതിരിക്കാനുള്ള സജഷൻ എപ്പോഴും ദുഷ്ടാരൂപി നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുവേ. നമ്മൾ നല്ലൊരു നോക്കുമ്പോൾ അറിയാം. അങ്ങനെ അവന്റെ ഒരു സജഷനും ഒരു വോയിസും എപ്പോഴും ഉണ്ടിലുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആർഗ്യുമെന്റുകൾ കണ്ടുപിടിക്കും. പക്ഷെ ഈ ആർഗ്യുമെന്റുകളെ ശ്രദ്ധിക്കാതെ ഞാൻ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കും. എളുപ്പമല്ല, പക്ഷെ അതിന് ദൈവകൃപ കിട്ടും. അങ്ങനെ നമ്മൾ ആയിക്കഴിഞ്ഞാൽ അപ്പൊ ആന്തരികമായിട്ടാണ് ഈ സ്നേഹിച്ചുകൊണ്ടിരിക്കേണ്ടത്. അല്ല നമ്മൾ പ്രകടിപ്പിക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലേ. ആന്തരികമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഉപപി അത് പറ്റും, മനുഷ്യന് പറ്റും. അത് പറ്റുമെന്നാണ് ഈശോ കുരിശ് തെളിയിച്ചത്. ഹ്യൂമൻ നേച്ചർ എടുത്ത് കുരിശ് ഈശോ നമുക്ക് തെളിയിച്ചു തന്നതാ. സ്നേഹിക്കാൻ പറ്റും, മരിച്ചാണേലും എന്നാ ചെയ്താലും. പേരിന് അനുഗുണമാകും. അല്ല, പേരിന് അനുഗുണമാകാൻ സ്നേഹ അങ്ങനെയാകട്ടെ. ഞാൻ സ്നേഹം പിതാവിന്റെ പരിപൂർണ്ണതയും വരുന്നിടം വരെ സ്നേഹമാണ് വളർന്നുകൊണ്ടിരിക്കാൻ. നോട്ട് എനഫ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് സ്നേഹത്തെ പരിപൂർണ്ണമാകാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. യോഹന്നാന്റെ ലേഖനത്തിൽ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാനിലെ നമ്മൾ അസാധ്യമാണെന്ന് വെച്ച് ഇങ്ങനെ പോകും. അങ്ങനെ നമുക്ക് ആ വലിയ ബോധ്യം ഉണ്ടാകണം. പറ്റിയല്ല ഒരെണ്ണത്തിനെ നമ്മളെ ഇത് ചെയ്യാൻ നമ്മൾ നമ്മുടെ മനസ്സിന് നമ്മൾ കമാൻഡ് കൊടുക്കത്തില്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനത്തിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് നമ്മുടെ സാധ്യതകൾ കണ്ടെത്തിയിട്ട് അതിന് ആ ഒരു ആന്തരിക കമാൻഡ് കമ്പ്യൂട്ടറിനൊക്കെ കൊടുക്കുന്ന പോലെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മളിൽ ഫാക്കൽറ്റികളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അന്നേരം അതുവരെ അത് പ്രവർത്തിക്കത്തില്ല. ഈശോയോടുകൂടെ പാപത്തോടെ എന്നേക്കും മരിച്ച് ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കാമെന്ന് നമുക്ക് ഭയങ്കര ബോധ്യം ഉണ്ടാകണം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ പറ്റിയല്ലെന്നുള്ള ആ ഒരു വലിയ ഇതിലേക്ക് യോഹന്നാനിൽ പറയുന്ന 1 യോഹന്നാനിൽ പറയുന്നതാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ പറ്റത്തില്ലെന്ന്. നമ്മളൊരു പാപം ചെയ്യാത്ത ഒരു ഡസ് നോട്ട് സിൻ സ്റ്റേറ്റിൽ നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അതിനൊരു ഇത് വേണ്ടേ, ഒരു ഫുൾ സ്റ്റോപ്പ് വേണ്ടേ. അതിനാണ് ഉത്തരവായിട്ട് യോഹന്നാൻ പറയുന്നത്. സ്ഥലമ പറയുന്ന ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ പറ്റിയല്ല. കനോട്ട് സിൻ സ്റ്റേറ്റിലേക്കുള്ള ഒരു ഗ്രോത്ത് അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇടണം. അല്ല നമ്മൾ ഓർക്കുന്ന ഇങ്ങനെ നമ്മുടെ ജീവിതാനുഭവം മറ്റുള്ളവരെ നമ്മൾ ചുറ്റുപാടത്തിൽ നോക്കുന്നവരുടെ ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ
എന്നും ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു അൺഎൻഡിങ് ആണല്ലോ. നമ്മുടെ എക്സ്പീരിയൻസും അതായിരിക്കും നമ്മളോട് പറയുന്നത്. പക്ഷെ അത് നമ്മൾ വിശ്വസിക്കരുത്. നമ്മുടെ അനുഭവത്തെ ഈ കാര്യത്തിലൊന്നും വിശ്വസിക്കുക. അനുഭവമാണ് ഗുരു എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെയാണ്. ഈ കാര്യത്തിൽ നമ്മൾ വചനത്തെ മാത്രമേ വിശ്വസിക്കാവുള്ളേ. അത് ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കാത്തൊരു ആത്മീയതയ്ക്ക് ഭയങ്കര ഒരു എന്നതാ നമ്മൾ ഇടേണ്ട ഒരു ആണിക്കല്ല് പോലെ ഇടേണ്ടതാ. കാരണം നമ്മുടെ അനുഭവത്തെ നമ്മൾ വിശ്വസിക്കരുത്. നമ്മുടെ അനുഭവം ഒരു 70 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും അവൻ്റെ ജീവിതം മുഴുവൻ അവന് ഇങ്ങനെ പാവത്തോട് മരിച്ച് ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കാൻ പറ്റിയല്ല എന്നുള്ള ഒരു അനുഭവത്തിലാണ് കടന്നു പോകുന്നെങ്കിൽ അത് വിശ്വസിക്കരുത്. വചനം പറഞ്ഞിട്ടുണ്ടോ നമ്മൾ വിശ്വസിച്ച് ചിലപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് എഴുന്നേക്കാൻ പറ്റും. ഉദാഹരണം കേട്ടോ. എന്നുകൊണ്ട് നമ്മളായിട്ട് ഇങ്ങനെ അൺഎൻഡിങ് ആയിട്ട് ഇടരുത്. പക്ഷെ നമ്മുടെ അനുഭവത്തെ വിശ്വസിക്കരുത്. നമ്മുടെ അനുഭവത്തെ എത്ര അസാധുവാക്കാനായിട്ട് ദുഷ്ടാരൂപികളോ അല്ലെ നമ്മുടെ മനസ്സിലാക്കലുകളോ ശ്രമിച്ചാലും അതിനെ നമ്മൾ സമ്മതിക്കരുത്. അത് സമ്മതിക്കാതിരിക്കണം ആന്തരികമായിട്ട്. അന്നേരം നമുക്ക് അതല്ല നമ്മുടെ ഫാക്കൽറ്റി. അത് പ്രാർത്ഥനയാക്കണം. പിന്നെ പ്രാർത്ഥനയാണ് ദൈവം കൂടുതൽ കേൾക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നിടത്തെ പ്രാർത്ഥനയാക്കി കഴിയുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ടേ നമ്മളറിയാതെ തന്നെ നമ്മളിൽ ഒത്തിരി ദൈവിക പ്രവൃത്തികളെ തുടങ്ങും. കൃപയുടെ എന്തോ അല്ലെ നമ്മുടെ ഇപ്പം നമ്മളിതൊരു ആദ്യം ഒരു ആഗ്രഹമായിട്ടാണല്ലോ നമ്മളിലേക്ക് വരുന്നതേ. ഈശോയോട് പാവത്തോടെ എന്നേക്കും മരിച്ച് ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്നുള്ളൊരു മനസ്സിലാക്കൽ അല്ല അത് നമ്മുടെ ഒരു ഡിസയർ. ആദ്യം നമുക്കതൊരു ഡിസയർ പോലെ ആയിരിക്കും വരുന്നത്, ഒരു ആഗ്രഹം പോലെ. അതിനെ പ്രാർത്ഥനയാക്കണം. ആ വചനം തന്നെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് അപ്പം ദൈവം കാണുന്നിടത്ത് നമുക്ക് തക്കാലമൊക്കെ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നെങ്കിലും ആഗ്രഹത്തിൽ നമ്മൾ എന്നുകൊണ്ട് നമ്മൾ മിസ്റ്റേക്ക് നിലനിർത്തി പോകാനായിട്ട് നമ്മൾ ഇതായിട്ട് ചെയ്യരുത്. നമ്മളിപ്പോൾ അതൊരു ഗ്രോത്തിലായിരിക്കും അതിന് നമ്മൾ ഇത് വരുന്നതേ. പക്ഷെ അങ്ങനെ അങ്ങ് പോകണം. അങ്ങനെ പോകുമ്പോൾ നമ്മൾ വിജയിക്കും. വചനം വാഗ്ദാനം ചെയ്തിരിക്കുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കണം. കാരണം ഈശോയെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ ഉണ്ടെന്നും ഈശോ കുരിശ് മരിച്ചു രക്ഷിച്ചെന്നും എന്ന് ചുമ്മാ വിശ്വാസം മാത്രമല്ല. ഈശോയെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സമവിട്ട് ഈശോ പറഞ്ഞ വചനങ്ങൾ വിശ്വസിക്കാൻ തന്നെ ഉണ്ട്. അതിനർത്ഥമേ ഇത്രയേ ഉണ്ട്. ഈശോ പറഞ്ഞു അല്ല ഈശോയിൽ നമുക്ക് വിശ്വാസം ഇല്ലല്ലോ. ഈശോ പറഞ്ഞു ഓരോ കാര്യങ്ങളെ അന്നേരം നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നത്. വചനം തന്നെ ഈശോയാണല്ലോ. വചനം മാംസമായല്ലേ. അപ്പം അന്നേരം ആ ഒരു സമവിട്ട് തന്നെ നമ്മൾ ഓരോ വചനം പാലിക്കുമ്പോൾ ഈശോയെ സ്നേഹിക്കുക. നമുക്ക് ആകെ വചനത്തിൽ നിന്നുള്ള ഉറപ്പതാ. നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഇമോഷണൽ ഇത് നമുക്ക് കിട്ടണമെന്നില്ലേ. പക്ഷെ ഈശോ സുവിശേഷത്തിൽ പറഞ്ഞ അല്ലെ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വചനം നമ്മൾ പാലിക്കുമ്പോൾ നമുക്കൊരു സംശയമില്ലാതെ നമ്മൾ വിശ്വസിക്കണം നമ്മൾ ഈശോയെ സ്നേഹിക്കുവാണ്. ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ ഈശോയെ സ്നേഹിക്കുകയാണ്. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശോയെ സ്നേഹിക്കുകയാണ്. ഈശോ ആകുലപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകുലപ്പെടാതിരിക്കുമ്പോൾ ആകുലതകളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഇങ്ങനെ തിര പോലെ ഒരെണ്ണം പോയി കടലിൽ തിര വരുന്നു പറഞ്ഞാൽ ഒരെണ്ണം പോയി പുറകോട്ട് പോയിച്ച് അടുത്ത ഇതാ കയറി വരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അന്നേരം നമ്മൾ ആകുലപ്പെടാതിരിക്കാനുള്ള ഭയങ്കര പ്രാർത്ഥിച്ച് ആകുലപ്പെടരുത്. അന്നേരം ഈശോയെ വിശ്വസിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറ്റും നമുക്ക്. അന്നേരം അങ്ങനെ ഓരോ വചനവും പാലിച്ച് കഴിയുമ്പോഴത്തേനും ആ വചനത്തിൻ്റെ അഭിഷേകങ്ങൾ കിട്ടുമേ. നമ്മൾ മുമ്പേ അതിനകത്ത് ഷെയറിങ്ങിനകത്ത് പറഞ്ഞതുപോലെ നമ്മൾ ഈശോ ഡിസെൻഡിങ് പ്രോസസ്സിൽ ആദിയിലുണ്ടായിരുന്ന വചനം ദൈവമായിരുന്ന വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചതുപോലെ നമുക്കൊരു അസെൻഡിങ് പ്രോസസ്സിൽ മാംസമായിരിക്കുന്ന ആസത്തിൽ നിന്ന് ജനിച്ച മാംസമായിരിക്കുന്ന നമ്മൾ ഇങ്ങനെ വചനം പാലിച്ച് അവസാനം വചനം മാംസമായി ഈശോയെ പോലെ തന്നെയാവും നമ്മൾ. ഒത്തിരി ഒന്നുമില്ല, ഇത്രയും കുഞ്ഞു ബുക്കല്ലേ. അതിനകത്തെല്ലാം അങ്ങനെ കുറേ ഇൻഫോർമേറ്റീവാണ് കുറേ കാര്യങ്ങൾ. നമുക്ക് പാലിക്കാൻ വേണ്ടി അധികം ഇല്ല. അതൊന്നൊക്കെ എഴുതിയെടുത്തേ ഇഷ്ടംപോലെ സമയം ഇനി മിക്കവാറും കിട്ടുമായിരിക്കും. ബ്രദർ പറഞ്ഞില്ലേ ഭൂമിയിൽ സ്നേഹത്തിന്റെ പതിമൂലം അതെ, സ്വർഗം നമുക്കിപ്പം നമ്മൾ ചിന്തിക്കുന്നില്ല മോളെ. നമ്മളിപ്പം പറഞ്ഞും കേട്ടും ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതാണ് സ്വർഗം. നമ്മൾ മരിച്ചതിന് ശേഷം അങ്ങ് വേറെ ഒരിടത്തോട്ട് പോകുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം എടുത്ത് സ്വർഗമൊക്കെ വെളിപാടെടുത്ത് ഇങ്ങോട്ട് വരുമല്ലോ. അപ്പം വാസ്തവം പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിന്റെ വ്യത്യാസമായിട്ടാണ് പൊതുവെ പറയുന്നത്. നമുക്ക് ഇപ്പം പാരഡൈസ് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുന്നു എന്നതിനേക്കാളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അപ്പം നമുക്ക് ശരിക്കും നല്ലപോലെ പ്രാർത്ഥിച്ചൊരുങ്ങി പാവത്തോടങ്ങ് മരിച്ചേ നമ്മുടെ സ്റ്റേറ്റ് വേറെയാണ്.
ദൈവത്തിൽ നിന്ന് ജനിച്ച പാപം ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യനാകുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം അങ്ങ് മാറും അന്നേരത്തേനും. നമ്മളിപ്പം പറയുന്ന പോലെ അല്ല, അന്നേരത്തേനും നമ്മുടെ ബുദ്ധിക്ക് കാഴ്ചയുണ്ടാവും. ഇപ്പം നമുക്ക് പാവം ഉള്ളത് കൊണ്ട് നമ്മുടെ ഇന്റലക്റ്റ് ഒക്കെ ഡാർക്കായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ണും കാണുന്നതുകൊണ്ട് നമ്മൾ വീട്ടിലേക്കൊക്കെ തിരിച്ചു പോകുന്നെന്ന് പറഞ്ഞാലും എല്ലാവരും തരിച്ചു വിട്ട കോഴിയെ പോലെ നമുക്ക് ശരിക്കും നമ്മൾ നല്ലപോലെ നമ്മുടെ ഉള്ളിലേ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ഒരു പിടിയേലും ഉണ്ടോ? ഒന്നുമില്ല. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നുണ്ട് അങ്ങനെ പോകുന്നതെന്നല്ലാതെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നല്ലപോലെ ഒന്ന് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പിടിയില്ല എങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നിൽക്കുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ആണല്ലോ യാത്ര. പുറത്തെ ഇത് ഒരു ഇതല്ലേ, ബോഡി വേണം, ബോഡിയുടെ മൗത്തീകരണം ഉണ്ട്, അതല്ലേ ഞാൻ പറഞ്ഞു. മാംസം എന്നുള്ളൊരു ബോഡി ഒരു അതിൻ്റെ ഒരെണ്ണമുണ്ട്. അപ്പൊ നമുക്ക് ബോഡി ഒരു ഇല്ല, ബോഡി നമുക്ക് സ്നേഹത്താനുള്ള ഉപകരണമല്ലേ. നമുക്ക് അത് നമ്മൾ ജഡികതയ്ക്ക് വേണ്ടി എടുത്തത് കൊണ്ടാണ് അതൊരു ഫ്ലഷ് നമുക്ക് ഇത് മാറിപ്പോയി, അതെ എടുത്തതിൻ്റെ രീതി മാറിപ്പോയി. ഈ ശരീരത്തിൽ പൗലോസ്ലീഹ തന്നെ എഴുതിയിട്ടുണ്ട്, ശരീരം കർത്താവിനുമാണെന്ന്. അത്രയും വലിയൊരു വചനമുണ്ട് ശരീരത്തെക്കുറിച്ച് തന്നെ. ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറയുന്നുണ്ട്. ശരീരം ദൈവത്തിൻ്റെ ആലയം, അങ്ങനെ ഒരു ശരീരമുണ്ട്. വേറൊരു ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജഡിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരമുണ്ട്. അതൊരു കാര്യം മാത്രമല്ല, നമ്മുടെ ബാക്കിയുള്ള മാംസത്തിൽ നമ്മൾ സന്തോഷിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആസക്തികൾ, ഭക്ഷണാസക്തി, എല്ലാം അങ്ങനത്തെ എല്ലാ ആസക്തികളും. അപ്പം അങ്ങനെ പോയാൽ അതാ പൗലോസ്ലീഹ പറഞ്ഞ ശരീരത്തിൽ വിതയ്ക്കുന്നവന് ശരീരത്തിൽ നിന്ന് മരണം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവന് ആത്മാവിൽ നിന്ന്. നമ്മളിൽ തന്നെ ഒരു ആത്മാവിൻ്റെ സ്റ്റേറ്റ് കൂടെ ഉണ്ട്. ആത്മീയ മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാം, ജഡത്തിൻ്റെ മനുഷ്യനായിട്ട് ജീവിക്കാം. അത് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്യുന്ന എവിടെ ഇരിക്കും എന്നുള്ളതാണ്. മനസ്സ് ആത്മാവിൻ്റെ കാര്യത്തിൽ സെറ്റ് ചെയ്ത ആത്മാവിൽ നിന്ന് ജീവനും സമാധാനം നമ്മൾ കൊയ്യും. ശരീരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് മനുഷ്യൻ നീ മണ്ണാവുന്നു എന്ന് പറഞ്ഞാൽ ഈ ശരീരം അങ്ങനെ എടുത്താക്കട്ടോ. അല്ലാതെ ഈശോ ഉദ്ദേശിച്ചനുസരിച്ച് എടുത്താൽ ഇത് മഹത്വീകരിക്കപ്പെടുമല്ലേ. അതിൻ്റെ ഓരോന്നും പിന്നെ മഹത്വീകരിക്കപ്പെട്ടവർ വിശുദ്ധരുടെ തന്നെ എടുത്ത് നോക്കി. ഏറ്റവും ഉറപ്പുള്ളത് അവരുടെ ശവകുടീരവും അതിനകത്തെ ഇതുമല്ല. അൽഫോൻസാമ്മയുടെ ഒക്കെ ശവകുടീരത്തിൽ പിള്ളേരെല്ലാം കൊണ്ട് കിടത്തുമല്ലേ. അങ്ങനെ സെയിൻസിൻ്റെ എല്ലാ ശവകുടീരങ്ങൾ ഏറ്റവും ഉറപ്പുള്ള സ്ഥലങ്ങൾ ഏറ്റവും വൃത്തിയുള്ള സ്ഥലങ്ങളായി മാറുമല്ലേ. അല്ലെ ഏറ്റവും ആത്മീയതയുള്ള സ്ഥലങ്ങൾ ഏറ്റവും വെളിച്ചമുള്ള സ്ഥലങ്ങളായിട്ട് മാറുമല്ലേ. അല്ലാത്തെല്ലാം നമുക്കൊരു ഭയവും ഇതുമല്ലേ. അങ്ങനെ വ്യത്യാസം വരും നമ്മുടെ ശരീരത്തിന് തന്നെ. എന്നാൽ ഈ സ്ഥലത്തു നിന്നുള്ള മാറിപ്പോക്കാകണമെന്നില്ല. ഇത് ഇവിടെ തന്നെ സ്നേഹത്തിൻ്റെ ഇതുണ്ടായി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവരാജ്യം സ്ഥാപിതമാവുകയെ. അന്നേരം നമ്മൾ പിന്നെ സ്നേഹിക്കുക. ദൈവം സ്നേഹമാണെന്ന് പറയുമ്പം, സ്നേഹിക്കുക എന്ന് പറയുമ്പം ദൈവിക്കുക എന്നും പറയാം നമുക്ക്. ആ ഒരു സമൂഹത്തെ നമ്മൾ പിന്നെ ആ ഒരു ഹൈറ്റിലേക്ക് നമ്മൾ ഉയരുവാണേ. അന്നേരം പിന്നെ സ്നേഹത്തിൻ്റെ സ്നേഹമാവുക നമ്മൾ. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന ഈ ജഡത്തിന്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണോ? റെസ്പോൺസിബിലിറ്റി ഒരെണ്ണം ഉണ്ടല്ലോ. നമ്മളൊരു രാജ്യത്തിന്റെ പൗരനായിട്ട് ജീവിക്കുമ്പോൾ ആ രാജ്യത്തോട് നമ്മൾ പുലർത്തേണ്ട അങ്ങനത്തെ ഒരു കടമയുണ്ടല്ലോ. നമ്മൾ കുറച്ച് ചിലപ്പം ശരിയല്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എതിർക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഈ ജഡത്തിന്റെ മോഹങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണോ, അതോ is it right to raise voice against that? നമ്മളൊരു അത് നമ്മൾ പഠിക്കണം. ഏതാ വേണ്ടതുണ്ടായിരിക്കാം, വേണ്ടാത്തതുണ്ടായിരിക്കുവേ. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് റീസണെങ്കിൽ അത് തെറ്റാണല്ലോ. ഇഷ്ടപ്പെടാനല്ല, വസ്തുനിഷ്ഠമായിട്ടുള്ള ചില ട്രൂത്തുകളുണ്ടല്ലോ, അതിനുവേണ്ടി നമ്മളോട് ദൈവത്തോട് ചോദിക്കണം. അത് ചിലപ്പോൾ പ്രാർത്ഥന വഴിയാകാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മളിപ്പം പറയുന്ന വാക്ക്, ഇപ്പം നമ്മൾ ഉദാഹരണം പറയും, ഈശോ ദേവാലയത്തിൽ കയറി അല്ലേ ആദ്യം ഇത് ചെയ്തെന്ന്. പക്ഷെ നമ്മൾ അന്നേരം നമ്മൾ ഒരിടത്ത് മാത്രമേ ശരിയായിട്ടുള്ളൂ. അവിടെ ഇത് കണ്ടു അല്ലേ, അപ്പുറത്ത് ദേവാലയത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഈശോ ആയിട്ടില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുണ്ട് അല്ലേ. ദേവാലയത്തിൽ പ്രശ്നം കണ്ടു, അല്ലെ സമൂഹത്തിൽ ഇത് കണ്ടു, പക്ഷെ നമ്മൾ ഈശോ ആകുന്നില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നം നമ്മളിൽ കാണുവേ. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്നേഹമാണ്. അത് വലിയ ഈശോയുടെ സുവിശേഷത്തിലൊക്കെ പറയുന്നില്ലേ, നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടെടുത്ത് വ്യാഖ്യാനിക്കേണ്ടതല്ലേ. അത് വലിയ വചനം പൂർത്തിയാക്കാനും ദൈവം വലിയ അതിന് പുറകിലൊക്കെ വലിയ മിസ്റ്റിക്കൽ എലമെന്റുകളുണ്ട്. അപ്പൊ അതൊത്തിരി ധ്യാനിക്കേണ്ട. നമ്മളിപ്പം പെട്ടെന്ന് പ്രസംഗിച്ച് അങ്ങ് കടന്ന് ചിന്തിച്ച് പോകേണ്ടതല്ലാതെ അത് ഭയങ്കര ധ്യാന ഉള്ള ഒത്തിരി കാര്യങ്ങൾ അതിന്റെ പുറകിൽ യോന നമ്മൾ അതിനകത്ത് പറഞ്ഞില്ലേ, അതേ ചുരുക്കി കൊണ്ടുവന്നായത്.
അപ്പോൾ ആ സത്തയ്ക്കകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ സത്തയുടെ അതിന് അത്രയും പവറുണ്ട് അതിന്, അല്ലെങ്കിൽ അതിന്റെ പുറകിൽ അത്രയും കാര്യങ്ങളെ ദൈവം ഇങ്ങനെ എന്നാ പറയുന്നത് എസൻസ് ആക്കിയിട്ടുണ്ട്. അപ്പം അതിനൊത്തിരി കാര്യങ്ങൾ ഉണ്ട്. ഈ പറയുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് നമുക്ക് സ്നേഹത്തിന്റെ ടേംസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പം അപ്പം നമ്മൾ ആ പ്രതികരിക്കുന്നതൊക്കെ സ്നേഹത്തിന്റെ അത് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അതിനവിടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുമോ, നമുക്കല്ലാതെ പ്രാർത്ഥിച്ച് തന്നെ അത് മാറ്റാൻ പറ്റുമോ? ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ഉച്ചത്തരസ്യമൊക്കെ നടത്തിയത് പ്രാർത്ഥന വഴിയാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഇത് ചെയ്യും. പക്ഷെ നമ്മൾ എന്തേരെ ആലോചിച്ചാലും കുറേ പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ നിലനിൽക്കും. ആ പ്രശ്നങ്ങൾ വഴിയാണ് നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയും ഉപവിയും ഒക്കെ ദൈവം നിലനിർത്തി പോരുന്നതേ. അപ്പം നമ്മൾ പറയുന്നത് പോലെ എത്ര കാലങ്ങൾ എടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ സങ്കല്പിക്കുന്ന ഒരു ഐഡിയൽ വേൾഡ് ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾക്ക് ഐഡിയലാണ്, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തി എടുത്താം. അത് നമുക്ക് ഇതായിട്ടാണ് തന്നിരിക്കുന്നത് സമൂഹം. പക്ഷേ നമുക്ക് വേറെ ഒത്തിരി പേരല്ലേ കിടക്കുന്നത്. അപ്പോൾ അത് പല രീതിയിലുള്ളത് ഇങ്ങനെ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ വേണമല്ലോ നമുക്ക് ഈ ദൈവിക പുണ്യങ്ങളെയൊക്കെ ദൈവത്തിന് നമുക്കുള്ള ഉണ്ടാകേണ്ടത്. ഇപ്പം എല്ലാം നല്ലപോലെ പോവുകയാണെങ്കിൽ ആർക്കും സഭയെ വിശ്വസിക്കാമല്ലോ. ഇപ്പം നമ്മൾ സഭയെ വിശ്വസിക്കുമ്പോഴാണ് ആ വിശ്വാസത്തിനൊരിതേ. സഭ എപ്പോഴും അങ്ങനെയാണ്. സഭയുടെ ആദ്യ കാലം തൊട്ട് ഹിസ്റ്ററി എടുത്ത് പഠിച്ചാൽ ഇപ്പം വലിയ പ്രശ്നമില്ലാത്തൊരു കാലമാണ്. ഇരുണ്ട യുഗങ്ങളൊക്കെ ഇതിലും പ്രശ്നമുള്ളതാണ്. അപ്പം അത് സഭ എന്നും ശരിക്കും അത് കുറേ പേര് അത് നമുക്ക് ആവശ്യമായിരിക്കുമേ. ഇങ്ങനെയുള്ളപ്പോഴും ഈ സഭയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതാ സെൻറ്റ് ഫ്രാൻസിസ് ഒക്കെ മധ്യയുഗത്തിലാണ് ഇരുണ്ട യുഗം എന്ന് വിളിക്കുന്നത്. അതിന് ശേഷം വന്ന് ഫ്രാൻസിസ് പുണ്യാളുടെ ജീവിതം വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഫ്രാൻസിസ് ചെയ്ത മാനസാന്തര പ്രവൃത്തികളെയൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഫ്രാൻസിസിൻ്റെ ആദ്യത്തെ ഒരു മാനസാന്തര പ്രക്രിയ എന്ന് പറഞ്ഞ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗിയെ പോയി അതറിയാമല്ലോ എംബ്രൈസ് ചെയ്തപ്പം എംബ്രൈസ് ചെയ്ത കുഷ്ഠരോഗി ഈശോയായിട്ട് മാറുകയത്. അത് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ അത് അങ്ങനെയാണെന്ന് പറഞ്ഞാലും അത് വലിയൊരു ടീച്ചിങ് ആണെന്നാണ് പറയുന്നത്. സഭ ഒരു കുഷ്ഠരോഗി പോലെ ശരീരത്തിന് ജീർണതയേറ്റ സഭയാണ്. എപ്പോഴും മാംസത്തിന് പഴുപ്പും മണവും മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയെല്ലാം ഉണ്ട് ആ സഭയെ. പക്ഷേ ഇതിൻ്റെ സ്കെൽട്ടനും വചനം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ അസ്ഥികൾ ഒന്നുപോലും തകർക്കപ്പെടുകയല്ലെന്നില്ലേ. അത് ഈശോയെക്കുറിച്ച് മാത്രമുള്ള പ്രവചനമല്ല, അത് ഈശോയുടെ മൗതിക ശരീരമായ സഭയെക്കുറിച്ചുള്ള പ്രവചനമാണ്. അപ്പം ഈ കുഷ്ഠരോഗിയുടെ ബാക്കിയുള്ള പ്രശ്നം ആന്തരിക അവയവങ്ങൾക്കോ ബാക്കിയൊന്നും പ്രശ്നമില്ല. അതൊരു സഭയുടെ മോഡലാണ്. ആ സഭ ജീർണിച്ചിരിക്കുകയാണെങ്കിലും അതിനെ പോയി കെട്ടിപ്പിടിച്ചോണമെന്നുള്ളതിൻ്റെ ഫ്രാൻസിസ് അങ്ങനെയാണ് ചെയ്തത്. അതിനെ എംബ്രേസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് ക്രിസ്തുവായിട്ട് അങ്ങനെ രൂപാന്തരപ്പെടും. അതിപ്പോൾ നമ്മൾ കാണുന്ന സഭയിൽ നമ്മൾ അങ്ങനെ പോയി അത് ആയിരിക്കുന്ന അതിൻ്റെ എല്ലാ പരിമിതികളും നമ്മൾ കേട്ടും പറഞ്ഞും അറിഞ്ഞും ഒക്കെയുള്ള പരിമിതികളോടുകൂടെ നമ്മൾ എംബ്രേസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ ആ സഭയെ നമ്മളത് അന്നേരമല്ല സ്നേഹിക്കേണ്ടത്. ഇപ്പം നമ്മുടെ ആർക്കെങ്കിലും പ്രിയപ്പെട്ടവർക്ക് ഇപ്പം നമ്മളങ്ങനെ ആൾക്കാർ ചെയ്യുന്നതാണ്. ഒരിക്കലും എന്തെങ്കിലും രോഗവും ഔഷധമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കൊണ്ടേ അല്ല അവരെ ഇത് ചികിത്സിക്കുകയൊക്കെ അല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ അവരെ കൊണ്ട് എവിടെയെങ്കിലും കൊള്ളിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കത്തില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ നമുക്കിങ്ങനെ വരുമ്പോഴേ നമുക്ക് ഓരോന്നും അതിപ്പോൾ നമ്മുടെ ബോഡി തന്നെ എടുത്താൽ മതി. ഞാൻ പറയുന്ന ഒരു എക്സാമ്പിളേ, നമ്മളിപ്പോൾ ഒരാളുടെ ഇത് ആണിൻ്റെ ആണേലും ആൺകൊച്ചുങ്ങളാണേലും പെൺകൊച്ചുങ്ങളാണേലും നമ്മൾ ആസ്വദിച്ച് നോക്കുമ്പോഴല്ലേ നമുക്കൊരു ബ്യൂട്ടി. നമ്മൾ ഡീപ്പായിട്ട് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ എന്തെല്ലാം ഉണ്ട് അല്ലേ. നമ്മളിൽ ഇതുണ്ട്, നമ്മളിൽ വേസ്റ്റ് ഉണ്ട്, യൂറിനുണ്ട്, കഫമുണ്ട്, അങ്ങനെ എല്ലാം ഇല്ലേ. പക്ഷേ നമ്മൾ ആരെയും നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി ഇതെല്ലാം ആണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലല്ലോ ഒരു പെങ്കൊച്ചിൻ്റെ ഒരു അല്ലേ നോക്കുന്ന ആ ഒരു ബ്യൂട്ടി ഒരു ടോട്ടാലിറ്റിയിലല്ല നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞൊരു സഭ അങ്ങനെ സൂക്ഷിച്ചിങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ജീവിക്കുന്നതിൻ്റെ ഒരു അടയാളം അതിന് വേസ്റ്റ് കാണും, കുറേ കഫം കാണും, കുറേ യൂറിൻ കാണും, അങ്ങനെ. പക്ഷെ അതൊരു ലീവിങ്ങിൻ്റെയും കൂടെ ഒരു എക്സാമ്പിൾ അല്ലേ. അപ്പം അതിനെ അങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളൂ. അത് നമ്മളിപ്പോൾ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലുവേ എനിക്ക് ഈ ചന്ദ്രനെ കുറിച്ചുള്ളൊരു നല്ല ഉദാഹരണമുണ്ട് സഭയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനേ. ഈ ചന്ദ്രനെ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല സ്മാർട്ടാണ്. പക്ഷെ ചന്ദ്രനെ നമ്മൾ അടുത്ത് ചെന്ന് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് ഗർത്തങ്ങളാണ് വലിയ. അതിന് നല്ലപോലെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെറുക്കാനേ തോന്നത്തുള്ളൂ, ഒരു ഇതുമില്ല. പക്ഷേ നമ്മൾ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ബൈബിള് ചന്ദ്രനെയാണ് ഈശോ ദൈവം നിയമിച്ചിരിക്കുന്നത് ഈ ഋതുഭേദങ്ങളെ നിയന്ത്രിക്കാൻ. ശരിയല്ലേ? നമ്മുടെ മനുഷ്യൻ്റെ, മൃഗങ്ങളുടെ, വൃക്ഷങ്ങളുടെ എല്ലാം നമ്മുടെ ഈ ജീവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചക്രങ്ങളും ഈ ചന്ദ്രൻ്റെ ഇതുമായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ കാലാവസ്ഥകൾ അതും എന്നതാ ഭൂമി പറയുക അത് ചന്ദ്രൻ ഭയങ്കര വികൃതമാണ്, അതുകൊണ്ട് എന്നെ നിയന്ത്രിക്കാനൊന്നും പോകണ്ടേ, എൻ്റെ ഋതുഭേദങ്ങളെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ
നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനത്തെ ഒത്തിരി എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ടും കൂടെ നമുക്ക് സഭയെ നല്ലപോലെ സഭയെ അങ്ങ് എംബ്രേസ് ചെയ്യണം. അതിനെ ഒരു ജോൺ പോൾ മാർപ്പാപ്പ പറയുന്ന നല്ലൊരു വാക്കുണ്ട്. അത് എന്നെ ഭയങ്കരമായിട്ട് വാദിച്ച് നിൽക്കുന്ന ഒരു വാക്കാണ്. സഭയെ കൂസലില്ലാതെ സ്നേഹിക്കുകയാണ്. കൂസലില്ലാതെ. അപ്പം നമുക്കന്ന് മാർപ്പാപ്പ പറഞ്ഞ കാലത്ത് നമുക്ക് അത്തരം പ്രശ്നമില്ലാത്ത, ഇപ്പം നമുക്ക് നോക്കുമ്പം സഭയെ ശരിക്കും നമുക്ക് കൂസലില്ലാതെ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഇത് കിട്ടുന്നുണ്ടല്ലോ. ഒരു വലിയ കൂസലില്ലായ്മ വേണം സ്നേഹിക്കാൻ. എന്നാലും അങ്ങനെ അങ്ങ് സ്നേഹിക്കണം. എല്ലാവരും കൂടെ ഈ സഭ ഭൂമിയിൽ ഒരിക്കലും ശാന്തമായിട്ട് നിൽക്കരുതെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ഭൂമിയിലെ മനുഷ്യൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഈ കരോട്ടക്കാരൊക്കെ ചെയ്യുന്നത് പോലെ ഇടിച്ചും പെറുക്കിയൊക്കെ സഭ എപ്പോഴും ഉയർത്തി നിർത്തിയിരിക്കുക ഭൂമി. എന്തോ ഏറിൽ നിർത്തിയിരിക്കുക. സഭ അങ്ങനെയാ നിൽക്കണ്ടേ. അല്ലാതെ ഭൂമി നിന്ന് കഴിഞ്ഞാൽ പന്തികേടാ. അങ്ങനെ അത് ആദ്യകാലം തൊട്ടേ അതെ. അതുകൊണ്ട് ഇതിന് ഈ കരോട്ടക്കാരൊക്കെ പറയുന്ന പോലെ ഇതിന് പലപ്പോഴും സ്റ്റെപ്പ് എടുക്കാനും പറ്റുന്നില്ലേ ഈ എതിർപ്പിനെതിരെ. ഈ കരോട്ടക്കാർ ഇങ്ങനെ പറയാറുണ്ടേ, അത് അവര് നല്ല കരോട്ട മാസ്റ്ററൊക്കെയാണ്. അപ്പം വേറൊരുത്തന് അവൾ സംഭവിച്ചതാ നമ്മുടെ നാട്ടിലെ. വേറൊരുത്തന് കരാട്ട ഒന്നും അറിയത്തില്ലാത്ത അവൻ വന്ന് ഇവൻ ഭയങ്കര ഇതായിട്ട് വന്നു. എന്നിട്ട് മറ്റവന് ഇവനെ ഇത് കൂട്ട് റബ്ബർ കത്തി വെച്ച് കുത്തി അവൻ പിന്നെ മരിച്ചുപോയി. പക്ഷെ ആശുപത്രി കിടന്ന സമയത്തെങ്ങാണ്ട് ഇവന്റെ കൂട്ടുകാർ ചോദിച്ചേടാ, നീ ഭയങ്കര കരോട്ട മാസ്റ്ററൊക്കെ ആണല്ലോ, നിനക്ക് ഇങ്ങനെ അവനെ കുത്തുമടിക്കാൻ രക്ഷപ്പെടാൻ പറ്റിയല്ലായിരുന്നു എന്ന്. എന്നാൽ ഇവൻ പറഞ്ഞൊന്നും ജലത്ത് നിർത്തിയിട്ട് വേണ്ടെന്ന് സഭയ്ക്കു നിലനിർത്തിയിട്ട് വേണ്ട നമുക്കൊരു സ്റ്റെപ്പ് ഒന്ന് പറയാം. ഇങ്ങനത്തെ ശബ്ദങ്ങൾ കൊണ്ടും ഡയലോഗുകൾ കൊണ്ടും ആർക്കും നിൽക്കാൻ പറ്റില്ല. ഇല്ല, ഇതിനുള്ള ഉത്തരവ്. അതെ അതെ അതെ. അല്ല, പുറത്തുനിന്ന് സഭയ്ക്കൊന്നും അന്നും എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സഭയ്ക്കകത്ത് തന്നെ ഈ സമയങ്ങളിൽ മാർപ്പാപ്പ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെറ്റ്, അല്ലെങ്കിൽ മാർപ്പാപ്പ ചെയ്യുന്ന തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു സെറ്റുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഓരോ ദുഷ്ടാരൂപിയുടെ ഓരോരോ കെണി മാർഗങ്ങളായിരിക്കുവേ. നമ്മൾ അതിലേക്കൊന്നും പോകാതെ സഭയിലേ നമുക്കങ്ങ് സ്ട്രോങ് ആയിട്ട് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഒത്തിരി നമ്മളങ്ങനെ ഫോളോ ചെയ്യാതിരിക്കുക. നമ്മൾ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നരക കവാടങ്ങളിൽ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയല്ലെന്ന്. ഇവർ ശ്രമിക്കുകയല്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷെ പ്രബലപ്പെടത്തില്ല. അത് ഈ 2000 വർഷമായിട്ടും ഈ സഭ ഇങ്ങനെ ഒരു ഇതുമില്ലല്ലോ. ഇതിങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിപാലനയിൽ ഇതങ്ങ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിൻ്റെ കോഴ്സ് പൂർത്തിയാകുന്നത് വരെ. പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ വാർത്തയും ഇതും സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേനും അതിനകത്ത് ഇങ്ങനത്തെ അതും ഇതെല്ലാം കേൾക്കുന്നത് കൊണ്ട് നമ്മളത് വിശ്വസിക്കരുത്. പക്ഷെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം സഭയിൽ അത് എന്നുവരെ ചുക്കും അവളുടെ ഈശ്വര ഭൗതിക ശരീരമാണല്ലോ. ഭൗതിക ശരീരം അതിൻ്റെ ചുക്കും ചുളുവെല്ലാം നീക്കി അവളെ സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുക ഈ സമയം. നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുമ്പോഴാണ് ഇത് എന്നതാ നമുക്ക് ഭയങ്കര ചുക്കും ചുളുവാന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ വചനമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാ വചനത്തിലോട്ട് തന്നെ നമ്മൾ നോക്കേണ്ടത്. അന്നേരം ചുക്കും ചുളുവെല്ലാം മാറ്റി അവസാനം ഇത് നല്ല ഇതായിട്ട് വരുവേ, ബ്രൈഡായിട്ട് വരും. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് വചനം അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ ഇതായിരിക്കും. അത് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെയാണ് വിശ്വസിക്കേണ്ടത്. സഭയിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്, അല്ല നമ്മൾ കാണുന്നതല്ല. കണ്ടത് വിശ്വാസമല്ലല്ലോ. ആ വിശ്വാസ പ്രമാണത്തിൽ തന്നെ അതല്ലേ പറഞ്ഞിരിക്കുന്നു. ചിലയിടത്തൊക്കെ പോയി കഴിയുമ്പോൾ ചുറ്റും നിന്നുള്ള ആക്രമണം. അതിപ്പം സഭയെ വിശ്വസിക്കുന്നവരും എല്ലാ പല ഗ്രൂപ്പുകളുണ്ട്. അത് ജോബിനൊക്കെ സംഭവിച്ച പോലെ ജോബിന് ഈ സഭയുടെ ഒരു മോഡലായിരിക്കുവേ. ഈ പഴയ നിയമത്തിലെ ഓരോ കാര്യങ്ങളും സഭയുടെ ഒരു നിഴലാന്നാ പറയുന്നത്, സഭയുടെ ഈശോയുടെയും കൂടെ. ഇപ്പം ജോബ് പീഡിപ്പിക്കപ്പെടുന്ന നീതിമാനായ മനുഷ്യനാണല്ലോ പീഡിപ്പിക്കപ്പെടുന്നത്. ജോബിന് ത്വക്കിനാണ് രോഗം പിടിച്ചതേ ആണല്ലോ. അപ്പോൾ അത് 3 കൂട്ടുകാർ വന്ന് ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യുമല്ലേ, ജോബ് തെറ്റാ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ വരികയല്ലായിരുന്നു. അത് സയൻസും ലിറ്ററേച്ചറും ഫിലോസഫിയും അങ്ങനെയുള്ളതെല്ലാം അങ്ങനെ അതിൻ്റെ ഒരു 3 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ കാണുകയും അവരെപ്പോഴും ഇങ്ങനെ വന്ന്
ഈ രോഗം പിടിച്ച നമ്മൾ നോക്കുമ്പോൾ സഭ രോഗാതുരതയാണ്. അപ്പോൾ അവക്കുണ്ടായ നഷ്ടങ്ങൾ, മക്കൾ നഷ്ടപ്പെടുന്നു, അങ്ങനെ എല്ലാം നോക്കി ഇങ്ങനെ അത് നല്ലപോലെ ഞാൻ എവിടെ ധ്യാനിച്ച് കുറിച്ച് വെച്ചിട്ടുണ്ടേ. അങ്ങനെ എപ്പോഴും നമ്മളെ ഇങ്ങനെ എന്നാ ഇട്ട് പല രീതിയിൽ നമ്മളെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. ഈ 3 സഹോദരങ്ങൾ യോബിന്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞത് കേട്ട ബൈബിളില് ദൈവം പറയുന്ന പോലത്തെ സെന്റൻസ് ഈ 3 നല്ലപോലെ എടുത്ത് വായിച്ചു നോക്കി. അവർ 3 പേരും കൂടെ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ദൈവവചനം പോലത്തെ സെന്റൻസാണ്. അവസാനം ദൈവം പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് എൻ്റെ ജോബിനെ കുറിച്ച് ശരിയായല്ല, അവർ പറഞ്ഞെല്ലാം തെറ്റാന്നാ ദൈവം പറഞ്ഞു. എന്നിട്ട് ജോബ് ഇവരോട് പറഞ്ഞു, ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അന്നേരം നിങ്ങളോട് ക്ഷമിക്കപ്പെടുമെന്നാണ് പറഞ്ഞു. എന്നിട്ട് ജോബ് പ്രാർത്ഥിച്ചു, ജോബിന് ഭയങ്കര പിന്നെ എല്ലാം തിരിച്ചു വരുമല്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സമയം വരും. ഇതിപ്പോൾ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാരെ, ലിറ്ററേച്ചറുകാരും ഫിലോസഫിയും വേറെ അങ്ങനത്തെ ഇതെല്ലാം ഇങ്ങനെ സയൻസും തെറ്റാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ അതിൻ്റെ മധ്യത്തിലാണ് നിൽക്കേണ്ടത്, സ്ട്രോങ് ആയിട്ട്. നമുക്കൊരു ഭയങ്കര ഇതുണ്ടായിരിക്കണേ, പ്രത്യാശ ഉണ്ടായിരിക്കണേ. അത് ഈശോയുടെ ഈ കുരിശുമരണത്തിനകത്തൊക്കെ അത് നമ്മൾ കാണുന്നത് അതാണ്. ഇത് ബാക്കി എല്ലാവരും പോയത് ഇതെങ്ങനെ കലാശിക്കും എന്നറിയാൻ വേണ്ടിയാണ്. പക്ഷെ മാതാവ് മാത്രം ഇതെങ്ങനെ കലാശിക്കും എന്നല്ല മാതാവിൻ്റെ ഉള്ളിലെ. മാതാവിനറിയാം ഇത് നല്ലതുപോലെ കാര്യങ്ങൾ ഭയങ്കര രക്ഷയാണ് സംഭവിക്കുന്നത്. അങ്ങനെ അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പം ഈ സഭയുടെ ഇങ്ങനത്തെ പീഡാനുഭവ യാത്രകൾ, അപമാനത്തിൻ്റെ യാത്രകൾ, നിസ്സഹായതയുടെ യാത്രകൾ, അങ്ങനെയുള്ള യാത്രകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഓർക്കും ഇത് ഭയങ്കര എങ്ങനെ കലാശിക്കുമെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നു നമ്മൾ. ഇത് ഭയങ്കര എല്ലാം പൂർത്തിയാക്കിയ സഭയാണ് വെളിപാട് അവതരിപ്പിക്കുന്നത്. മഹത്വപൂർണ്ണയായിട്ട് സഭ അവസാനം സൂര്യനെ ഉടുത്ത് ചന്ദ്രനെ പാദപീഠമാക്കി നക്ഷത്രങ്ങളെ കിരീടമാക്കി നിൽക്കുന്ന വെളിപാടിലെ ഇതില്ലേ, അത് സഭയെ മാതാവിനെ കുറിച്ചാണ്. അത് അതിനേക്കാളും കൂടുതൽ സഭയെക്കുറിച്ചാണ് പറയുന്നത്. അത്രയും ഒരു കോസ്മിക് ഗ്ലോറിയിലേക്ക് സഭ വരും. നമുക്കൊരു രസമല്ലേ ഇങ്ങനെ ഒരു നല്ല എൻ്റെ ഉണ്ടെങ്കിലേ, നമുക്ക് നല്ല റിസൾട്ട് ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള സഹനങ്ങൾക്ക് നമുക്കൊരു രസമാണ്. എന്ന് പറഞ്ഞാൽ അവസാനം ഒരു ഇതാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന എല്ലാ മഹത്വങ്ങളും ഒരു ഇതല്ലേ. പക്ഷേ അവസാനം വിജയം എന്ന് പറഞ്ഞാൽ ഇവർ പരിഹസിക്കുന്ന എല്ലാ അവസാനം ഇത് ഭയങ്കര അത് വലിയ ഇവരുടെയൊക്കെ എടുത്ത് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കേ. ആർക്കെങ്കിലും ഹിസ്റ്ററി വേണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ നടന്നെല്ലാം ശരിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്റ്ററി അല്ലാതെ ഈ സഹിച്ചു പോയതിൻ്റെ ആണല്ലോ വലിയ ഹിസ്റ്ററികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അത് വിൻസെന്റ് ചർച്ചിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇതേ, വിജയം ഉറപ്പല്ലാത്തവൻ്റെ ഇടയ്ക്കുള്ള ആഘോഷങ്ങൾക്ക് അർത്ഥമില്ല അല്ലേ. ഇപ്പൊ ഇടയ്ക്ക് സ്ഥാനാർത്ഥികൾക്കൊക്കെ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് ഭയങ്കര സ്വീകരണവും വെടിക്കൂട്ടും എല്ലാം കൂടെ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്. അത് അവർക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം റിസൾട്ട് അറിയുന്നിടം വരെ. പക്ഷെ നമുക്ക് വിജയം ഉറപ്പായവൻ്റെ ഇടയ്ക്കുള്ള പരാജയങ്ങളും അപമാനങ്ങളും അങ്ങനെ ഒന്നും അല്ലെന്നേ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വിജയം ഉറപ്പാണ് സഭയുടെ. അത് എങ്ങനെ കലാശിക്കും എന്നുള്ളൊരു പോക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസ തലത്തിൽ പോകരുത്. അതിന് വിജയം ഉറപ്പാണ്. അതിന് ഈശോയുടെ ഭയങ്കര ആ കുരിശയാത്രയൊക്കെ ഈശോ അതൊരു വിക്ടറിയാണ്. കുരിശി കിടന്നെന്ന് പറഞ്ഞുണ്ടാവും ഒരു സ്ത്രീ പറയുന്നത്. അവിടെ കുരിശി കിടന്ന് ഭയങ്കര എല്ലാവരും കൂടെ എന്നെ പിടിച്ചു കെട്ടി ഞാൻ ആകെ പെട്ടുപോയെന്നുള്ള അവസ്ഥയിലല്ല ഈശോ കുരിശി കിടക്കുന്നു. അവിടെ മരണത്തിന്റെ മേൽ വിക്ടറി ആഘോഷിച്ചെന്ന്, സെലിബ്രേറ്റഡ് വിക്ടറി എന്ന് എഴുതിയിരിക്കുന്നു കുരിശി കിടന്ന്. അങ്ങനെ വരണം. നമ്മൾ ഈ ഇതിനകത്തെല്ലാം ഇങ്ങനെ കിടക്കുമ്പോഴും നമുക്ക് ഒരു വിക്ടറി സെലിബ്രേഷനും കൂടെയാണ് ഇത്. ഉറപ്പുള്ളതിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു സഹനത്തിൻ്റെ അവസാനത്തെ പറ്റി കൃത്യമായിട്ട് വിഷയം ഉള്ളതുകൊണ്ടല്ലേ. നമുക്ക് സഭയ്ക്കും അങ്ങനെയുണ്ട്. എങ്ങനെ കലാശിക്കുന്നുള്ള അവസ്ഥയല്ല വെളിപാടിൽ അതാ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം പൂർത്തിയായെന്നല്ല പറഞ്ഞിരിക്കുന്നത്. വെളിപാടിൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ വെളിപാട് നല്ലോണം എടുത്ത് വായിച്ചു നോക്കി, എല്ലാം പൂർത്തിയായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമയത്തിൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ കടന്നു പോകുന്നതേ ഉള്ളൂ. നമുക്ക് വാക്കുകൊണ്ട് ഇപ്പം അതിനെ പറയാൻ പറ്റത്തില്ല. സഭ ഈശോയുടെ മണവാട്ടിയായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടു, മഹത്വപ്പെട്ടു. ഓൾറെഡി സഭ 3 വിജയസഭ, സഹനസഭ, സമരസഭ. നമ്മൾ സമരസഭയിലല്ലേ. വിജയസഭ ഉറപ്പായിട്ട് സ്വർഗത്തിലായി കഴിഞ്ഞു. സഹനസഭയിലുള്ളവർ ഉറപ്പായിട്ട് സ്വർഗത്തിൽ പോകും, ഇപ്പൊ സഹനത്തിലാവുന്നുള്ളൂ. സമരസഭയിലുള്ളവരുടെ അവസ്ഥ മാത്രം ഇച്ചിരി അത് വിശ്വസിച്ച് അത് നമ്മളെ എടുക്കണം. കാരണം നമ്മുടെ വിശയുടെ ഭൗതിക ശരീരമായതുകൊണ്ട് ചിലപ്പം ഈ പഴുപ്പൊക്കെ വന്ന് നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ പോലെ ചിലപ്പം പഴുപ്പ് വരില്ല ശരീരത്തിൽ. പഴുപ്പൊന്നും നമ്മൾ പോകാതെ നമ്മൾ നോക്കണം പഴുപ്പായിട്ട്. അങ്ങനെ ഒരെണ്ണമുണ്ട്. അങ്ങനെ പോവാം. ശരീരം പോകത്തില്ല. അതിന് കുഷ്ഠം പിടിച്ചാലും
കൊള്ളാം. സൂക്ഷിച്ചാ കൊള്ളാം. ഏതാ സൂക്ഷിച്ചാ കൊള്ളാം. അത് കൊള്ളാം. അത് നമ്മുടെ ഫെയ്ത്ത് നമ്മൾ നോക്കണേ. അല്ല നമുക്ക് അവസാനം നമ്മൾ ചുമ്മാ ഒരു ഫൈറ്റ് ചെയ്യാത്തൊരു വിജയമല്ലല്ലോ നമുക്ക് വേണ്ടത്. ഫൈറ്റിങ്ങിന് വേണ്ടി അല്ല ഇത് ഇട്ടിരിക്കുന്നത്, പക്ഷെ നമുക്ക് വേണം അത്. അങ്ങനെയാണ് നമ്മുടെ ഒരു നമ്മൾ രൂപാന്തരപ്പെടുന്ന അങ്ങനെയല്ലേ, ഒരു ഗ്രോത്ത് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഫൈറ്റ് നമ്മൾ നടത്തിയേ പറ്റത്തുള്ളൂ. ബ്രദർ എങ്ങനെ പറഞ്ഞ ഇതാണല്ലോ നമ്മുടെ വിശ്വാസം. ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു. ശരിക്കും അതിന്റെ ശരിക്കുള്ള മീനിങ് എങ്ങോട്ട് മീനിങ് എന്താ? ആ പുറമെ പറയുന്ന മീനിങ് അല്ലേ? നമുക്ക് ഈശോ മരിക്കുന്നിടം വരെ ആദത്തിന്റെ ഇത് കാരണമേ, ഹവ്വായുടെയും പാപം കാരണം സ്വർഗ്ഗം എല്ലാം അടച്ചു കിടക്കുമായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. നമുക്ക് ഇപ്പം സ്വർഗം തുറന്നു, ഇപ്പം നമുക്ക് അല്ലെങ്കിൽ അടച്ചല്ലേ കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ശരിക്കും നമുക്ക് പറ്റിയല്ലാത്ത നമ്മുടെ ഇത് ആദത്തിന്റെ ഇതൊക്കെ വഴി മനുഷ്യവർഗത്തിലേക്ക് വ്യാപിച്ച അവസ്ഥകളെ, ദൈവമായിട്ടുള്ള അനുരഞ്ജനം ഇല്ലാത്ത അവസ്ഥകൾ, അങ്ങനെ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈശോ പൂർത്തിയാക്കി ഈശോയുടെ ഇത് മരണം വഴി. പക്ഷെ പിന്നെ ഇത് ശരിക്കും മരിച്ച് ഈശോ നമുക്ക് എല്ലാവരെയും മരിച്ചായിരുന്നല്ലോ പാപം മൂലമേ. ആ മരിച്ച മനുഷ്യവർഗത്തെ മുഴുവൻ ഈശോ ജീവൻ, അതല്ല റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ മരിച്ചു, പാപത്തെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നേക്കും മരിച്ചു, അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കുന്നു എന്ന് പറയുന്ന, നമ്മൾ പറയുന്ന ക്ലിനിക്കൽ ഡെത്ത് അല്ല ഇത്. പാപത്തെ സംബന്ധിച്ചുള്ള ഹ്യൂമൻ നേച്ചർ ഈശോ അബ്രാഹത്തിന്റെ സന്തതിയിൽ നിന്ന് സ്വീകരിച്ചല്ലോ. അപ്പൊ ആ നേച്ചർ പാപത്തിന്റെ നേച്ചറായി പോയല്ലോ ഹവ്വ വഴിയെ. അപ്പം അതിനെ മാറ്റണം. ആ നേച്ചറിനെ മാറ്റി നമുക്ക് വീണ്ടും നമുക്ക് ജീവൻ തന്ന് ഈശോയുടെ ഭൗതിക ശരീരത്തിലാക്കി ദൈവിക പ്രകൃതമൊക്കെ തന്ന് ഒത്തിരി രക്ഷയുടെ വലിയ കാര്യങ്ങളാതെ. അപ്പൊ അതിന്റെ ഒരു ബേസിക്കാണ് നമുക്ക് ഈ കുരിശുമരണത്തിൽ നമുക്കത് നേടി. അത് നമ്മൾ മാമോദീസായിലാണ്, മാമോദീസായിൽ മറ്റു കൂദാശകളിലൂടെയാണ് ശരിക്കും. അത് കാറ്റീസം നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. മാമോദീസായിലാണ് ഈശോയുടെ കുരിശുമരണത്തോട് നമ്മൾ ഐക്യപ്പെട്ട് എന്നിട്ടാണ് പറയുന്നത്, അവൻ്റേതുപോലെ ഒരു മരണത്തോട് നിങ്ങൾ ഐക്യപ്പെട്ടാൽ അവൻ്റേതുപോലുള്ള ഒരു ഉദ്ധാനത്തോടും ഐക്യപ്പെടുമെന്നാണ്. അപ്പൊ ഈശോയോട് കൂടി മരിച്ചാൽ ഈശോയോട് കൂടി ഉയർക്കും. ഈശോയോട് കൂടി അല്ല നമ്മൾ മരിക്കുന്നെങ്കിൽ ഈശോ ഇല്ലാതെ നമ്മൾ ഉയർക്കും വചനത്തിൽ ഇതാണ്. ഈശോയിലായിരിക്കുക എന്നുള്ളതിലാണ് അതിൻ്റെ വലിയൊരു കാര്യം കിടക്കുന്നത്. അപ്പൊ അതൊരു ക്ലിനിക്കൽ ഡെത്ത് മാത്രമല്ല, ഈ പാപത്തോടുള്ള എന്നേക്കുമായിട്ടുള്ള മരണമാണ്. അത് ഭയങ്കര പോയിന്റാണ് കേട്ടോ. എല്ലാം നമ്മൾ വചനം ആദ്യം തൊട്ട് ഇങ്ങനെ നല്ലപോലെ നമ്മളിപ്പം കുറേ അതെല്ലാം വളർന്ന് വളരെ സൈക്കോളജിക്കലായിട്ട് പാപത്തെ നമ്മൾ ഗൗരവത്തിൽ എടുക്കാതെ പോകുന്ന ഒരു നിലയിലേക്ക് നമ്മൾ വന്നേ. അപ്പൊ അതുകൊണ്ട് ആ ബോധം പോയി പാപത്തെ തന്നെ നമ്മൾ അങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആയിപ്പോയി. അതുകൊണ്ട് ആ ഗൗരവം എല്ലാം പോയേ. പക്ഷെ വചനത്തിന്റെ ആദ്യം തൊട്ട് മനുഷ്യനുണ്ടായ ആദ്യത്തെ പ്രശ്നം തന്നെ പാപം വഴി നമ്മുടെ ജീവൻ പോയ പ്രശ്നമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ പ്രവചനം എല്ലായിടത്തും നോക്കിക്കുക, അതാ അതിന്റെ പ്രധാന വിഷയമേ. അവസാനം ഇന്നലെ ഞാൻ മത്തായി സുവിശേഷം ഇങ്ങനെ വായിച്ചപ്പോൾ അതിനകത്ത് ഈശോ ജനിക്കുന്നതിന്റെ ഈശോയുടെ നാമകരണത്തിന്റെ തന്നെ അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ആദ്യത്തെ ഈശോയുടെ പ്രവൃത്തിയെക്കുറിച്ച് തന്നെ ഇട്ടിരിക്കുന്നു. അത്രയും ഇതില അത് വരുന്നത്. അത് പിന്നെ ജെറമിയായും ഇവരും എല്ലാം എടുത്താൽ നമുക്കുണ്ടായ പ്രശ്നം മുഴുവൻ ഈ പാപം മൂലം നമുക്കുണ്ടായതാണെന്നാണ് പറയുന്നത്. അത് നമുക്കും അറിയാം. അത് ഈ പാപത്തിൽ നിന്ന് നമ്മൾ ഈശോയുടെ കൂടെ പാപത്തോട് എന്നേക്കും മരിച്ച് ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കുന്ന അത് നമ്മൾ ബോധപൂർവം നമ്മൾ മാമോദീസായി ചെയ്തു. അതിന്റെ കൃപയ അഭിഷേകം നമുക്കുണ്ട്. അതിനോട് നമ്മൾ ഇത് ചെയ്യണം, നമ്മൾ ഐക്യപ്പെട്ട് അത് സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളിൽ ആ കൃപാ പ്രവർത്തനം തുടങ്ങും. അത് ഉഴപ്പിക്കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ആ കൃപയുടെ ഇത് ഇല്ലാതെയായിപ്പോവും. ഇല്ലാതെയല്ല, കുറഞ്ഞു പോവും. അതാണ് മാതാവിൽ അത് ഇങ്ങനെ ഒരു ഈശോയുടെ രക്ഷയുടെ ഇതിൽ മുന്നോട്ടേ മാതാവിന് കൊടുത്ത് മാതാവിൽ ഈശോയെ കൺസീവ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേനും കൃപാ പൂർണ്ണതയിലായെന്നാണ് പറയുന്നത്. അത് ദൈവം ഒരുക്കിയ ഓർമ്മമാണ്. ദൈവത്തിന് ഒരാളെ ഒരുക്കാവല്ലോ. പക്ഷെ ഈശോയുടെ പീഡാനുഭവത്തിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതകളാലാണ് അത് ഒരുക്കപ്പെടുന്നത്. അത് നമുക്കിപ്പോൾ ടൈമിലും സ്പേസിലും അത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വേണേ വണ്ടിയുടെ ഉദാഹരണത്തിൽ പറയാം. പഴയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ വണ്ടിയുണ്ട്, പഴയ ബസ്സൊക്കെ കണ്ടിട്ട് കാണുമായിരിക്കും, അല്ല ലോറി. അപ്പൊ അതിന്റെ ചക്രങ്ങൾ ഇവിടെയല്ലേ കിടക്കുന്നത്. ഇനി ശ്രദ്ധിച്ചു നോക്കി, സാറിന് കാറിന്റെ അല്ലായിരിക്കും, ചില വണ്ടികളുടെ ചക്രങ്ങൾ, ബസ്സിന്റെ ഒക്കെ ചക്രം ഇവിടെ കിടക്കുന്നു. പക്ഷെ ഡ്രൈവർ കുറേ കൂടെ മുന്നിലല്ലേ ഇരിക്കുന്നത്. ഡ്രൈവർ ചക്രത്തിന് മുമ്പേ ഡ്രൈവർ വന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചക്രം വന്നതുകൊണ്ടാണ്
എന്ന് പറഞ്ഞാൽ ഈശോയുടെ പീഡാനുഭവത്തിന്റെ ഈശോയുടെ രക്ഷാകര പ്രവർത്തികളുടെ യോഗ്യതകളാണ് ഈ മാതാവിന് അമലോൽപ്പയായിരിക്കാനും അല്ലാതെ ഡ്രൈവറിന്റെ യോഗ്യതയിലാൽ ചക്രത്തിന്റെ ഒരു യോഗ്യതയിലാണ് ഡ്രൈവർ ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് അത് ഒരു കുഞ്ഞ് എക്സാമ്പിൾ ആകട്ടെ, പക്ഷെ അത് നമുക്ക് മനസ്സിലാവും. ഇടയ്ക്ക് ഇങ്ങനെ ഷെയറിങ്ങിനകത്ത് ഇങ്ങനെ പറയത്തില്ല, നമ്മുടെ ഈ പാപം എന്ന് പറയുന്നത് നമ്മുടെ ഫൈനലായിട്ട് ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രവൃത്തിയല്ല, അതിനു മുമ്പ് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പാപം നമ്മുടെ ഒരു പരിഗണന തുടങ്ങുമ്പോൾ തൊട്ടാണല്ലേ. അല്ല, നമ്മൾ അവസാനം ചെയ്യുന്ന പ്രവൃത്തി എന്നതിനേക്കാളും കൂടുതൽ അത് നമ്മൾ ഏറ്റവും ചോദിച്ചു നന്നായി, ഏറ്റവും നല്ല ഒരെണ്ണമേ നമ്മുടെ ഉള്ളിലൊരു സജഷൻ വരുവേ. നല്ലപോലെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നമ്മൾ നല്ലപോലെ കുമ്പസാരിച്ച് നല്ല ഒരു ഇതായിട്ട് പോകുന്ന ഒരു സമയത്ത് ഒരു ഭയങ്കര റോക്കറ്റ് വേഗത്തിലൊരു മെസ്സേജിങ് വരും. നമുക്ക് ഉള്ളിൽ അതറിയാം. അതിനോട് നമ്മൾ ആ മെസ്സേജിനെ അതിനോട് പരിഗണിക്കാൻ പോയ കഴിഞ്ഞാൽ തന്നെ നമ്മൾ പതുക്കെ അതൊരു ഇതായിട്ടാണ് വരുന്നത്. ഇപ്പം കൊറോണയുടെ വൈറൽ വരുന്ന പോലെ, അല്ല വൈറസ് വരുന്ന പോലെ ഒരു കുഞ്ഞായിട്ടേ വരത്തുള്ളൂ. തീരെ കുഞ്ഞായിരിക്കും, നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. ഇങ്ങനെ വന്നിട്ട് അത് നമ്മുടെ ഉള്ളിൽ കയറി പതുക്കെ പ്രോസസ്സ് തുടങ്ങും. അത് പ്രോസസ്സ് തുടങ്ങി അത് നടത്തി ആഗ്രഹമാക്കി അവസാനം അത് പാവത്തിന്റെ പൂർണ്ണതയിലായിട്ടായിട്ട് മരണത്തെ പ്രസവിക്കുന്ന ഒരു യാക്കോസിലിയ പറയുന്നു. അപ്പൊ മരണത്തെ പ്രസവിച്ചില്ലേലും അവിടെ തെറ്റ് തുടങ്ങി. ഇപ്പൊ നമ്മുടെ ഉള്ളില് ഇപ്പം നിങ്ങൾ വിവാഹം കഴിച്ചെന്ന് കൂട്ടിക്കൂ, അത് ഭയങ്കര വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിവാഹത്തിലെ ആ വിശുദ്ധി എന്ന് പറയുന്നത് ഭയങ്കരമാണല്ലോ. അതിനിടയ്ക്ക് നമ്മുടെ ഉള്ളില് ഇപ്പം ഒരാള് ദേശത്ത ജീവിത പങ്കാളി, നമ്മുടെ ഉള്ളില് നമ്മൾ വേറെ എന്തിനേലും ഒരു കുഞ്ഞു പരിഗണിക്കാൻ ആദ്യം തുടങ്ങുന്നുള്ളത് നമുക്കറിയാം. നല്ലപോലെ നമുക്കറിയാം, നമുക്ക് നല്ലപോലെ ഓക്കെ ആയിരിക്കുന്ന ഒരു അവസ്ഥയെ അറിയാം, ഒരു പരിഗണനയ്ക്ക് നമ്മൾ ഇടുന്ന ഒരു അവസ്ഥയെ അറിയാം. നല്ലൊരു അറിയത്തില്ല, അത് ഓരോ കാര്യങ്ങളിലും ഉണ്ട് അങ്ങനെ. അല്ല, സ്കാൻ ചെയ്താൽ മതി ഉള്ളിലോട്ട്. ആ പരിഗണന തുടങ്ങുമ്പോഴേ പന്തികേട് തുടങ്ങി. കാരണം ഈ പരിഗണിക്കാൻ നമുക്ക് അവകാശമില്ല. അത് ആദത്തിന്റെ ഹവ്വായുടെയും പാപത്തിലും പറ്റിയത് അതാണ്. ദൈവം പറഞ്ഞ് ഇത്രയും സ്നേഹപൂർവ്വം പറുദീസായിലാക്കി, ഇത്രയും സ്നേഹപൂർവ്വം സൃഷ്ടിച്ച്, ഇത്രയും സ്നേഹത്തിലായിരുന്ന ദൈവത്തിൽ അവർ അതുപോലെ ട്രസ്റ്റ് ചെയ്താ പോയിരുന്നേ. ട്രസ്റ്റാ ബ്രേക്ക് ചെയ്യപ്പെട്ടെന്നാ പറയുന്നത്. അപ്പൊ ആ ദൈവം പൂർണ്ണ ജ്ഞാനമുള്ള ദൈവമല്ലേ. ദൈവം പറഞ്ഞത് അങ്ങോട്ട് പിന്നെ ഒന്നും പരിഗണിക്കാതെ അങ്ങ് ഇത് ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ ആ ദൈവത്തിന്റെ ആ കൽപ്പനയ്ക്കല്ല, ദൈവത്തിന്റെ ആ വചനത്തിനെതിരായിട്ട് ഒരു കുഞ്ഞു പരിഗണന പോലും ഇവരെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. എപ്പോൾ എടുക്കാൻ തുടങ്ങിയോ അന്നേരം പോയി അവസാനം പറിച്ചത് നല്ല പ്രശ്നം. എവിടെ മൈൻഡിൽ ആ പ്രോസസ്സ് തുടങ്ങിയോ അവിടെ നമ്മൾ യാത്ര. പിന്നെ സ്റ്റെപ്പുണ്ട്. അതാ ഈ ഈശോയുടെ കുരിശുമരണത്തിന് വെച്ച് മുമ്പേ ചോദിച്ചതിന്റെ ഈ കുരിശ് തറയ്ക്കുന്ന ഈ കാലിന്റെ യാത്രയുണ്ട്, ഈ കൈയുടെ പഴം പറിക്കുന്ന കൈ നീട്ടലുണ്ട്. ഇതെല്ലാം ഈ കുരിശുമരണത്തിൽ ഇത് ഉത്തരം പറയുന്നുണ്ടേ നല്ലപോലെ ധ്യാനിച്ചു കഴിയുമ്പോൾ. അപ്പോൾ ആ നടപ്പ്, ആ ഹൃദയം കുത്തുന്നില്ലേ, ഹൃദയത്തിലാണല്ലോ ഈ ആദ്യത്തെ തീരുമാനം എടുക്കുന്നത്. അങ്ങനെയെല്ലാം അങ്ങനെയുള്ള ഒരു നടപ്പ് നടക്കുന്നുണ്ട് ഇവര്. അപ്പൊ അന്നേരം അവിടെ ചെന്നിട്ട് ഈ പഴത്തിന്റെ ക്വാളിറ്റികൾ കാണുന്നു. വിശന്നിട്ടും അല്ല തിന്നുന്നത്, ഭക്ഷിക്കേണ്ട വിശക്കുമ്പോഴാണല്ലോ പൊതുവെ, വിശന്നിട്ടും അല്ല തിന്നുന്ന ഇവര്. ഹവ്വായി അതിന് 3 ക്വാളിറ്റികൾ പറയുന്നുണ്ട്. അത് മരത്തിന്റെയാ പറയുന്നത്, പഴത്തിന്റെ അല്ല. മരത്തിന്റെ 3 ക്വാളിറ്റികൾ കണ്ടുകൊണ്ടാണ് പഴം പറിച്ച് തിന്നെന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ സിന്നിന്റെ ഈ ഒരേ യാത്രയാണ് നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പം വചനത്തിൽ നിന്ന് മാറി നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയോ അന്നേരം നമ്മൾ ആ ഒരു ഇതിലേക്കായി. പിന്നെ വിജയിക്കുക അത്ര എളുപ്പമല്ല. അന്നേരം തന്നെ അത് ഒരു ഉദാഹരണം പറഞ്ഞ ഒരു അശുദ്ധമായ ഒരെണ്ണത്തിലാണെങ്കിൽ അന്നേരം നമ്മുടെ ശരീരത്തിന് കമാൻഡ് കിട്ടി. നമ്മുടെ ശരീരം അതിനുവേണ്ടി തയ്യാറാകാൻ തുടങ്ങുന്ന പറയുന്നത്. ശരീരമേ അതിനുവേണ്ടി കമാൻഡ് കിട്ടിക്കഴിഞ്ഞു. നമ്മൾക്ക് അയവുണ്ടെന്നുള്ള ശരീരത്തിന് മനസ്സിലായി. ആ കമാൻഡ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന പോലെ അന്നേരം അതിനുള്ള ബാക്കി മെസ്സേജുകൾ ഭയങ്കരമായിട്ടും പിന്നെ ഭയങ്കര ശരീരവും ബ്രെയിനും ഒക്കെ ഭയങ്കര സംഭവങ്ങളല്ലേ. പ്രോസസ് തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ പോയി നമ്മുടെ പതുക്കെ നമ്മുടെ കൺട്രിയിൽ നിന്ന് പോകും. പിന്നെ നമ്മളെ കിഡ്നാപ്പ് ചെയ്യുന്നത് പോലെ നമ്മൾ അതിൽ പോയി നിബന്ധിക്കും. പിന്നെ അങ്ങ് അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യമേ. ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ സ്വാതന്ത്ര്യത്തെ എന്ന് പറഞ്ഞാൽ തിന്മയും നന്മയും ബൈബിളിലും ഉണ്ട്. അങ്ങനെ അതൊരു ആദ്യത്തെ ഇതിലും ഉള്ളേ തിന്മയും നന്മയും തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. പക്ഷേ ശാലശൂന്യാളിനും ഒക്കെ പറയുന്നത് ഇപ്പം നമ്മുടെ മുമ്പിൽ ഗുഡ് ബെസ്റ്റ് വെക്കുവാണെങ്കിൽ നമ്മൾ ഗുഡ് തിരഞ്ഞെടുത്താൽ ആരും നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല.
നല്ലതാ. പക്ഷേ ഗുഡ് തിരഞ്ഞെടുത്താൽ അവിടെ ധാർമ്മിക പാവമാണെന്ന് പറയുന്നത്. കാരണം ബെസ്റ്റ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഗുഡിനെ തിരഞ്ഞെടുക്കുന്നുള്ളെങ്കിൽ അത് വലിയ തെറ്റല്ലേ? അങ്ങനെ ഉണ്ടെന്നാ പറഞ്ഞു. ഓരോ കാര്യത്തിലും അങ്ങനെ അത് ധ്യാനിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ. അപ്പൊ അത് നമ്മുടെ മുമ്പിൽ നമുക്ക് മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ആ ബെസ്റ്റിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ആ ഒരെണ്ണത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. സ്കാൻ ചെയ്താൽ അറിയാം നമ്മുടെ ജീവിതം മുഴുവൻ ഇങ്ങനത്തെ ഈ തെരഞ്ഞെടുപ്പുകളിലാണ് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ ഓരോന്നും ഉള്ളിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിൽ വിശ്രമിക്കുന്നില്ല ഒരിക്കലുവേ. ഒന്നെങ്കിൽ എളിമയ്ക്കെതിരായിട്ടുള്ള അഹങ്കാരത്തിന്റെ ഇങ്ങനെ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ശുദ്ധതയ്ക്കെതിരായിട്ടുള്ള ശുദ്ധതയാണ് നമുക്ക് വേണ്ടത്, അതിനെതിരായിട്ടുള്ള കാമത്തിന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സ്നേഹത്തിനെതിരായിട്ടുള്ള വെറുപ്പിന്റെ പ്രവൃത്തികൾ നമ്മളോട് നടന്നുകൊണ്ടിരിക്കും. നല്ലൊരു നോക്കി ഇത് മൂന്നിലേതിലുമാണ്. അത് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ഉള്ളതാണ്. നല്ലൊരു സ്കാൻ ചെയ്താൽ അതാണ് നമ്മൾ പ്രശ്നം നമ്മൾ നടക്കുന്നത്. അതിനെ നമ്മൾ എങ്ങനെ ധീരമായിട്ട് നേരിടും എന്നുള്ളതാണ്. നല്ലൊരു നോക്കിയാൽ അത് പിടികിട്ടത്തുള്ളൂ. പിടികിട്ടിയാൽ നമുക്കതിനെ നമുക്ക് ഓരോന്നും അവോയ്ഡ് ചെയ്യാൻ. ഇപ്പം നമ്മൾ പാവത്തെയും പാവ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പാവ സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുക എന്നുള്ള നമ്മളിൽ ഒരു ആത്മവഞ്ചനയുണ്ട്. നമ്മളിൽ ഉള്ളിലെ നമ്മളിൽ നല്ലപോലെ നോക്കിയാൽ നമ്മൾ ഒരു ആത്മവഞ്ചന ധ്യാനം നമ്മളിൽ നടക്കുന്നുണ്ട് എപ്പോഴും. നല്ലപോലെ നോക്കിയാലേ എന്നിട്ട് നമ്മൾ ഭയങ്കര പാവമായിട്ട് ദൈവത്തിന് മുമ്പിൽ അഭിനയിച്ചിട്ട് നമ്മൾ തെന്നുന്ന സ്ഥലത്ത് പോയി നിൽക്കും. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കും, ദൈവമേ വീഴാതെ കാത്തുകൊള്ളണേ. പക്ഷെ നമ്മുടെ അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ആ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാനും പറ്റത്തില്ല അങ്ങനെ. പാവത്തിൽ നിന്നൊക്കെ അങ്ങ് ഓടിപ്പോവാന്ന് ഈ സലസുനിയാളം പറയുന്നത്. പ്രത്യേക ശുദ്ധതയ്ക്കെതിരായിട്ടുള്ള പാവത്തിന്റെ സജഷൻ അവിടെ ധൈര്യത്തിന് ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത്. തീരത്തും അവിടെ നല്ലതെന്നാണ് പറയുന്നത്. അവിടെ ധൈര്യത്തിൽ ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ലെന്നാണ് വിശുദ്ധരൊക്കെ പറയുന്നത്. അന്നേരം ഇങ്ങനെ ഒരു സജഷനോ ഇങ്ങനെ സാഹചര്യം ഉണ്ട്, വിട്ടു പോകണം പാമ്പിൽ നിന്ന്. അത് നമ്മുടെ പ്രവൃത്തിയിലല്ല കേട്ടോ ഞാൻ പറയുന്നത്. മനസ്സിൽ വരുമ്പോഴും ഇതിന് ഒരു ശക്കല സമയം പോലും ഇത് ചില വിത്തുകളൊക്കെ നമ്മുടെ പറമ്പിൽ വന്ന് ഇങ്ങനെ വീണിട്ടല്ലേ ഇത് കിളിക്കുന്ന. ഒരു മുൾച്ചെടിയുടെ ഒക്കെയാണ് നമ്മൾ എടുത്തു കളയുന്നത് പോലെ തൂട്ടിക്കും. അതങ്ങ് വീഴുമ്പോളെ നമ്മൾ അങ്ങനെ നമുക്ക് ഉള്ളിൽ കിട്ടും ഒരു സജഷൻ വരും. നമുക്ക് നല്ലപോലെ നോക്കിയാൽ നമുക്കറിയാം ഒരു സജഷൻ വരുന്നത് വരുമ്പോളെ ഓടിപ്പോക്കണം. അതിന് നല്ല സ്പീഡ് വേണം. അങ്ങനെ അങ്ങ് ഓടിപ്പോയാൽ അത് ദൈവം കാണുന്നുണ്ട് ആ ഓട്ടോയിൽ. അല്ല നമ്മുടെ പമ്മിയുള്ള നിപ്പൊക്കെ ദൈവം കാണുന്നു. നമുക്ക് പാസീവ് തലങ്ങളൊക്കെ ഉണ്ടേ. ആക്റ്റീവ് തലങ്ങളെയൊക്കെ വിട്ടിട്ട് നമ്മൾ ചിലപ്പം പാസീവ് ആവും. നമ്മൾ ആക്റ്റീവായിട്ട് ചില കാര്യങ്ങളിലൊന്നും വേണ്ട എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ പാസീവായിട്ട് നമ്മളെ ഉദാഹരണം അങ്ങ് നമ്മൾ നല്ലപോലെ നോക്കിയാൽ നമ്മളായിട്ട് ഒന്നും ചെയ്യുന്നില്ല, വേറെ നമ്മളായിട്ട് നമ്മുടെ ആക്റ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു ദൈവം കാണുന്നിടത്ത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം നമ്മളിൽ ഉള്ളിൽ ഈ അശുദ്ധി കിടപ്പുണ്ടെന്ന് തന്നെ അതിൻ്റെ അർത്ഥമേ. നമ്മൾ ആക്റ്റീവായിട്ടാണേലും പാസീവായിട്ടാണേലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അശുദ്ധി നമ്മളിലുണ്ട്. അത് നമ്മൾ നോക്കണം. നമ്മൾക്ക് വിഷയം അശുദ്ധിയാണ്. നമ്മളെങ്ങനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കാത്ത നോട്ടമാണ് നമ്മൾ നോക്കുന്നതേ. ഇൻഡയറക്റ്റ് ആയിട്ടാ അങ്ങനെ ഭയങ്കര എന്തോ ആത്മവഞ്ചന ഉണ്ടെന്നറിയാം നമ്മളില്ലോ. നല്ലപോലെ നോക്കിയാൽ ഇതിന്റെ വഞ്ചനയുടെ എല്ലാ രീതിയിലും ഒരു വഞ്ചനയുടെ ഇതുണ്ട് നമുക്ക്. അത് ശുദ്ധതയുടെ മേഖല പെട്ടെന്ന് മനസ്സിലാകുന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതുകൊള്ളേ എല്ലാം എന്തോ അതെ വാസം കിട്ടിയില്ല. അതാ ഈശോ പറഞ്ഞു, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവരെ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. അത് ഏറ്റവും മൈന്യൂട്ടില്ല നമ്മുടെ ദൈവം കാണുന്ന അതാണ്. ഏറ്റവും മൈന്യൂട്ടുള്ള നമ്മുടെ ഹൃദയത്തിന്റെ ആ ഡിസ്പൊസിഷനാണ് ദൈവം കാണുന്നത്. ബാക്കി എന്തെല്ലാം വാക്കുകൊണ്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. നമുക്കും അറിയാമല്ലോ, നമ്മളും നമ്മുടെ മനസ്സാക്ഷിയും ദൈവവും കാണുന്ന ഒരു നല്ല തല നമുക്കറിയാം. നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആണോ ക്ലിയറാ. ബാക്കി ആൾക്കാരൊക്കെ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. അവിടെ ക്ലിയർ ആണോ നമ്മൾ ക്ലിയർ. അതാ സഭയുടെ ബലവും ശക്തി എന്ന് പറയുന്നത്.
ദൈവവും മനസാക്ഷിയും കാണുന്നത് സഭ ക്ലിയർ ആയിപ്പോഴും എന്ന് പറഞ്ഞാൽ പ്രീച്ചിങ്ങിൽ അവരുടെ അവയവങ്ങൾക്കും അവരുടെ മെമ്പേഴ്സിനും ചിലപ്പം തെറ്റുപറ്റുമായിരിക്കും. പക്ഷേ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള നിലപാടുകൾ വളരെ ദൈവ മനസാക്ഷിക്കും അതുപോലെ പൂർണ്ണം. അതാണ് ആ ധാർമ്മിക ബലത്തിന്റെ ശക്തി. അത് നമുക്കും കിട്ടും അവസാനം. നമ്മൾ എന്തെല്ലാം ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവസാനം ദൈവം അങ്ങനെ നീതീകരിച്ചോളുവേ തക്ക സമയത്ത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മുടെ സൂക്ഷ്മതയിലേക്ക് നമ്മൾ പോയിട്ട് സ്നേഹമാണ് ഇതിൻ്റെ എല്ലാ അടിയൊഴുക്ക്. സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ മാറുന്നത്. ഒരു കുഞ്ഞു പാവം പോലും സ്നേഹത്തിൽ നിന്ന് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്ന പറയുന്നത്. ഈ മോർട്ടൽസിന് അങ്ങനെ കാറ്റസിനകത്ത് പറയുന്ന ഇത് കൂട്ട് പാവത്തെക്കുറിച്ചുള്ള ഇതുണ്ടേ. ആ ഭാഗങ്ങൾ എടുത്തുനിന്ന് വായിച്ചു നോക്കിയാൽ അറിയും. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് പലയിടത്തും അത് കിടക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നോക്കിയാൽ അവിടെ എല്ലാം സ്നേഹത്തിൻ്റെ ഇതാണ് പറയുന്നത്. നമ്മളിൽ ഒരു നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്ന ആണ് നമ്മൾ ഒരു ഒട്ടും അല്ലെന്ന് പറയുന്നത് പോലും നമ്മൾ ഈശോയുടെ ഭൗതിക ശരീരത്തിൽ നമ്മളെ അംഗങ്ങളാക്കിയിട്ടുണ്ടല്ലോ. ഒരു കമ്മ്യൂണിയൻ ഓഫ് സെയിന്റ് എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയ്ക്ക് ഭയങ്കര ബ്രേക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. കുഞ്ഞാണെങ്കിൽ പോലും വളരെ കുഞ്ഞായിട്ട് നമുക്ക് നോക്കും, പക്ഷെ അത് ഭയങ്കരമായിട്ട് അതിനെ ബാധിക്കും. അത് അങ്ങനെ ഒരു പെർഫെക്ഷൻ്റെ ഇതുണ്ട് കേട്ടോ. ഈ വിമാനത്തെക്കുറിച്ചൊക്കെ അങ്ങനെ പറയാറുണ്ട്. അത് എയറോനോട്ടിക് പഠിച്ച പിള്ളേർ, നിങ്ങളാരും പഠിച്ചവരുണ്ടോ? പഠിച്ചവർ പറഞ്ഞത് ഈ വിമാനത്തിന് അതിൻ്റെ പുറത്ത് ഒരു പോറലുണ്ടെങ്കിൽ പോലും പറക്കത്തില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ ഫ്രെയിമിന് ഒരു പോറലുണ്ടെങ്കിൽ പോലും അതിൻ്റെ പറക്കെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ആത്മാവിൻ്റെ പറക്കലിനും. അങ്ങനെയുണ്ട്. ഇവർ എയറോനോട്ടിക് പഠിച്ച രണ്ടുപേരങ്ങനെ ഇവിടെ പറഞ്ഞു. ഇല്ലേലും ആത്മീയതയുടെ മേഖലയിൽ അങ്ങനെയുണ്ട്. ഒരു ചെറിയൊരു പോറലുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഇല്ല. പിന്നെ നമ്മുടെ ഒരു ഡ്രസ്സാണെങ്കിൽ പോലും നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നതിന് ഒരു ഇത് അതിന് പറയുന്നത് നൂല് അങ്ങോട്ട് കയറി ഇറങ്ങി കഴിഞ്ഞാലേ നമുക്ക് അല്ലെങ്കിലൊക്കെ കിടക്കുന്നത് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യത്തില്ലല്ലോ, പോകും ഒന്നാരെ. അങ്ങനെയുണ്ട്. ചെക്ക് എഴുതുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലല്ലേ ഉള്ളൂ. ചെക്ക് എഴുതുമ്പോഴേ ഒരു ഓവർ റൈറ്റിംഗ് വന്നാൽ എല്ലാം മനസ്സിലാവും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ചെക്ക് എഴുതിക്കൊണ്ട് വരാനേ പറയല്ലേ. ഭയങ്കര അങ്ങനെയല്ലേ. ഞാനതൊക്കെ ഓർക്കുടക്കുകയും അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ശ്രദ്ധയും ഇതും ഉണ്ട് നമുക്ക്. ഒരു ഓവർ റൈറ്റിംഗ് വരാതെ അല്ല ചെക്ക് ലീഫ് പോവും. എനിക്കങ്ങനെ പറ്റിയിട്ടുള്ള എനിക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പോയപ്പം വണ്ടിക്കൂലിയൊക്കെ മുടക്കി അങ്ങ് പാലായിലും കണ്ടായിരുന്നു. പാലായി ചെന്നപ്പോൾ ഇതൊരു ഓവർ റൈറ്റിംഗ് ഉണ്ട്. പിന്നെ തിരിച്ചതേപടി പോകണമല്ലേ. ഉച്ചിക്കെട്ടാമെന്ന് പറഞ്ഞിറങ്ങിയത്. നാളെ കഴിച്ചുണ്ട്. അതെ അതെ അതെ. നേരത്തെ പറഞ്ഞാൽ യോശുവ പിടിച്ചു നിർത്തിയാൽ നമുക്ക് സൂര്യനെ പിടിച്ചു നിർത്തായിരുന്നു. നേരത്തെ പറയണ്ടായിരുന്നു. അതെ അതെ. റിവേഴ്സ് അടിക്കാൻ പറ്റുമെങ്കിൽ എല്ലാം പറ്റും. ദൈവത്തിനെല്ലാം സാധ്യം. പരീക്ഷിക്കാൻ പറ്റത്തില്ലോ. തത്തുല്യമായ ഒരു കാര്യം ഉണ്ടേലേ അല്ലേ പറ്റത്തുള്ളൂ. അല്ലെ ഫൈൻ അടിക്കാം. അല്ല ട്രെയിനിൽ ഇങ്ങനെ നമ്മളെ ചെയിൻ വലിക്കാം, പക്ഷെ തത്തുല്യമായ കാര്യമില്ല, നമുക്ക് ഫൈൻ അടിക്കും, ഭയങ്കര ശിക്ഷ വരും എന്ന് പറഞ്ഞ പോലെ ഇതും. മാനസാന്തരത്തെക്കാളും വലിയ കാര്യം എന്നതായിരിക്കുന്നില്ലേ. ഭൂമിയിൽ നടക്കാവുന്ന ഏറ്റവും വലിയ പ്രക്രിയ അതാണ് കൺവേർഷൻ. സ്വർഗം സന്തോഷത്തിന്റെ സ്ഥലമാണല്ലോ. പക്ഷെ അനുദപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്ന പറയും. ഓൾറെഡി സന്തോഷത്തിന്റെ പെർഫെക്ഷൻ എന്ന് പറയാവുന്ന സ്വർഗം നമ്മളെപ്പോലെ ഒരു പാവം മനുഷ്യൻ അനുദപിച്ചാൽ യഥാർത്ഥ അനുതാപമാണെങ്കിൽ സ്വർഗം സന്തോഷിക്കും. അത്രയും സാധ്യതയാണ് നമുക്ക്. അത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാവുന്ന കേട്ടോ. അധികം സന്തോഷിക്കുന്നുണ്ട്. സന്തോഷിക്കും എന്ന് പറയുമ്പോൾ അധികമാണല്ലോ അത്, കാരണം ഓൾറെഡി ആണല്ലോ. അപ്പൊ സ്വർഗത്തിന്റെ സന്തോഷമായിട്ട് അങ്ങനെ ഒരു റീഡിംഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ മാനസാന്തരത്തിനൊരു അല്ല നമുക്കൊരു റെഫറൻസ് ഉണ്ട് സ്വർഗത്തിന്റെ സന്തോഷത്തിന്. നമ്മളുമായിട്ടൊരു ഇതാ, അത്രയും സാധ്യതയുണ്ട്. അപ്പൊ അതും പാവികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു വലിയ ഇതുവാ കേട്ടോ. ഇത്തിരി നിരാശയിലൊക്കെ ആയിരിക്കുന്ന, അത് ഞാൻ പറയാൻ വന്നിട്ട് പെട്ടെന്ന് മറന്നുപോയതാ.
നിരാശയിലൊക്കെ ആയിരിക്കുന്ന പാവി ആകെ കലങ്ങി മറിഞ്ഞ ഒരു മനുഷ്യന് അവിടെ നമുക്ക് ചുമ്മാ വേണമെങ്കിൽ ആശ്വസിപ്പിക്കുക ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ്. പക്ഷെ അവന് പറഞ്ഞു കൊടുക്കാവുന്നത്, എടാ നീ ഇങ്ങനെയൊക്കെ ആണെങ്കിലും, അല്ല നീ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിന്റെ ഒരു മാനസാന്തരം വഴി സ്വർഗം പോലും സന്തോഷിക്കും. അത്രയും സാധ്യതയുള്ളൊരു മനുഷ്യനാണ്, അല്ലെ ഒരു കൊച്ചാണ്, അല്ലെ ഒരു ചെറുക്കനാണെന്ന് നമുക്ക് പറയാമല്ലോ, അല്ലേ? എന്നാ സാധ്യത എന്ന് ഓർക്ക്, സ്വർഗത്തെ പോലും സന്തോഷിപ്പിക്കാവുന്ന ഒരു സാധ്യതയിലാണ് എല്ലാ മഹാഭാവി പോലും ഇരിക്കുന്നത്. അങ്ങനെ അതൊരു വലിയ സാധ്യതയല്ലേ, ഒരു മഹാസാധ്യത. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് ഉണരും ആൾക്കാർ. ചേട്ടാ എന്നാ ഞാൻ അതെ അത്രയും വലിയ സാധ്യത നമുക്ക് എടുക്കുവാ.